ബ്രഹ്മരാക്ഷസ് സീരിയലിന്റെ മലയാള റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രഹ്മരാക്ഷസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആത്മാവ് മൃഗത്തിന്റെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ബ്രഹ്മാവ് ആത്മാവിനെ ശപിക്കുന്നു. സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആത്മാവിന് പോകാൻ കഴിയില്ല. അങ്ങനെയുള്ള ആത്മാക്കളെ ബ്രഹ്മരാക്ഷസ് എന്ന് പറയുന്നു. ആഗ്രഹം സാധിക്കാൻ വേണ്ടി തന്നെ കൊന്ന മൃഗത്തിന്റെ ശരീരത്തിൽ തന്നെ പ്രവേശിച്ച ഒരു ബ്രഹ്മരാക്ഷസന്റെ കഥയാണ് ഈ സീരിയലിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. കഥ തുടങ്ങുമ്പോൾ കാളിന്തിയുടെ ബർത്ത്ഡേ ഫംഗ്ഷനാണ് കാണിക്കുന്നത്. അവിടേക്ക് കാളിന്തിയുടെ അച്ഛനായ രാഘവന്റെ ഫ്രണ്ട് വരുന്നു. ശക്തി രാഘവിനോട് കാളിന്തിയുടെ ബർത്ത്ഡേയും ദീപാവലിയും ഒരു ദിവസമാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് നിൽക്കുമ്പോൾ ശക്തിയുടെ കയ്യിൽ രാഘവ് ഒരു ചെക്ക് കൊടുത്തിട്ട് ഈ ക്യാഷ് വെച്ച് ലണ്ടനിൽ ഒരു ബിസിനസ് തുടങ്ങണമെന്നും എന്റെ ഇനിയുള്ള ജീവിതം കാളിദേവിയെ പൂജിച്ച് കഴിയാനുള്ളതാണെന്നും പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന ശക്തി ചെക്ക് വാങ്ങിയിട്ട് ഈ ക്യാഷ് കൊണ്ട് ഞാൻ സമ്പാദിക്കുന്നത് എന്ത് തന്നെയായാലും അതെല്ലാം കാളിന്തിക്ക് വേണ്ടി മാത്രമായിരിക്കുമെന്നും പണ്ട് പറഞ്ഞതുപോലെ കാളിന്തിയുടെയും എന്റെ മകൻ അങ്കിത്തിന്റെയും വിവാഹം നടത്താമെന്നും ശക്തി പറയുന്നത് കേട്ട് രാഘവ് സന്തോഷത്തോടെ നിൽക്കുകയാണ്. അടുത്ത സീനിൽ രാഘവന്റെ ജോലിക്കാരായ പൃഥ്വിയും വിക്രമും കാളിദേവിയുടെ ആഭരണം എങ്ങനെ മോഷ്ടിക്കാമെന്ന് പ്ലാൻ ചെയ്യുകയാണ്. ഇതേസമയം മറുവശത്ത് രാഘവന്റെ വേറൊരു ജോലിക്കാരനായ അക്ഷയ് കാളിന്തിയുടെ റൂമിൽ കയറി കാളിന്തിയുടെ ജാതകത്തിലെ ഒരു പേജ് കീറി എടുക്കുന്നു. അടുത്ത സീനിൽ കാളിന്തിയെയും അങ്കിത്തിനെയും കാണിക്കുന്നു. കാളിന്തിയോട് അങ്കിത്ത് വർഷങ്ങൾ കഴിയുമ്പോൾ എന്നെ മറക്കുമോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന കാളിന്തി നിന്നെ ഓർമ്മിക്കാൻ എനിക്ക് സമയം കിട്ടില്ല എന്നും മറക്കുമെന്നും പറയുകയാണ്. അപ്പോൾ അങ്കിത്ത് കാളിന്തിയെ ഒരിക്കലും മറക്കില്ല എന്നും വലുതാകുമ്പോൾ കാളിന്തിയെ ലണ്ടനിലേക്ക് കൊണ്ടുപോകുമെന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും സ്റ്റാർസിനെ നോക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ്. അടുത്ത സീനിൽ മന്ത്രവാദിയായ ജ്വാല പൂജ ചെയ്യുമ്പോൾ ആ സമയം അവിടെ വരുന്ന അക്ഷയ് കാളിന്തിയുടെ ജാതകത്തിൽ നിന്ന് കീറിയെടുത്ത് പേപ്പർ ജ്വാലയ്ക്ക് കൊടുക്കുന്നു. ആ പേപ്പർ കാണുന്ന ജ്വാല എല്ലാം ശരിയാണ്, ഈ ജാതകത്തിലുള്ള പെൺകുട്ടിയെ വേണമെന്നും ഇന്ന് ദീപാവലിയാണ്, അമാവാസിയുടെ ഏറ്റവും വലിയ രാത്രി, ഇന്ന് തന്നെ അത് നടക്കണമെന്ന് പറഞ്ഞിട്ട് ജ്വാല ഭാര്യയായ ഗഹനയോട് കാളിന്തിയുടെ കല്യാണ ചെറുക്കനെ കൊണ്ടുവരാൻ പറയുന്നു. ശേഷം ഗഹന ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു മൃഗത്തിന്റെ അടുത്ത് പോകുന്നു. എന്നിട്ട് ആ മൃഗത്തിനെ നോക്കി ഈ കല്യാണ ചെറുക്കനെ ഞാൻ ഒരുക്കുമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ്. മറുവശത്ത് ശക്തിയെയും ഫാമിലിയെയും എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി രാഘവ് പോകാൻ തുടങ്ങുമ്പോൾ ഫംഗ്ഷന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടി വിക്രമിനെയും പൃഥ്വിനെയും അക്ഷയെ ഏൽപ്പിക്കുകയാണ് രാഘവ്. തുടർന്ന് അങ്കിത്ത് കാളിന്തിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് അവരെല്ലാവരും അവിടെ നിന്നും കാറിൽ കയറി എയർപോർട്ടിലേക്ക് പോകുന്നു. അടുത്ത സീനിൽ ദേവിയുടെ ആഭരണങ്ങൾ മോഷ്ടിക്കുന്ന കാര്യങ്ങൾ പൃഥ്വിയും അക്ഷയും വിക്രമും സംസാരിക്കുന്നത് ജോലിക്കാരി കേൾക്കുന്നു. എന്നിട്ട് ജോലിക്കാരി പൃഥ്വിയുടെ ഭാര്യയായ ശാലിനിയോട് ഈ കാര്യം പറയുമ്പോൾ വിക്രമിന്റെ ഭാര്യ മീന ജോലിക്കാരിയുടെ പുറകിൽ വന്ന് ജോലിക്കാരിയുടെ തലയിൽ അടിക്കുന്നു. ബോധം പോയ ജോലിക്കാരിയെ സ്റ്റോർ റൂമിലേക്ക് വിക്രം കൊണ്ടുപോകുന്നത് രാഘവിന്റെ സഹോദരി കോമൾ കാണുന്നു. ആ കാര്യം കോമൾ വിക്രമിനോട് ചോദിക്കുമ്പോൾ പുറകിൽ കൂടി വരുന്ന അക്ഷയ് ക്ലോറോഫോം കൊണ്ട് കോമളിനെ ബോധം കെടുത്തുന്നു. അടുത്ത സീനിൽ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി രാഘവിനെ ഫോണിൽ വിളിക്കുന്ന ജോലിക്കാരി അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും പറയുകയാണ്. തുടർന്ന് ജോലിക്കാരിയുടെ ബോധം പോകുന്നു. ശേഷം രാഘവ് ബാലനെ ഫോണിൽ വിളിച്ചിട്ട് കാളിന്തിയെ ബാലന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. ഉടൻ തന്നെ ബാലൻ കാളിന്തിയെ കൊണ്ട് പുറത്തേക്ക് പോകുന്നു. ഇതെല്ലാം പൃഥ്വിയും ശാലിനിയും കാണുകയാണ്. കാളിന്തിയെ കിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന അവർ ഒരു പ്ലാൻ ചെയ്യുന്നു. ജ്വാല കാളിന്തിയെ കണ്ടിട്ടില്ല, അതുകൊണ്ട് കാളിന്തിക്ക് പകരം വിവാഹ വേഷത്തിൽ കോമളിനെ പൂജയ്ക്ക് കൊണ്ടുപോകാമെന്ന് അവരെല്ലാവരും തീരുമാനിക്കുകയാണ്. അടുത്ത സീനിൽ പൂജ ചെയ്യുന്ന ജ്വാലയുടെ മുമ്പിൽ മൃഗവും മൃഗത്തിന്റെ അടുത്തായി ബോധമില്ലാതെ ഇരിക്കുന്ന കോമളിനെ പിടിച്ചുകൊണ്ട് ഗഹനയെ ഇരിക്കുന്നു. ജ്വാല അവർ 3 പേരോടും കാളിദേവിയുടെ ആഭരണം അവിടെ ഇരിക്കുന്നുണ്ടെന്നും പൂജ തീരുമ്പോൾ ഹോമത്തിലെ തീയിൽ നിന്നും ഒരു അഗ്നിഗോളം പുറത്തു വരുമെന്നും അപ്പോൾ ജ്വാല ഒരിക്കലും മരണമില്ലാത്തവനാകുമെന്നും പറഞ്ഞ് ജ്വാല പൂജ സ്റ്റാർട്ട് ചെയ്യുന്നു. പൂജ തീർന്നിട്ട് അഗ്നിഗോളം വരാത്തത് കാണുന്ന ജ്വാലയ്ക്ക് ദേഷ്യം വരികയാണ്. അത് കാണുന്ന അവർ 3 പേർക്കും കള്ളം ജ്വാലയ്ക്ക് മനസ്സിലായി എന്ന് തിരിച്ചറിയുന്ന അവർ പേടിച്ചു നിൽക്കുകയാണ്. ശേഷം ജ്വാല അവർ 3 പേരെയും കെട്ടിയിടുകയാണ്. ആ സമയം അവിടെ ബോധമില്ലാതെ കിടക്കുന്ന കാളിന്തിയെ എടുത്തുകൊണ്ട് ബാലൻ വരുന്നു. ബാലൻ പൃഥ്വിയോട് നിങ്ങൾക്ക് കിട്ടുന്നതിൽ നിന്നും കുറച്ച് ഷെയർ എനിക്കും തരണം എന്ന് പറയുകയാണ്. ശേഷം പൂജ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ രാഘവും വിശാഖയും വരുന്നു. രാഘവിനെ ജ്വാലയുടെ ആളുകൾ കെട്ടിയിടുന്നു. രാഘവ് വിഷമത്തോടെ കാളിദേവിയോട് കാളിയുടെ മുമ്പിൽ വെച്ച് ദുഷ്ടശക്തികൾ ജയിച്ചാൽ അത് കാളിദേവിയുടെ തോൽവിയാണ്, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് രാഘവ് കരഞ്ഞുകൊണ്ട് പറയുന്ന സമയം അവിടെ കൊടുങ്കാറ്റ് വരികയും ക്ഷേത്രത്തിലെ ഓരോ ഭാഗങ്ങളായി ഇടിഞ്ഞു വീഴാനും തുടങ്ങുന്നു. അപ്പോൾ പില്ലർ മറിഞ്ഞു വീണ് കാളിന്തിയുടെ അമ്മയും കോമളും മരിക്കുന്നു. ശേഷം കണ്ണു തുറക്കുന്ന കാളിന്തി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് കാണുന്ന മൃഗം വയലന്റ് ആകുന്നു. വയലന്റായി ആ മൃഗം ജ്വാലയെ ആക്രമിക്കുകയും ജ്വാലയെ അവിടെ നിന്ന് വലിച്ചിഴിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഈ സമയം അവിടെ നിന്ന് ആഭരണവുമായി പോകാൻ തുടങ്ങുന്ന പൃഥ്വി തൃശൂലം എടുത്ത് രാഘവനെ കുത്തുന്നു. കുത്തേൽക്കുന്ന രാഘവ് പൃഥ്വിയോട് എന്റെ പ്രതികാരം കാളിന്തി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ് രാഘവ് മരിക്കുകയാണ്. അടുത്ത സീനിൽ കാട്ടിന്റെ അകത്ത് വെച്ച് ജ്വാലയെ ആ മൃഗം കടിച്ചു കൊല്ലുകയാണ്. അപ്പോൾ ജ്വാലയുടെ ആത്മാവ് ആ മൃഗത്തിന്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഈ സമയം മറുവശത്ത് കോൺട്രാക്ട് പേപ്പർ വായിച്ച് ദേഷ്യം വന്ന് നിൽക്കുന്ന പൃഥ്വി രാഘവിന്റെ കാലശേഷവും കാളിദേവിയുടെ ആഭരണം കൈവശം വെക്കാനുള്ള അവകാശവും സ്വത്തിലുള്ള അവകാശവും കാളിന്തിക്ക് മാത്രമാണ്. കാളിന്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാ സ്വത്തും ട്രസ്റ്റിലേക്ക് പോകും. കാളിന്തിക്ക് 21 വയസ്സാകുന്നത് വരെ ഇതെല്ലാം നോക്കി നടത്തുന്ന വെറും ജോലിക്കാർ മാത്രമാണ് അവർ 3 പേര് എന്ന് പൃഥ്വി പറയുന്ന സമയം അവിടേക്ക് പോലീസ് വരികയാണ്. പോലീസിനെ കാണുന്ന പൃഥ്വി പോലീസിനോട് മന്ത്രവാദിയായ ജ്വാല എല്ലാവരെയും കൊന്നു എന്നും ഇപ്പോൾ മുതൽ കാളിന്തിയുടെ കാര്യങ്ങളെല്ലാം അവർ നോക്കിക്കൊള്ളാമെന്നും പറയുകയാണ്. അടുത്ത സീനിൽ കാട്ടിലൂടെ 2 പേർ പോവുകയാണ്. അവരുടെ മുമ്പിൽ വരുന്ന ബ്രഹ്മരാക്ഷസ് ആ പെൺകുട്ടിയെ
പിടിച്ചുകൊണ്ട് പോകുന്നു. ഇതെല്ലാം കണ്ട് പേടിക്കുന്ന ആ പെൺകുട്ടിയുടെ ഭർത്താവ് അവിടെ നിന്ന് ഓടിപ്പോകുമ്പോൾ പോകുന്ന വഴി അയാൾ ഒരു പൂജാരിയെ കാണുന്നു. പൂജാരിയോട് അയാൾ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുമ്പോൾ പൂജാരി അയാൾ പറഞ്ഞ സ്ഥലത്ത് പോയി മന്ത്രം പറയുകയാണ്. അപ്പോൾ അവിടെ ബ്രഹ്മരക്ഷസ് വരുന്നു. ബ്രഹ്മരക്ഷസ് പൂജാരിയെ കയ്യിലെടുത്ത് ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ പൂജാരി ബ്രഹ്മരക്ഷസിനോട് നിന്റെ ആത്മാവിന് ഒരിക്കലും മുക്തി കിട്ടില്ല എന്നും മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യവും ഒരിക്കലും നടക്കില്ല എന്നും ഇതൊരു ബ്രാഹ്മണന്റെ ശാപമാണെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ബ്രഹ്മരക്ഷസ് അവിടെ നിന്നും പോകുന്നു. ആ സമയം അവിടെ പൂജാരിയുടെ മകൻ വരുന്നു. പൂജാരി ആ മരത്തിന് ചുറ്റും ഭസ്മയിട്ടിട്ട് മകനോട് ഈ മാന്ത്രിക രേഖ ഉള്ളത് കൊണ്ട് ബ്രഹ്മരാക്ഷസിന് പുറത്തു വരാൻ കഴിയില്ല എന്നും അതുകൊണ്ട് ആരും ഈ രേഖ മുറിക്കാതെ നോക്കേണ്ടത് നിന്റെ കടമയാണെന്നും മന്ത്രവാദിയായ ജ്വാലയാണ് ബ്രഹ്മരാക്ഷസനായി മാറിയത് എന്നും പറഞ്ഞ് പൂജാരി മരിക്കുകയാണ്. അടുത്ത സീനിൽ 16 വർഷത്തിന് ശേഷമാണ് കാണിക്കുന്നത്. ലണ്ടനിലെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ക്യാപ്റ്റൻ അങ്കിത്തിനെ കുറിച്ച് കമന്ററി പറയുകയാണ്. അവസാനം അങ്കിത്തിന്റെ ടീം ജയിക്കുന്നു. അങ്കിത്ത് ട്രോഫി വാങ്ങിക്കുകയാണ്. അടുത്ത സീനിൽ ശക്തിയുടെ ഓഫീസിൽ മീറ്റിൽ നടക്കുകയാണ്. എല്ലാവരും അങ്കിത്ത് വരുന്നതും കാത്തിരിക്കുകയാണ്. അപ്പോൾ വിൻഡോയിലൂടെ ഫുട്ബോൾ കളിച്ച ഡ്രസ്സിൽ അങ്കിത്ത് അവിടെ വരുന്നത് കണ്ട് എല്ലാവരും അന്തം വിട്ട് ഇരിക്കുകയാണ്. അവരോട് പെട്ടെന്ന് വന്നതുകൊണ്ട് പാന്റ് ഇടാൻ മറന്നുപോയി എന്ന് പറയുകയാണ് അങ്കിത്ത്. ശേഷം അങ്കിത്ത് സോഡ ബ്രാൻഡിന്റെ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അങ്കിത്തിന്റെ പ്രസന്റേഷൻ ഇഷ്ടപ്പെടുന്നു. ഡീൽ ഓക്കെ ആവുകയാണ്. എല്ലാവരും അവിടെ നിന്ന് പോകുന്നത് കാണുന്ന ശക്തി അങ്കിത്തിന്റെ വേഷത്തിനെ കുറിച്ച് പറഞ്ഞ് വഴക്ക് പറയുകയാണ്. അടുത്ത സീനിൽ അങ്കിത്തും അനിയൻ റോബിനും ശക്തിയും അവർ താമസിക്കുന്ന സ്ഥലത്ത് പോവുകയാണ്. അവിടെ ചുറ്റുമുള്ള വീടുകളിലെ പെൺകുട്ടികൾ വിൻഡോയിലൂടെ അവരെ നോക്കി നിൽക്കുന്നത് കാണുന്ന അവർ രണ്ടുപേരും ആ പെൺകുട്ടികളെ നോക്കി സൈറ്റ് അടിക്കുകയാണ്. ഇതെല്ലാം കാണുന്ന ആ വീട്ടിലുള്ള മുതിർന്നവർ വിൻഡോ അടയ്ക്കുകയാണ്. ഇതെല്ലാം കാണുന്ന ശക്തി മക്കളെ വഴക്ക് പറയുകയാണ്. അടുത്ത സീനിൽ ദാമിനി ഫ്രണ്ട്സുമായി പാർട്ടി നടത്തുന്ന സ്ഥലത്ത് ശക്തിയും മക്കളും വരുന്നു. അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികൾ എല്ലാവരും അങ്കിത്തിന്റെയും റോബിന്റെയും പുറകെ നടക്കുന്നത് കാണുന്ന ശക്തി അതിനെക്കുറിച്ച് ദാമിനിയോട് പറയുകയാണ്. അത് കേൾക്കുന്ന ദാമിനി നമ്മുടെ മക്കൾക്ക് വിവാഹാലോചനകൾ വരുന്നുണ്ടെന്ന് പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന ശക്തി കാളിന്തിയുമായി പറഞ്ഞു വെച്ചിരുന്ന വിവാഹ കാര്യത്തെ കുറിച്ച് പറയുകയാണ്. അതൊന്നും ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് ദാമിനി. അപ്പോൾ അവിടെ വരുന്ന അങ്കിത്തിനോട് റോബിനോട് വിവാഹം ഇന്ത്യയിൽ വെച്ച് നടത്തിയാൽ മതി എന്നും കാളിന്തിയുടെ കാര്യവും പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന അങ്കിത്ത് അറേഞ്ച് മാരേജിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നത് കാണുന്ന ശക്തി ദേഷ്യത്തോടെ എന്റെ ബിസിനസ് ഏറ്റെടുക്കണമെങ്കിൽ ഇന്ത്യയിൽ പോയി വിവാഹം കഴിച്ചേ പറ്റൂ എന്നും പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടാൽ മാത്രം വിവാഹത്തിന് സമ്മതിച്ചാൽ മതി എന്നും നിങ്ങളുടെ അമ്മ കാരണം വർഷങ്ങളായി ഞാൻ എന്റെ നാട് കണ്ടിട്ടില്ല എന്നും വളരെ വിഷമത്തോടെ ശക്തി പറയുന്നത് കേൾക്കുന്ന അങ്കിത്ത് ഇന്ത്യയിലേക്ക് പോകാമെന്ന് സമ്മതിക്കുകയാണ്. അത് കേട്ട് സന്തോഷം തോന്നുന്ന ശക്തി ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്ന് പൃഥ്വിനോട് വിളിച്ചു പറയാൻ വേണ്ടി അവിടെ നിന്നും പോകുന്നത് കാണുന്ന ദാമിനി അങ്കിത്തിനോട് വിവാഹം കഴിക്കാൻ നിന്നെ നിർബന്ധിക്കില്ല എന്നും ആ പെൺകുട്ടിയെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ മതി എന്നും പറയുകയാണ്. അടുത്ത സീനിയർ സ്റ്റാഴ്സിനെ നോക്കിയിരിക്കുന്ന അങ്കിത്തിനെ കളിയാക്കുന്ന റോബിനോട് സ്റ്റാഴ്സിനെ എപ്പോൾ നോക്കിയാലും കുട്ടിക്കാലത്ത് എന്തോ ചില വ്യക്തമല്ലാത്ത ഓർമ്മകൾ വരുമെന്ന് പറയുകയാണ് അങ്കിത്ത്. മറുവശത്ത് ഈ സമയത്ത് കാളിന്തിയും അനിയത്തിയായ ബിന്ദിയും സ്റ്റാഴ്സിനെ നോക്കി നിൽക്കുകയാണ്. കാളിന്തി ബിന്ദിയോട് ഈ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും തിളക്കമുണ്ടാകുമെന്ന് പറയുകയാണ് കാളിന്തി. എന്നിട്ട് അവർ രണ്ടുപേരും സന്തോഷത്തോടെ സ്റ്റാഴ്സിനെ നോക്കി നിൽക്കുകയാണ്. അംബാലയിലെ കാളിദേവി ക്ഷേത്രത്തിൽ നിന്നും രണ്ടുപേർ കല്യാണം കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ അവരുടെ പുറകെ വരുന്ന പൂജാരി ഇത്രയും നേരമായിട്ട് നിങ്ങൾ പോകാത്തത് എന്താണ്? നിങ്ങൾ ഒരു രോഹിണി നക്ഷത്രക്കാരനാണ്, ഇവിടെ നിന്ന് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് പൂജാരി അവിടെ നിന്ന് പോകുമ്പോൾ അവരും പേടിച്ച് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് കാട്ടിന്റെ അകത്തുകൂടി പേടിച്ച് നടക്കുകയാണ് അവർ. ചില മൃഗത്തിന്റെ സൗണ്ടുകളും സ്ത്രീകളുടെ കരച്ചിലിന്റെ സൗണ്ടുകളും അവർ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ ബ്രഹ്മരാക്ഷസൻ വരുന്നത് കണ്ട് അവർ പേടിച്ച് നിൽക്കുകയാണ്. ശേഷം കല്യാണ പെണ്ണിനെ രാക്ഷസൻ കൊല്ലുന്നു. അത് കാണുന്ന അവരുടെ ഭർത്താവ് പേടിച്ച് ഓടുമ്പോൾ അയാളുടെ പുറകെ ഗഹന പോകുന്നു. തുടർന്ന് അയാൾ ഗഹനെ കാണുന്നു. എന്നിട്ട് അയാളെ ഗഹന അടിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ കണ്ട പൂജാരിയുടെ മകൻ മദനെയാണ്. മദൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വരുന്ന ഒരാൾ മദനോട് ഇപ്രാവശ്യം കല്യാണ ചെറുക്കനെയും കാണാനില്ല, അയാളുടെ ബോഡിയും കിട്ടിയില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മദൻ ഞെട്ടി എഴുന്നേറ്റ് അവിടെ നിന്ന് പോവുകയാണ്. ശേഷം കാണിക്കുന്നത് കാട്ടിനകത്താണ്. അവിടെ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡിക്ക് മുന്നിൽ ഇരിക്കുന്ന മദൻ ഇൻസ്പെക്ടറോട് ഇത് മനുഷ്യൻ ചെയ്തതല്ല, ക്രൂരനായ ഒരു മൃഗം ചെയ്തതാണെന്ന് മദൻ പറയുന്നത് കേൾക്കാതെ ഇൻസ്പെക്ടർ അവിടെ നിന്ന് പോകുമ്പോൾ മദൻ പണ്ട് അച്ഛൻ വരച്ച രേഖ മാഞ്ഞു കിടക്കുന്നത് കാണുകയാണ്. അപ്പോൾ മദൻ ഇൻസ്പെക്ടറോട് മരിച്ച പെൺകുട്ടിയുടെ ഹസ്ബൻഡിന്റെ ഫോട്ടോ കാണാൻ ചോദിക്കുമ്പോൾ ഇൻസ്പെക്ടർ ഫോട്ടോ മദന് കാണിച്ചു കൊടുക്കുകയാണ്. തുടർന്ന് മദൻ ആ ഫോട്ടോയിൽ ഭസ്മമിട്ട് മന്ത്രം പറയുന്നു. എന്നിട്ട് ഈ മനുഷ്യ രോഹിണി നക്ഷത്രക്കാരനാണ്, ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല, എത്ര പേർ മരിക്കുമെന്ന് അറിയില്ല എന്ന് പറയുന്നത് കേൾക്കുന്ന ഇൻസ്പെക്ടർ ഫോട്ടോ മദന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോവുകയാണ്. ഈ സമയം പൃഥ്വി കുറച്ച് പേപ്പർ സൈൻ ചെയ്യാൻ കാളിന്തിയുടെ അടുത്ത് കൊണ്ടുപോകുന്നു. കാളിന്തി അതെല്ലാം നോക്കാതെ സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം ഇന്ന് ഗസ്റ്റ് ഉണ്ട്, ജിലേബി വാങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ് കാളിന്തി അവിടെ നിന്നും പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അങ്കിത്തും ഫാമിലിയും ഗ്രാമത്തിൽ വരുന്നതാണ്. തുടർന്ന് അവർ മാർക്കറ്റിലേക്കും പോകുന്നു. എന്നിട്ട് ചുറ്റി കാണണമെന്ന് പറഞ്ഞ് അങ്കിത്തും റോബിനും അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം ശാലിനിയുടെ 3 മക്കളെ കാണിക്കുന്നു. ഗസ്റ്റ് വരുന്നത് കൊണ്ട് നന്നായി റെഡിയാകാൻ ശാലിനി മക്കളോട് പറയുകയാണ്. അടുത്ത സീനിൽ ലൈവ് സെൽഫി എടുത്ത് റോബിനും അങ്കിത്തും വരുമ്പോൾ അവിടേക്ക് വരുന്ന കാളിന്തിയുടെ സ്കൂട്ടി അങ്കിത്തിനെ ഇടിക്കുകയാണ്. അപ്പോൾ തറയിൽ വീഴുന്ന അങ്കിത്ത് ഹെൽമെറ്റ് മാറ്റുന്ന കാളിന്തിയെ കാണുന്നു. ടെൻഷൻ അടിച്ച കാളിന്തി അങ്കിത്തിന്റെ അടുത്ത് പോയി എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ച് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ റോബിൻ അങ്കിത്തിനെ ഫോണിൽ ലൈവ് ഷൂട്ട് ചെയ്യുന്ന കാര്യം കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുന്ന അങ്കിത്ത് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, കാല് വേദനയുള്ളതായി അഭിനയിക്കുകയാണ്. അത് കേട്ട് വിഷമിച്ച് നിൽക്കുന്ന കാളിന്തിയെ അങ്കിത്ത് നോക്കുകയാണ്.
തുടർന്ന് റോബിൻ ലൈവ് കട്ടായി എന്ന് പറയുന്ന സമയം അങ്കിത്ത് അവിടെ നിന്നും ചാടി എഴുന്നേറ്റ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് കാളിന്തിയോട് പറയുകയാണ്. അപ്പോൾ റോബിൻ ഫോണിൽ നോക്കി ഇന്ത്യൻ പെൺകുട്ടിയെ ലണ്ടൻ പയ്യൻ പറ്റിച്ചു, എന്ത് ലൈക്കാണ് കിട്ടിയത് എന്ന് നോക്കൂ ബ്രോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യം വന്ന് നിൽക്കുകയാണ് കാളിന്തി. ഈ സമയം ശക്തിയും ദാമിനിയും പൃഥ്വിയുടെ വീട്ടിൽ വരികയാണ്. മക്കൾ എവിടെയെന്ന് ശാലിനി ചോദിക്കുമ്പോൾ അവർ നാട് ചുറ്റി കാണാൻ പോയി എന്ന് ദാമിനി പറയുകയാണ്. അപ്പോൾ ശാലിനിയുടെ മക്കളായ പരീതിയോട് സാക്ഷിയോടും ശക്തിയുടെ കാല് തൊട്ട് തൊഴുത് ആശീർവാദം വാങ്ങാൻ ശാലിനി പറയുന്ന സമയം അവരെ കാണുന്ന ശക്തി ഇതിൽ ആരാണ് രാഘവന്റെ മകൾ കാളിന്തി എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് പൃഥ്വിയും ശാലിനിയും ഞെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് ഇത് എന്റെ മക്കളായ പരീതിയും സാക്ഷിയുമാണ്, എനിക്ക് 3 മക്കളാണ് എന്ന് പറയുകയാണ് ശാലിനി. വീണ്ടും കാളിന്തി എവിടെയെന്ന് ശക്തി അവരോട് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അവർ ഒന്നും പറയാതെ നിൽക്കുന്നത് കാണുന്ന ശക്തി ടെൻഷനോടെ കാളിന്തിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ചെറിയ പ്രശ്നമുണ്ട് എന്ന് വിഷമം അഭിനയിക്കുന്ന പൃഥ്വി ശക്തിയോട് പറയുകയാണ്. അച്ഛന്റെയും അമ്മയുടെയും മരണത്തിന് ശേഷം കാളിന്തി ഒത്തിരി വിഷമത്തിലായിരുന്നു. കുറച്ചു വർഷത്തിന് ശേഷം ജോണ്ടിസും കോളറയും കാളിന്തിയെ ബാധിച്ചു. ഞങ്ങൾ ഒത്തിരി ചികിത്സിച്ചു, പക്ഷേ 10 വർഷം മുമ്പ് അവൾ മരിച്ചു എന്നും കാളിന്തിയുടെ അനിയത്തി ബിന്ദിയുടെ കല്യാണം കഴിഞ്ഞു. ഞങ്ങൾ ദൂരെ ഒരു സ്ഥലത്താണ് കല്യാണം കഴിപ്പിച്ച് വിട്ടത് എന്ന് ശാലിനി പറയുന്ന സമയം ഒത്തിരി വിഷമത്തോടെ ശക്തി ഞങ്ങൾ ഈ നാട്ടിൽ വന്നത് തന്നെ രാഘവന്റെ മക്കളെ കൊണ്ട് എന്റെ മക്കളുടെ വിവാഹം നടത്താനാണ് എന്ന് പറയുകയാണ് ശക്തി. ഇത് കേട്ട് ശാലിനി എന്റെ മക്കളുണ്ടല്ലോ അവരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമെന്ന് പറയുകയാണ് ശാലിനി. അത് കേൾക്കുന്ന ശക്തി രാഘവനെ പോലെയാണ് എനിക്ക് പൃഥ്വിയും, ആദ്യം എന്റെ മക്കൾ നിന്റെ മക്കളെ കാണട്ടെ എന്നിട്ട് നമുക്ക് ഇതിനെപ്പറ്റി ആലോചിക്കാമെന്ന് പറയുകയാണ് ശക്തി. അടുത്ത സീനിൽ ഗ്രാമത്തിന്റെ ഒരു സ്ഥലത്ത് അങ്കിത്തും റോബിനും സെൽഫി വീഡിയോ എടുത്ത് ജീപ്പിൽ ഇരിക്കുമ്പോൾ അവിടേക്ക് വരുന്ന കാളിന്തി അവരുടെ ജീപ്പിന്റെ ഓരോ ടയറായി പഞ്ചറാക്കുകയാണ്. എന്താ നിങ്ങൾ ചെയ്യുന്നത് എന്ന് അവർ ചോദിക്കുമ്പോൾ എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ ക്ഷമിക്കും, പക്ഷേ നിങ്ങൾ ഇന്ത്യയിലെ മൊത്തം പെൺകുട്ടികളെയാണ് കളിയാക്കി പറഞ്ഞത്, അത് ഞാൻ ക്ഷമിക്കില്ല, അതിനാണ് ഈ ശിക്ഷ എന്ന് പറയുകയാണ് കാളിന്തി. എന്നിട്ട് റോബിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയാണ്. അത് കാണുന്ന അങ്കിത്ത് ഞങ്ങൾ എങ്ങനെ വീട്ടിൽ പോകുമെന്ന് ചോദിക്കുമ്പോൾ നടന്നു പോയാൽ മതി, അപ്പോൾ ഗ്രാമത്തിലെ എല്ലാ സുന്ദരമായ സ്ഥലങ്ങളും കാണാൻ കഴിയും, സെൽഫിയും വീഡിയോ എടുക്കാനും പറ്റും എന്ന് പറഞ്ഞ് കാളിന്തി സ്ലോ മോഷനിൽ അവിടെ നിന്ന് നടന്നു പോവുകയാണ്. അത് കണ്ട അതിശയത്തോടെ അങ്കിത്ത് നിൽക്കുമ്പോൾ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് റോബിൻ. ശേഷം വീട്ടിൽ വരുന്ന റോബിന് അങ്കിത്ത് നടന്ന എല്ലാ സംഭവങ്ങളും വീട്ടിലുള്ളവരോട് പറയുകയാണ്. ഈ സമയം കാളിന്തി ബിന്ദിയോട് നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ആന്റി അങ്കിളും എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, അവരുടെ ഗസ്റ്റിനല്ലേ ഞാൻ ബുദ്ധിമുട്ടിച്ചത് എന്നൊക്കെ കാളിന്തി പറയുന്നത് പുറത്തു നിൽക്കുന്ന പരീതി കേൾക്കുകയാണ്. ശേഷം ശാലിനി പരീതിയെയും സാക്ഷിയെയും അങ്കിത്തിന് റോബിനും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതെല്ലാം കാളിന്തിയും ബിന്ദിയും അറിഞ്ഞു നിന്ന് കാണുന്നു. ഈ സമയം കാടാണ് കാണിക്കുന്നത്. ഇന്ന് പൗർണമി രാത്രിയാണ്. ഈ മനുഷ്യന്റെ ശരീരത്തിൽ കയറി ഈ ശാപം പിടിച്ച കാട്ടിൽ നിന്ന് പുറത്തു പോകാമെന്ന് ബ്രഹ്മരാക്ഷസനോട് ഗഹന പറയുമ്പോൾ ചുവന്ന തുണിയിൽ ചുറ്റി ആ മനുഷ്യനെ രാക്ഷസൻ ചവിട്ടി കൊല്ലുകയാണ്. എന്നിട്ട് അയാളുടെ ഹൃദയം എടുത്ത് കഴിക്കുന്നു. ഈ സമയം മറുവശത്ത് ശക്തിയോട് ഞാൻ കള്ളം പറഞ്ഞു, അവർ രണ്ടുപേരും ഈ വീട്ടിൽ തന്നെ ഉണ്ട്, ഇനി എന്ത് ചെയ്യുമെന്ന് പൃഥ്വി ശാലിനിയോട് പറയുമ്പോൾ അവിടേക്ക് പരീതി വരികയാണ്. ശേഷം കിച്ചണിൽ വരുന്ന ശാലിനി കാളിന്തിയോട് മാർക്കറ്റിൽ എന്താ നടന്നതെന്ന് ചോദിക്കുമ്പോൾ സോറി ആന്റി, ഒരു തെറ്റ് പറ്റിയതാണ്, എന്ത് ശിക്ഷ തന്നാലും എനിക്ക് സമ്മതമാണെന്ന് കാളിന്തി പറയുമ്പോൾ കുറച്ചു നേരം ആലോചിച്ച് നിൽക്കുന്ന ശാലിനി ഇന്നു മുതൽ നിന്റെ പേര് ഉമ, നിന്റെ അനിയത്തി ആ വാലിന്റെ പേര് രമ എന്ന് പറഞ്ഞിട്ട് ശാലിനി അവിടെ നിന്ന് പോകുന്നു. ഈ സമയം മറുവശത്ത് ഒരു ഹോട്ടലാണ് കാണിക്കുന്നത്. അവിടേക്ക് കോടീശ്വരനായ ഭരതാൻ ചൗധരി വരുന്നു. റിസപ്ഷനിൽ പോയി ഈ ഹോട്ടലിന്റെ ഏറ്റവും മുകളിലത്തെ നില മുഴുവൻ എനിക്ക് വേണമെന്ന് അയാൾ പറയുകയാണ്. അതിനുശേഷമാണ് അയാളുടെ മുഖം കാണിക്കുന്നത്. അപ്പോൾ അയാളുടെ കണ്ണിന്റെ നിറം മാറുകയാണ്. അടുത്ത സീനിൽ അക്ഷയ് പൃഥ്വിനോടും വിക്രമിനോടും നമ്മുടെ നാട്ടിൽ ഒരു കോടീശ്വരൻ വന്നിട്ടുണ്ടെന്നും അയാൾ ഹോട്ടലിന്റെ ടോപ്പ് ഫ്ലോർ മുഴുവൻ സ്വന്തം പേരിലാക്കി എന്നും പറയുകയാണ്. അത് കേൾക്കുന്ന പൃഥ്വിയും അങ്ങനെ ഒരു കോടീശ്വരനെ ഈ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിചയപ്പെടണം, നമ്മുടെ വീട്ടിലെ ഫംഗ്ഷനിലേക്ക് ഭരതാൻ ചൗധരിയെ വിളിക്കണമെന്ന് പറയുകയാണ്. ഇതേ സമയം അന്ന് മാർക്കറ്റിൽ കണ്ട പെൺകുട്ടി ഈ വീട്ടിൽ തന്നെ ഉണ്ട്. ശാലിനി ആന്റിയുടെ 3ാമത്തെ മകൾ ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് അങ്കിത്തും റോബിനും കൂടി പ്ലാൻ ചെയ്യുകയാണ്. വീട്ടിലെ എല്ലാവരും അക്ഷയുടെ മകൻ ഇഷാന്റെ എൻഗേജ്മെന്റ് ഫംഗ്ഷന് പോകുന്നത് കണ്ട് കാളിന്തിയോട് ബിന്ദി നമുക്ക് പാർട്ടിക്ക് പോകാൻ കഴിയില്ലല്ലോ എന്ന് വിഷമം പറയുകയാണ്. അടുത്ത സീനിൽ ഭരതാൻ ചൗധരിയോട് ഫംഗ്ഷന് പോകുമ്പോൾ സൂക്ഷിക്കണം, രോഹിണി നക്ഷത്രത്തിലെ ആ പെൺകുട്ടി അടുത്ത് വരുമ്പോൾ നിനക്ക് മനസ്സിലാകും, അവളെ കൊല്ലരുത്, നിന്റെ ഉള്ളിലെ മൃഗം പുറത്തു വരാതെ നീ നോക്കണം എന്നൊക്കെ പറയുകയാണ് ഗഹന. 16 വർഷത്തിൽ ഓരോ ദിവസവും ഞാൻ ആ കാട്ടിൽ അനുഭവിച്ചതിന് അവരോട് ഞാൻ കണക്ക് ചോദിക്കുമെന്ന് പറയുകയാണ് ഭരതാൻ. ഇതേ സമയം കാളിന്തി ബിന്ദിയെ കാണാത്തത് കൊണ്ട് അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു ലെറ്റർ കിട്ടുന്നു. അതിൽ പാർട്ടിയിൽ പോകുന്നു എന്ന് ബിന്ദി എഴുതിയിരിക്കുന്ന ലെറ്റർ വായിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കാളിന്തി. ശേഷം ഫംഗ്ഷനാണ് കാണിക്കുന്നത്. അവിടെ പരീതിയുടെ ബോയ് ഫ്രണ്ട് വരുമ്പോൾ പരീതി ഓരോന്നും പറഞ്ഞ് സിദ്ധിനെ ഒഴിവാക്കുകയാണ്. പിന്നീട് എൻഗേജ്മെന്റ് ഫംഗ്ഷനിൽ മോതിരം മാറുന്നതാണ് കാണിക്കുന്നത്. അവിടെ വെച്ച് അങ്കിത്ത് കാളിന്തിയെ കാണുന്നു. ഈ സമയം കാളിന്തി ബിന്ദി പോകുന്നത് കാണുന്നു. അങ്കിത്തിനോട് സോറി പറഞ്ഞ് കാളിന്തി അവിടെ നിന്നും പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ശാലിനിയും ദാമിനിയും സംസാരിക്കുന്നതാണ്. ദാമിനിയോട് ശാലിനി എന്റെ മൂത്ത മകൾ പരീതി നല്ല കുട്ടിയാണ്, അവൾക്ക് അങ്കിത്തിനെ ഇഷ്ടമാണ് എന്ന് പറയുന്നത് കേട്ട് ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് ദാമിനി. അത് കേട്ട് വരുന്ന അങ്കിത്ത് അവരുടെ അടുത്ത് വന്ന് ആ ശരിയാണ്, എനിക്കും ആന്റിയുടെ മൂത്ത മകളെ ഇഷ്ടമായി എന്ന് പറയുകയാണ്. ഇതേ സമയം അക്ഷയ് വരദാൻ ചൗധരിയുമായി വരുന്നു. പാർട്ടിയിൽ വരുന്ന വരദാൻ അവിടെയുള്ള എല്ലാ പെൺകുട്ടികളെയും നോക്കുകയാണ്. അടുത്ത സീനിൽ ഒളിച്ചിരുന്ന് പാസ്ത കഴിക്കുന്ന ബിന്ദിയെ കാളിന്തി കാണുന്നു. കാളിന്തിയെ കാണുന്ന ബിന്ദി നല്ല പാസ്തയാണ് ചേച്ചി, ഞാൻ അത് കഴിച്ചോട്ടെ എന്ന് ബിന്ദി പറയുമ്പോൾ നിന്നെ ആരെങ്കിലും ഇവിടെ കണ്ടു എന്ന് ചോദിക്കുകയാണ്
ചോദിക്കുകയാണ് കാളിന്തി. ഇല്ല എന്ന് ബിന്ദി പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ്. ശേഷം കാളിന്തി വരദാന്റെ അടുത്തുകൂടി പോകുന്നു. കാളിന്തിയുടെ കൈ വരദാന്റെ കയ്യിൽ തൊടുമ്പോൾ വരദാന്റെ മുഖം മാറുന്നു. തുടർന്ന് വരദാൻ കാളിന്തിയുടെ പുറകെ പോവുകയാണ്. ഈ സമയം അങ്കിത്ത് കാളിന്തിയെ കാണുന്നു. എന്തിനാണ് ഹൈഡ് ആൻഡ് സീക്ക് എന്നോട് കളിക്കുന്നത്? ഞാൻ നിന്റെ അമ്മയോട് നമ്മുടെ കല്യാണ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് അങ്കിത്ത്. ആ കാര്യം കേൾക്കുന്ന കാളിന്തി ടെൻഷനോടെ എന്റെ അമ്മയോട് എന്ന് അങ്കിത്തിനോട് ചോദിച്ചിട്ട് സോറി എനിക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞ് കാളിന്തി അവിടെ നിന്ന് പോകുന്നു. കാളിന്തിയുടെ പുറകെ പോകുന്ന അങ്കിത്ത് കാളിന്തിയോട് പോകുന്നെങ്കിൽ പോയിക്കോ, പക്ഷേ ഫോൺ നമ്പർ തന്നിട്ട് പോ എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ബിന്ദി ഫോൺ നമ്പർ അങ്കിത്തിന് പറഞ്ഞു കൊടുത്തിട്ട് ബിന്ദി കാളിന്തി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഇതേ സമയം കാളിന്തിയെ അന്വേഷിച്ച് നടക്കുന്ന വരദാന്റെ കൈ അടുത്തുകൂടി പോകുന്ന ഒരു പെൺകുട്ടിയുടെ കയ്യിൽ തൊടുമ്പോൾ ആ പെൺകുട്ടിക്ക് കയ്യിൽ എന്തോ അനുഭവപ്പെട്ടതായി തോന്നുകയാണ്. ഫ്രണ്ട് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോവുകയാണ്. പുറത്തു വരുന്ന കാളിന്തി ബിന്ദിയോട് നീ എന്തിനാണ് അങ്കിത്തിന് പരീതിയുടെ നമ്പർ കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ പരീതിയെ ഫോൺ വിളിച്ച് ശല്യം ചെയ്യട്ടെ എന്ന് പറയുകയാണ് ബിന്ദി. ശേഷം പിന്നീട് കാണിക്കുന്നത് നേരത്തെ കാണിച്ച ആ റെഡ് കളർ സാരി ഉടുത്ത ആ പെൺകുട്ടിയെ കുറെ തലയോട്ടികളുടെ ഇടയിലേക്ക് എറിയുകയാണ് വരദാൻ. നീ എന്റെ ലക്ഷ്യമല്ല, പക്ഷേ എന്റെ ലക്ഷ്യത്തിലേക്കുള്ള വഴി ചിലപ്പോൾ നീ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് വരദാൻ ബ്രഹ്മരാക്ഷസനായി മാറുകയാണ്. അടുത്ത സീനിൽ JCB കൊണ്ട് വേസ്റ്റ് എടുക്കാൻ വരുന്ന ആൾ അവിടെ ഒരു പെൺകുട്ടിയുടെ ശവശരീരം കണ്ട് പേടിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് അവിടെ പോലീസ് വരുന്നു. ഇത് ഒരു മൃഗം ചെയ്തതാണ് എന്ന് ഇൻസ്പെക്ടറോട് മദൻ പറയുമ്പോൾ ഇതൊരു മൃഗവും ചെയ്തതല്ല, പെൺകുട്ടിയുടെ കഴുത്ത് നന്നായി മുറിഞ്ഞിട്ടുണ്ട്, ഏതോ ഒരു കള്ളൻ കഴുത്തിൽ നിന്ന് മാല പൊട്ടിക്കാൻ നോക്കിയപ്പോൾ കഴുത്ത് മുറിഞ്ഞു മരിച്ചതാണെന്ന് പറയുകയാണ് ഇൻസ്പെക്ടർ. അപ്പോൾ ഇൻസ്പെക്ടർക്ക് വരദാന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് മദൻ പറയുന്നു ഇയാളുടെ ബോഡി നിങ്ങൾക്ക് കിട്ടിയോ? കാരണം ഇയാൾ മരിച്ചിട്ടില്ല, ഇയാളുടെ ശരീരത്തിലാണ് ബ്രഹ്മരാക്ഷസൻ ഇപ്പോൾ ഉള്ളത് എന്ന് മദൻ ഇൻസ്പെക്ടറോട് പറയുന്ന സമയം ആ മരിച്ചുപോയ പെൺകുട്ടി ഇട്ടിരുന്ന മാല വരദാൻ ഗഹനയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. മനോഹരമായ മാല, അവളുടെ ഹൃദയവും മനോഹരമാണോ എന്ന് ചോദിക്കുകയാണ് ഗഹന. അത് കേൾക്കുന്ന വരദാൻ ചിരിച്ചുകൊണ്ട് കൊള്ളാം എന്ന് പറയുന്നു. ശേഷം വരദാൻ ബ്രഹ്മരാക്ഷസനായി മാറുന്നു. ബ്രഹ്മരാക്ഷസൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് റൂം എടുക്കാൻ വേണ്ടി ഒരു കപ്പിൾ വരികയാണ്. അവർ രണ്ടുപേരും വിവാഹ വേഷത്തിലാണ് വരുന്നത്. അവരെ കാണുന്ന വരദാൻ ബ്രഹ്മരാക്ഷസനായി മാറുന്നു. ശേഷം അവർ റൂമിൽ ഇരിക്കുമ്പോൾ ചുവര് പൊളിച്ച് രാക്ഷസന്റെ കൈ വന്ന് ആ പെൺകുട്ടിയെ എടുത്തുകൊണ്ട് പോവുകയാണ്. അത് കണ്ട് പേടിക്കുന്ന അവളുടെ ഭർത്താവ് പ്രിയ പ്രിയ എന്ന് അലറി വിളിക്കുകയാണ്. ബ്രഹ്മരാക്ഷസൻ ആ പെൺകുട്ടിയെ കൊന്ന് അവളുടെ ഹൃദയം കഴിക്കുന്നത് കാണുന്ന അവളുടെ ഭർത്താവ് ബോധം കെട്ട് വീഴുന്നു. ഈ സമയം അവിടെ വരുന്ന ഗഹന പെൺകുട്ടി മരിച്ചു കിടക്കുന്നത് കണ്ട് പേടിക്കുന്ന ഗഹന രാക്ഷസനോട് ഈ ഹോട്ടലിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞ ശേഷം പൃഥ്വിന്റെ ഓഫീസിലേക്ക് പോകാനുള്ളതാണ്, പെട്ടെന്ന് പോയി റെഡിയാക്കാൻ വരദാനോട് പറയുകയാണ് ഗഹന. അത് കേൾക്കുന്ന വരദാൻ അവിടെ നിന്ന് പോകുന്നു. ശേഷം വരദാൻ പൃഥ്വിന്റെ ഓഫീസിൽ വരികയാണ്. എനിക്ക് നിങ്ങളെ എല്ലാവരെയും ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരോട് പോക്കറ്റ് ചെക്ക് ചെയ്യാൻ പറയുകയാണ്. അത് കേൾക്കുന്ന അവർ 3 പേരും പോക്കറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ലക്ഷറി കാറിന്റെ കീ അവർക്ക് കിട്ടുകയാണ്. താക്കോൽ കാണുന്ന പൃഥ്വി ഇത്രയും വലിയൊരു ഗിഫ്റ്റ് നിങ്ങൾ ഞങ്ങൾക്ക് തരണമെങ്കിൽ പകരത്തിന് നിങ്ങൾ എന്തോ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന വരദാൻ ചൗധരി ആ ശരിയാണ്, നിങ്ങളുടെ കാളിദേവി ക്ഷേത്രം, അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതിന്റെ 5 ഇരട്ടി ഞാൻ തരും എന്ന് പറയുമ്പോൾ അത് കേട്ട് സന്തോഷം തോന്നുന്ന പൃഥ്വി ഡീൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വരദാനോട് എന്റെ മകളുടെ വിവാഹം ഉറപ്പിക്കലാണ് ഇന്ന്, ചൗധരിയും വരണമെന്ന് പറയുകയാണ്. അടുത്ത സീനിൽ വീട്ടിൽ വരുന്ന പൃഥ്വിനോട് ശക്തി അങ്കിത്തിന്റെ വാക്ക് വിശ്വസിക്കരുത്, അവൻ വാക്ക് മാറ്റി പറയുമെന്ന് പറയുന്ന സമയം അവിടെ അങ്കിത്ത് റോബിന് വരുന്നു. അങ്കിത്ത് അവരോട് ഞാൻ മാറ്റി പറയില്ല എന്നും എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമാണെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ശക്തി പൃഥ്വിന് വാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവിടേക്ക് പരിധിയെയും സാക്ഷിയെയും കൊണ്ട് ശാലിനി വരുന്നു. കല്യാണ പെണ്ണ് വന്നല്ലോ എന്ന് പൃഥ്വി പറയുന്നത് കേൾക്കുന്ന അങ്കിത്ത് ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അങ്കിത്ത് ചുമയ്ക്കുന്നു. എന്റെ തൊണ്ടയിൽ എന്തോ കുടുങ്ങി എന്ന് പറഞ്ഞ് അങ്കിത്ത് റോബിന് അവിടെ നിന്ന് പോകുമ്പോൾ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ശക്തിയെ നോക്കുന്ന പൃഥ്വി ഇത് വേറെ ഒന്നും കൊണ്ടല്ല, നാണത്തിന്റെ ഒരു പുതിയ സ്റ്റൈലാണ് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയാണ്. അത് കാണുന്ന ശാലിനിയും ദാമിനിയും കെട്ടിപ്പിടിക്കുന്നു. അടുത്ത സീനിൽ ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു പോകുന്ന പ്രിയയുടെ ഭർത്താവിനെ ബ്രഹ്മരാക്ഷസൻ ഉപദ്രവിച്ചു കൊല്ലുകയാണ്. സമയം കിച്ചണിൽ നിന്ന് ഫോണിൽ സംസാരിക്കുന്ന കാളിന്തിയുടെ അടുത്ത് അങ്കിത്ത് വരുന്നു. അങ്കിത്ത് കാളിന്തിയോട് ഒളിച്ചു കളിക്കുന്നത് എന്തിനാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ചാറ്റ് ചെയ്തതും കല്യാണം ഉറപ്പിച്ചതും പരീതിയെയാണ്, എന്നോട് സംസാരിക്കരുത് എന്ന് പറയുന്ന സമയം അവിടേക്ക് ബിന്ദിയും ശാലിനിയും വരുന്നു. ശാലിനിയെ കാണുമ്പോൾ ഈ പെൺകുട്ടി ആന്റിയുടെ മകളല്ലേ എന്ന് ചോദിക്കുകയാണ് അങ്കിത്ത്. അപ്പോൾ അത് കേൾക്കുന്ന ശാലിനി ടെൻഷനോടെ അല്ല, ഇത് ഇവിടത്തെ വേലക്കാരി ഉമ, ഇത് ഉമയുടെ അനിയത്തി രമ എന്ന് പറഞ്ഞിട്ട് കാളിന്തിയും കൊണ്ട് ശാലിനി അവിടെ നിന്ന് പോകുന്നു. ശേഷം ഇന്ന് ഞങ്ങൾക്കൊരു ഇമ്പോർട്ടന്റ് ഗസ്റ്റ് ഉണ്ട്, ഈ ഇരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ ഐറ്റം ഫുഡും ഉണ്ടാക്കണം, എല്ലാം ഗസ്റ്റിന് ഇഷ്ടപ്പെടാം എന്ന് കാളിന്തിയോട് പറഞ്ഞ് ശാലിനി അവിടെ നിന്ന് പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ അവിടെ അങ്കിത്ത് വരുന്നു. അങ്കിത്ത് ഹെൽപ്പ് ചെയ്യാമെന്ന് കാളിന്തിയോട് പറഞ്ഞിട്ട് വെജിറ്റബിൾ കട്ട് ചെയ്യുകയാണ്. അത് കാണുന്ന കാളിന്തി അങ്കിത്തിനോട് ദയവ് ചെയ്ത് എന്നെ ശല്യം ചെയ്യരുത്, എനിക്ക് നിങ്ങളെ പോലുള്ള ആളുകളെ ഒരു ദിവസമല്ല, ഒരു മണിക്കൂറല്ല, ഒരു സെക്കൻഡ് പോലും സഹിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ് കാളിന്തി. അത് കേൾക്കുന്ന അങ്കിത്ത് വിഷമത്തോടെ വെജിറ്റബിൾസ് എല്ലാം വേസ്റ്റ് ആക്കിയതിന് സോറി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ കാളിന്തി വിഷമിച്ച് നിൽക്കുകയാണ്. ശേഷം പരീതി അങ്കിത്തിനെ കാണാൻ വേണ്ടി റൂമിന്റെ പുറത്ത് വരുമ്പോൾ റൂമിന്റെ അകത്ത് അങ്കിത്ത് പറയുന്നത് പുറത്ത് നിൽക്കുന്ന പരീതി ശ്രദ്ധിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ കല്യാണം സ്റ്റോപ്പ് ചെയ്യണം, എനിക്ക് ഉമ്മയെ മറക്കാൻ കഴിയില്ല എന്ന് അങ്കിത്ത് റോബിനോട് പറയുന്നത് മറിഞ്ഞു നിൽക്കുന്ന പരീതി ഞെട്ടിലോട്ട് കേൾക്കുകയാണ്. സമയം വരദാനെ പൃഥ്വി വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരികയാണ്. അടുത്ത സീനിൽ വിക്രമിന്റെ മകൻ പരീതിയുടെ ബോയ് ഫ്രണ്ടുമായ സിദ്ധിനോട് പരീതി അങ്കിത്തിനെ ഞാൻ വിവാഹം കഴിച്ചാലും എന്റെ സ്നേഹം നിനക്ക് കിട്ടണമെങ്കിൽ നീ കാളിന്തിയെ വിവാഹം കഴിക്കണമെന്ന് പരീതി പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സിദ്ധ്. ശേഷം സർവന്റിന്റെ
കയ്യിൽ നിന്നും ഗസ്റ്റിന് കൊടുക്കാനുള്ള ഡിഷ് എടുത്തുകൊണ്ട് കാളിന്തി വരുന്നത് കാണുന്ന പൃഥ്വി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ വരദാനോട് പറയുമ്പോൾ അവിടേക്ക് കാളിന്തി ഫുഡുമായി വരികയാണ്. അന്നേരം വരദാന്റെ മുഖത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണ്. ഫുഡിലെ ചൂട് കാരണം കാളിന്തിയുടെ കൈ പൊള്ളുമ്പോൾ കയ്യിൽ നിന്ന് ഫുഡ് താഴെ വീഴുകയാണ്. അതിൽ കുറച്ച് ഫുഡ് തെറിച്ച് വരദാന്റെ ഡ്രസ്സിലാകുന്നു. അത് കണ്ട് ദേഷ്യം വരുന്ന ശാലിനി വാഷ്റൂം കാണിച്ചു കൊടുക്കാൻ ദേഷ്യത്തോടെ ഉമ്മയോട് പറയുകയാണ്. അത് കേൾക്കുന്ന കാളിന്തി വരദാനോട് സാർ എന്റെ കൂടെ വരാൻ പറയുകയാണ്. അപ്പോൾ വരദാൻ കാളിന്തിയുടെ കൂടെ പോകുമ്പോൾ കാളിന്തി സോറി സാർ എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ സംസാരിച്ചുകൊണ്ട് വരികയാണ്. ഈ സമയം പുറകെ വരുന്ന വരദാന്റെ രൂപം മാറുകയാണ്. ആ കാര്യം അറിയാതെയാണ് കാളിന്തി സംസാരിച്ചുകൊണ്ട് വരുന്നത്. ശേഷം വാഷ്റൂമിൽ കയറുന്ന വരദാൻ രാക്ഷസനായി മാറുകയാണ്. വാഷ്റൂമിന്റെ പുറത്ത് നിൽക്കുന്ന കാളിന്തി വാഷ്റൂമിന്റെ അകത്ത് നിന്ന് അലറുന്ന സൗണ്ട് കേട്ട് പേടിച്ച് ഡോറിൽ തട്ടുമ്പോൾ വരദാൻ ഡോർ തുറക്കുന്നു. കാളിന്തിയെ കാണുന്ന വരദാൻ കാളിന്തിയുടെ കണ്ണിൽ നോക്കുമ്പോൾ വരദാന് കാളിന്തിയുടെ പാസ്റ്റ് മനസ്സിലാവുകയാണ്. ആ കാര്യം വരദാൻ കാളിന്തിയോട് ചോദിക്കാൻ തുടങ്ങുമ്പോൾ ആ സമയം അവിടേക്ക് വരുന്ന പൃഥ്വി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് വരദാനെ വിളിച്ചുകൊണ്ടു പോവുകയാണ്. ശേഷം അങ്കിത്ത് അച്ഛനോട് കാളിന്തിയുടെ കാര്യം പറയാൻ വരുമ്പോൾ ടെൻഷൻ അടിച്ച് ഒന്നും പറയാൻ കഴിയാതെ നിൽക്കുകയാണ് അങ്കിത്ത്. അപ്പോൾ അവിടേക്ക് വരുന്ന പൃഥ്വി ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഉമ്മയെ വിളിക്കുന്നു. ശേഷം സിദ്ധിനെയും വിളിച്ചിട്ട് രണ്ടുപേരുടെയും കൈ തമ്മിൽ ചേർത്ത് വെച്ച് പൃഥ്വി ശക്തിയോട് അങ്കിത്തിന്റെയും പരീതിയുടെയും എൻഗേജ്മെന്റ് നടക്കുമ്പോൾ സിദ്ധിന്റെയും ഉമ്മയുടെയും എൻഗേജ്മെന്റ് കൂടി നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. ഉമ്മയെ എനിക്ക് മകളെ പോലെയാണ് എന്ന് പറയുകയാണ്. അത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ അവിടെ നിൽക്കുമ്പോൾ അങ്കിത്ത് ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അടുത്ത സീനിൽ മദൻ ഇൻസ്പെക്ടറോട് ഹോട്ടലിലാണ് ബ്രഹ്മരാക്ഷസൻ രൂപം മാറി കഴിയുന്നത്, നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറയുകയാണ്. ഈ സമയം ഓൺലൈൻ ട്യൂഷൻ പഠിപ്പിക്കുന്ന കാളിന്തിയോട് ബിന്ദി ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് എന്തിനാണ് സമ്മതിച്ചത്? കോളേജ് മുഴുവൻ അറിയാവുന്നതാണ് പരീതിയും സിദ്ധുമായുള്ള ബന്ധം, ചേച്ചിക്കും അറിയാവുന്നതല്ലേ, എന്നിട്ട് എന്തിനാണ് അങ്കിളിനോട് സമ്മതം പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് ബിന്ദി. ഇത് കേൾക്കുന്ന കാളിന്തി കോളേജ് കാലം കഴിഞ്ഞു, കല്യാണം കഴിയുമ്പോൾ സിദ്ധിന്റെ സ്വഭാവം മാറും എന്ന് പറയുകയാണ് കാളിന്തി. ഈ സമയം മറുവശത്ത് പരീതിയുടെ അടുത്ത് വരുന്ന സിദ്ധ് നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ആ വേലക്കാരിയായ കാളിന്തിയുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചത്. അത് കേൾക്കുന്ന പരീതി നിന്റെ പേര് പറഞ്ഞ് കാളിന്തിയെ ബ്ലോക്ക് ചെയ്താൽ അങ്കിത്ത് കാളിന്തിയുടെ പുറകെ പോവില്ല എന്ന് പറയുകയാണ്. ഈ സമയം കാളിന്തിയുടെ അടുത്ത് വരുന്ന അങ്കിത്ത് കാളിന്തിയോട് നീ എന്തിനാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചത് എന്ന് ചോദിക്കുകയാണ് അങ്കിത്ത്. അപ്പോൾ ഈ കല്യാണം നമ്മൾ രണ്ടുപേരും അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുകയാണ് കാളിന്തി. അപ്പോൾ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നത് എന്തിനാണ്, നീ കണ്ണാടിയിൽ പോയി നോക്ക് എന്ന് ദേഷ്യത്തോടെ അങ്കിത്ത് പറയുമ്പോൾ കാളിന്തി വിഷമത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അടുത്ത സീനിൽ മദനും ഇൻസ്പെക്ടറും വേഷം മാറി കല്യാണ വേഷത്തിൽ ആ ഹോട്ടലിലേക്ക് വരികയാണ്. അവരുടെ വേഷം കാണുന്ന വരദാന്റെ രൂപം മാറി ബ്രഹ്മരാക്ഷസനാകുന്നു. റൂമിൽ വരുന്ന ഗഹന അത് കാണുന്നു. കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചതുപോലെ ഇന്നൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഗഹന അലമാരയിൽ നിന്ന് ഒരു ചുവന്ന ഷോൾ എടുത്ത് തലയിൽ ഇടുന്നു. അത് കാണുന്ന ബ്രഹ്മരാക്ഷസൻ വരദാനായി മാറുന്നു. ഈ സമയം കുറച്ച് റൂമുകൾ നോക്കിയിട്ട് ആരെയും കണ്ടില്ല എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ ദേഷ്യത്തിൽ മദനെയും കൊണ്ട് ഹോട്ടലിൽ നിന്നും പോകുന്നു. അടുത്ത സീനിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാളിന്തിയുടെ അടുത്ത് വരുന്ന ശാലിനി കാളിന്തിയോട് മേക്കപ്പ് കുറച്ചിട്ടാൽ മതി, എന്റെ പരിധിയേക്കാൾ കൂടുതൽ നീ ഒരുങ്ങണ്ട എന്ന് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. അത് കഴിഞ്ഞ് പാർട്ടിയിൽ ഡാൻസ് ആണ് കാണിക്കുന്നത്. അത് കണ്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു. ആ സമയം പരീതി ഫ്രണ്ട്സിന് അങ്കിത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതെല്ലാം കണ്ട് അങ്കിത്ത് ഇഷ്ടമില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ പാർട്ടിയിൽ വരദാൻ വരുന്നു. പൃഥ്വി വരദാനെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയാണ്. വരദാൻ പൃഥ്വിനോട് 16 വർഷം മുമ്പ് നടന്ന സംഭവത്തിനെ കുറിച്ച് അറിഞ്ഞു എന്നും അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അവരോട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ അവർ 3 പേരും കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ശേഷം പൃഥ്വി പരീതിയുടെയും അങ്കിത്തിന്റെയും വിവാഹം ഫിക്സ് ചെയ്തു എന്ന് അനൗൺസ് ചെയ്യുകയാണ്. ശേഷം ഉമ്മയുടെയും സിദ്ധിന്റെയും വിവാഹം കൂടി ഫിക്സ് ചെയ്തു എന്ന് എല്ലാവരോടും പറയുകയാണ്. ശേഷം അവർ ജോഡിയായി ഡാൻസ് കളിക്കുന്നു. ഡാൻസ് കളിക്കുമ്പോൾ സിദ്ധ് കാളിന്തിയോട് മോശമായി പെരുമാറുന്നു എന്ന് മനസ്സിലാക്കുന്ന കാളിന്തി അവിടെ നിന്ന് ദേഷ്യത്തോടെ പോവുകയാണ്. ഈ സമയം മദ്യപിക്കുന്ന വരദാന്റെ അടുത്ത് വരുന്ന പൃഥ്വി പേടിയായിരുന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഏത് പഴയ കഥ പറഞ്ഞാലും പേടിയാവില്ല എന്ന് പറഞ്ഞ് വരദാനോട് ഒരു ചിയേഴ്സും പറഞ്ഞിട്ട് പൃഥ്വി അവിടെ നിന്നും പോവുകയാണ്. അടുത്ത സീനിൽ പോകുന്ന വഴി കാളിന്തി വരദാന്റെ കയ്യിൽ തട്ടുകയും കയ്യിൽ ഉണ്ടായിരുന്ന ഡ്രിങ്ക്സ് വരദാന്റെ ഡ്രസ്സിലാവുകയും ചെയ്യുന്നു. അത് കാണുന്ന കാളിന്തി സോറി സാർ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ വരദാന്റെ മുഖം മാറുകയാണ്. ശേഷം ഡ്രിങ്ക്സ് കൊണ്ടുവരുന്ന സർവന്റിനെ വരദാൻ തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് കൺട്രോൾ ചെയ്ത് വരദാന്റെ അടുത്തേക്ക് വരുത്തുന്നു. എന്നിട്ട് ഡ്രിങ്ക്സിൽ വിരലിട്ട് അതിലെന്തോ കലർത്തുകയാണ്. ഇതേ സമയം സിദ്ധ് സർവന്റിനോട് ഡ്രിങ്ക്സ് ചോദിക്കുമ്പോൾ വരദാൻ അയാളോട് ഡ്രിങ്ക്സ് സിദ്ധിന് കൊണ്ടുകൊടുക്കാൻ പറയുമ്പോൾ സർവന്റ് ഡ്രിങ്ക്സ് സിദ്ധിന് കൊടുക്കുകയും സിദ്ധ് ഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ വരദാന്റെ കൺട്രോളിലാവുകയും ചെയ്യുന്നു. ശേഷം കാളിന്തിയുടെ പുറകെ സിദ്ധ് മുകളിലേക്ക് പോകുന്നത് കാണുന്ന അങ്കിത് ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അടുത്ത സീനിൽ റൂമിൽ വരുന്ന കാളിന്തി ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണോ എന്ന് പറഞ്ഞ് അമ്മയുടെയും അച്ഛന്റെയും ഫോട്ടോ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് സിദ്ധ് വരികയാണ്. സിദ്ധ് കാളിന്തിയോട് മോശമായി പെരുമാറുമ്പോൾ കാളിന്തി സിദ്ധിനെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ഈ സമയം പാർട്ടിയിൽ നിൽക്കുന്ന അങ്കിത്ത് റൂമിൽ പോയ കാളിന്തിയെ കാണാത്തത് കൊണ്ട് അവിടെ നിന്ന് കാളിന്തിയുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ സിദ്ധിനെ പേടിച്ച് കാളിന്തി വിൻഡോയിലൂടെ പുറത്ത് ചാടി വീട്ടിന്റെ പുറകിലെ ഗേറ്റിലൂടെ കാട്ടിലേക്ക് പോവുകയാണ്. പുറകെ സിദ്ധും പോകുന്നു. ആ സമയം എല്ലാ റൂമിലും കാളിന്തി അന്വേഷിക്കുകയാണ് അങ്കിത്ത്. അന്വേഷിച്ച് വീട്ടിന് പുറത്ത് വരുന്ന അങ്കിത്ത് കാളിന്തിയുടെ ഷോൾ കിട്ടുന്നു. അടുത്ത സീനിൽ കാളിന്തിയുടെ പുറകെ കാട്ടിലൂടെ ഓടുകയാണ് സിദ്ധ്. ഇതെല്ലാം പാർട്ടിയിൽ നിൽക്കുന്ന വരദാൻ മനക്കണ്ണിലൂടെ കാണുകയാണ്. അപ്പോൾ തന്നെ വരദാൻ അവിടെ നിന്ന് ഇറങ്ങി കാട്ടിലൂടെ ഓടുകയാണ്. ആ സമയം സിദ്ധിനെ പേടിച്ച കാളിന്തി ഒരു മരത്തിന്റെ പുറകിൽ മറഞ്ഞു നിൽക്കുമ്പോൾ സിദ്ധിന്റെ പുറകിലെ ബ്രഹ്മരാക്ഷസൻ വരുന്നു. ബ്രഹ്മരാക്ഷസനെ കണ്ട് പേടിച്ച സിദ്ധ് അവിടെ നിന്ന് ഓടുന്നു. അപ്പോൾ മറഞ്ഞു നിന്ന കാളിന്തി ബ്രഹ്മരാക്ഷസൻ
രാക്ഷസനെ കണ്ട് ബോധം കെട്ട് അവിടെ വീഴുകയാണ്. ആ സമയം കാട്ടിലൂടെ അന്വേഷിച്ച് നടക്കുന്ന അങ്കിത്തിന്റെ മുമ്പിൽ പേടിച്ച് ഓടി വരുന്ന സിദ്ധിനെ കാണുന്ന അങ്കിത്ത് ഉമ എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകരുത്, അത് നിന്നെ കൊല്ലു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് സിദ്ധ് പേടിച്ച് ഓടി പോവുകയാണ്. തുടർന്ന് അങ്കിത്ത് പിന്നെയും കാട്ടിന്റെ അകത്തുകൂടി ഉമ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഉമയെ എടുത്തുകൊണ്ട് വരുന്ന വരദാൻ അങ്കിത്തിന്റെ മുമ്പിൽ വന്ന് ഉമയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. ശേഷം വീട്ടിൽ ടെൻഷൻ അടിച്ച് എല്ലാവരും നിൽക്കുമ്പോൾ അവിടേക്ക് സിദ്ധ് വന്ന് ബ്രഹ്മരാക്ഷസനെ കണ്ട കാര്യം എല്ലാവരോടും പറയുമ്പോൾ അവിടേക്ക് കാളിന്തിയും കൊണ്ട് വരദാൻ അങ്കിത്തം വരുന്നു. വരദൻ കാളിന്തിയെ അവിടെ കാണുന്ന ബെഞ്ചിൽ കിടത്തുകയാണ്. അപ്പോൾ സിദ്ധ് കണ്ണു തുറക്ക് കാളിന്തി, എന്നിട്ട് രാക്ഷസനെ കണ്ട കാര്യം എല്ലാവരോടും പറയുമെന്ന് പറയുമ്പോൾ അങ്കിത്ത് സിദ്ധിനെ അടിക്കുകയാണ്. ശേഷം ബോധം വരുന്ന കാളിന്തി വരദാനോട് താങ്ക്സ് പറയുകയാണ്. അടുത്ത സീനിൽ കാട്ടിനകത്ത് ഒരിടത്ത് സ്കൂട്ടർ കംപ്ലൈന്റ് ആയതുകൊണ്ട് ഒരു ഹസ്ബൻഡും വൈഫും നിൽക്കുകയാണ്. ഒരു സൗണ്ട് കേട്ട് ആ പെൺകുട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ രാക്ഷസനെ കണ്ട് പേടിച്ചു നിൽക്കുന്നു. കുറച്ചു കഴിഞ്ഞ് വൈഫിനെ കാണാത്തത് കൊണ്ട് പേടിച്ച് അയാൾ ബെല്ല ബെല്ല എന്ന് അലറി വിളിച്ച് എല്ലായിടത്തും നോക്കുകയാണ്. ശേഷം മദന്റെ വീടാണ് കാണിക്കുന്നത്. അവിടേക്ക് ഇൻസ്പെക്ടർ വരുന്നു. എന്നിട്ട് മദൻ പറഞ്ഞതെല്ലാം ശരിയാണ്, ഇയാളുടെ ഭാര്യയും കാട്ടിൽ വെച്ച് കാണാതായി. ഞാൻ മദനെ വിശ്വസിക്കുന്നു. നമ്മൾ കാണാത്തത് എന്തോ ആ കാട്ടിലുണ്ട് എന്ന് മദനോട് പറയുകയാണ് ഇൻസ്പെക്ടർ. അത് കേൾക്കുന്ന മദൻ ബാഗും എടുത്തുകൊണ്ട് കാട്ടിലേക്ക് അവർ എല്ലാവരും കൂടി പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് കാട്ടിനകത്ത് പോലീസ് ബെല്ലയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നതാണ്. കുറച്ചു കഴിയുമ്പോൾ ബെല്ലയുടെ മുറിഞ്ഞ കൈ പോലീസിന് കിട്ടുകയാണ്. അത് കാണുന്ന മദൻ അവിടെ അടുത്തായി ഒരു ഗുഹ കാണുന്നു. ശേഷം അവരെല്ലാവരും ആ ഗുഹയുടെ അകത്തേക്ക് പോവുകയാണ്. ഗുഹയ്ക്കകത്ത് എത്തുന്ന അവർ കുറെ തലയൊട്ടികളും എല്ലുകളും കിടക്കുന്നതാണ് കാണുന്നത്. അതെല്ലാം കാണുന്ന ഇൻസ്പെക്ടർ ഞെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് കോൺസ്റ്റബിളിനോട് മീഡിയ ഇതിനകത്ത് കയറരുത് എന്ന് പറയുകയാണ്. അടുത്ത സീനിൽ ന്യൂസിൽ ഒരു രാക്ഷസ മൃഗത്തിനെ കുറിച്ച് പറയുന്നത് കണ്ട് നിൽക്കുകയാണ് വിക്രമും പൃഥ്വിയും. ഈ സമയം ക്യാൻവാസിൽ ഡ്രോയിങ് ചെയ്യുന്ന കാളിന്തിയുടെ അടുത്ത് ശാലിനി വന്ന് നിന്നെ കാണാൻ വരദാൻ വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. ശേഷം വരദാന്റെ അടുത്ത് കാളിന്തി വരുമ്പോൾ എനിക്ക് കാളിന്തിയോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് മാറിപ്പോകുന്നു. പോകുന്ന വഴി വരദാൻ ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല എന്നും കാട്ടിൽ നടന്ന ആ സംഭവം മറക്കാൻ പറ്റുന്നില്ല എന്നും ആ മൃഗത്തിനെ ഞാനും കണ്ടതാണ് എന്ന് പറയുന്ന വരദാനോട് കാളിന്തി എനിക്ക് അതിനെക്കുറിച്ച് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് കാളിന്തിയുടെ മുറിയിലേക്ക് വരദാനെ കൊണ്ട് കാളിന്തി പോകുന്നു. എന്നിട്ട് പണ്ട് മുതൽ കാളിന്തി വരച്ച ചിത്രങ്ങൾ വരദാനെ കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ എപ്പോഴും ഒരു ദുസ്വപ്നം കാണാറുണ്ട്, അതിൽ ഈ മൃഗത്തിനെ ഞാൻ കാണുന്നു, എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല എന്ന് കാളിന്തി പറയുമ്പോൾ ഇന്ന് രാത്രി കാളിദേവി ക്ഷേത്രത്തിൽ വന്നാൽ നിന്റെ ചോദ്യത്തിനുള്ള എല്ലാ മറുപടിയും അവിടെ നിന്ന് കിട്ടുമെന്ന് പറയുകയാണ് വരദാൻ. അടുത്ത സീനിൽ കാളിന്തിയുടെ റൂമിൽ അങ്കിത്ത് വരുന്നു. അങ്കിത്ത് കാളിന്തിയോട് രാത്രി പാർട്ടിക്ക് വരുമ്പോൾ റെഡ് കളർ സാരി ഉടുത്ത് വരണമെന്ന് അങ്കിത്ത് കാളിന്തിയോട് പറയുകയാണ്. അത് കേൾക്കുന്ന കാളിന്തി പാർട്ടിക്ക് പോയിട്ട് അവിടെ നിന്ന് കാളിദേവി ക്ഷേത്രത്തിൽ പോകാമെന്നും ഇന്ന് രാത്രി തന്നെ എല്ലാ രഹസ്യവും കണ്ടുപിടിക്കണമെന്നും മനസ്സിൽ പറഞ്ഞ് കാളിന്തി നിൽക്കുകയാണ്. ശേഷം പാർട്ടിയാണ് കാണിക്കുന്നത്. പാർട്ടിയിൽ പരീതി ഡാൻസ് കളിക്കുകയാണ്. അവിടേക്ക് റെഡ് കളർ സാരി ഉടുത്ത് കാളിന്തി വരുന്നു. കാളിന്തി അങ്കിത്ത് കാണുന്നു. അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പരീതി സാക്ഷിയും കാണുകയാണ്. അത് കണ്ട് ദേഷ്യം വരുന്ന പരീതി വെയിറ്ററിന്റെ കയ്യിൽ എന്തോ കലർത്തിയ ഡ്രിങ്ക്സ് കൊടുത്തിട്ട് റെഡ് കളർ സാരി ഉടുത്ത പെൺകുട്ടിക്ക് കൊടുക്കാൻ പറയുകയാണ്. വെയിറ്റർ ഡ്രിങ്ക്സും കൊണ്ട് കാളിന്തിയുടെ അടുത്ത് പോകുന്ന വഴി അങ്കിത്ത് ആ ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കുകയാണ്. ഡ്രിങ്ക്സ് കുടിച്ച കഴിയുമ്പോൾ അങ്കിത്തിന് തല കറങ്ങും പോലെയും 1 4 ഒക്കെ തോന്നുകയാണ്. ഈ സമയം കാളിന്തി അങ്കിത്തിന്റെ അടുത്ത് വന്ന് ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ കുറച്ചു നേരം കഴിഞ്ഞ് പോകാമെന്നും പറഞ്ഞ് അങ്കിത്ത് തല കറങ്ങി ബോധം കെട്ട് വീഴുകയാണ്. അത് കാണുന്ന റോബിൻ വന്ന് അങ്കിത്തിനെ വീടാതെ പിടിക്കുകയാണ്. ശേഷം റോബിൻ അങ്കിത്തിനെ എടുത്തുകൊണ്ട് സെറ്റിയിൽ ഇരുത്തുകയാണ്. ആ സമയം കാളിന്തി പാർട്ടിയിൽ നിന്ന് പോകുന്നത് സിദ്ധ് കാണുകയാണ്. ഈ സമയം കാട്ടിൽ കാളിന്തിയെ കാത്തു നിൽക്കുകയാണ് വരദാൻ. അപ്പോൾ വരദാൻ കാളിന്തി റെഡ് കളർ സാരി ഉടുത്ത് വരുന്നത് കാണുന്നു. അത് കാണുന്ന വരദാന്റെ രൂപം മാറുന്നുണ്ടെങ്കിലും വളരെ ബുദ്ധിമുട്ടി കൺട്രോൾ ചെയ്ത് കാളിന്തിയുടെ മുമ്പിൽ നിൽക്കുകയാണ് വരദാൻ. തുടർന്ന് അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് സിദ്ധ് വരികയാണ്. സിദ്ധ് കാളിന്തിയുടെ അടുത്ത് വരുമ്പോൾ പേടിച്ച് കാളിന്തി പുറകോട്ട് പോവുകയാണ്. അന്ന് നിന്നെ രക്ഷിക്കാൻ വരദാൻ വന്നു, ഇന്ന് നിന്നെ രക്ഷിക്കാൻ ഇവിടെ ആരുമില്ല എന്ന് സിദ്ധ് പറയുമ്പോൾ ഡൗട്ട് തോന്നുന്ന കാളിന്തി പുറകിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരെയും കാണാത്തത് കൊണ്ട് പേടിച്ച് നിൽക്കുകയാണ് കാളിന്തി. ശേഷം കാളിന്തിയെ സിദ്ധ് ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടേക്ക് ബ്രഹ്മരാക്ഷസൻ വരികയാണ്. ബ്രഹ്മരാക്ഷസനെ കണ്ട് കാളിന്തി സിദ്ധും പേടിച്ച് ഓടുകയാണ്. കാളിന്തിയുടെ പുറകെ ബ്രഹ്മരാക്ഷസൻ പോവുകയാണ്. ഓടി ഓടി കാളിന്തി അവിടെ അടുത്തുള്ള കാളിദേവി ക്ഷേത്രത്തിന്റെ അകത്ത് കയറുമ്പോൾ പുറകെ പോകുന്ന രാക്ഷസന് അകത്ത് കയറാൻ കഴിയാതെ പുറത്തുനിന്ന് അലറി വിളിക്കുകയാണ്. അതേസമയം കാട്ടിന്റെ അകത്ത് വെച്ച് അങ്കിത്ത് സിദ്ധിനെ കാണുമ്പോൾ ഉമ എവിടെയെന്ന് ചോദിക്കുകയാണ്. വരദാൻ ക്ഷേത്രം എന്നൊക്കെ ഒരു ബന്ധവുമില്ലാതെ എന്തൊക്കെയോ ടെൻഷനോടെ പറഞ്ഞ് സിദ്ധ് അവിടെ നിന്ന് ഓടി പോകുമ്പോൾ അങ്കിത്ത് ഉമയെ അന്വേഷിച്ച് കാട്ടിന്റെ അകത്തേക്ക് പോവുകയാണ്. ശേഷം ക്ഷേത്രത്തിന്റെ അകത്ത് ഒരാൾ കാളിന്തിക്ക് ഒരു കറുത്ത ഷോൾ ഇട്ട് കൊടുത്തിട്ട് വീട്ടിലെത്തുന്നത് വരെ ഈ ഷോൾ മാറ്റരുത് എന്ന് പറയുകയാണ്. അയാളുടെ മുഖം വ്യക്തമല്ല, താടിയും മുടിയും വളർത്തിയ ഒരാളാണ്, കാലിൽ ചങ്ങലയിട്ടിട്ടുണ്ട്. അയാൾ പോകുമ്പോൾ കാളിന്തി നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നും പറയാതെ അയാൾ അവിടെ നിന്ന് പോകുമ്പോൾ കാളിന്തി അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ശേഷം കാട്ടിൽ വെച്ച് കാളിന്തി അങ്കിത്തിനെ കാണുകയും കാളിന്തിയും കൂട്ടി അങ്കിത്ത് വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. ഈ സമയം കാളിന്തിയെ രക്ഷിച്ച് ആ ചങ്ങലയിൽ ബന്ധിച്ച ആളിനെ കാണിക്കുകയാണ്. അത് വേറെ ആരുമല്ല, കാളിന്തിയുടെ അച്ഛൻ രാഘവാണ്. ഞാൻ നിന്റെ അച്ഛനാണ് കാളിന്തി, എനിക്ക് നിന്റെ മുമ്പിൽ ഇപ്പോൾ വരാൻ കഴിയില്ല. 16 വർഷമായി ഞാൻ ഈ ഇരുട്ടിലാണ് കഴിയുന്നത്. ഞാൻ ഉടൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ വരും എന്ന് കാളിന്തിയുടെ കുട്ടിക്കാലത്ത് ഉപയോഗിച്ചിരുന്ന സ്ലൈഡ് നോക്കി പറയുകയാണ് രാഘവ്. ഇതേ സമയം മറുവശത്ത് ഗഹന പൂജ ചെയ്യുകയാണ്. പൂജയുടെ അവസാനം ഗഹനയ്ക്ക് ഒരു മോതിരം കിട്ടുകയാണ്. ശേഷം ഗഹന വരദാന് മോതിരം കയ്യിൽ ഇടാൻ കൊടുത്തിട്ട് റെഡ് കളർ സാരി ഉടുത്ത് ഗഹന വരികയാണ്. അത് കാണുന്ന വരദാൻ രൂപം മാറാൻ ശ്രമിച്ചപ്പോൾ കഴിയുന്നില്ല. അത് കാണുന്ന ഗഹന ഈ മോതിരം കയ്യിലുള്ളത് വരെ നിനക്ക് റെഡ് കളർ കണ്ടാൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുകയാണ് ഗഹന. ശേഷം കാളിന്തിയുടെ വീടാണ് കാണിക്കുന്നത്. അവിടെ പൃഥ്വിയോട് വർഷങ്ങൾക്ക്
വർഷങ്ങൾക്ക് മുമ്പ് മാതൃകൻ ജ്വാലയ്ക്ക് ആവശ്യം കാളിന്തിയായിരുന്നു. അന്ന് ആ മൃഗം ജ്വാലയെ കൊല്ലുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആ മൃഗമാണ് രാക്ഷസനായി മാറി കാളിന്തിയുടെ പുറകെ ഉള്ളത്. കാളിന്തി കിട്ടിയില്ലെങ്കിൽ നമ്മൾ എല്ലാവരുടെയും ജീവൻ അപകടത്തിലാവുമെന്ന് അക്ഷയ് പറയുമ്പോൾ കാളിന്തി ജീവനോടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ രാക്ഷസിന് കിട്ടുകയുള്ളൂ. അവളുടെ അച്ഛനും അമ്മയും 16 വർഷം മുമ്പുള്ള ഒരു ദീപാവലി ദിവസം മരിച്ചു. അതുപോലെ ഈ വരുന്ന ദീപാവലിക്കും കാളിന്തിയുടെ അവസാനമായിരിക്കും എന്ന് പറയുകയാണ് പൃഥ്വി. അടുത്ത സീനിൽ സിദ്ധിനോട് കാളിന്തി നമ്മൾ ഇന്നലെ രാത്രി കാട്ടിൽ വെച്ച് കണ്ട ആ രാക്ഷസനെ കുറിച്ച് എല്ലാവരോടും പറയൂ എന്ന് കാളിന്തി പറയുകയാണ്. അത് കേൾക്കുന്ന സിദ്ധ്, ഏത് രാക്ഷസൻ? ഞാൻ ഒരു രാക്ഷസനെ കണ്ടിട്ടില്ല. എനിക്ക് ഒരു കാര്യം മാത്രമേ അറിയാവൂ. നീ ഇന്നലെ പാർട്ടിയുടെ ഇടയിൽ വെച്ച് കാട്ടിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ നിന്റെ പുറകെ വന്നപ്പോൾ ഞാൻ കണ്ടത് രാത്രിയിൽ ഒറ്റയ്ക്ക് നീ വരദാന്റെ കൂടെ നിൽക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് സിദ്ധ് കാളിന്തിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേട്ട് അവിടേക്ക് വരദാൻ വരികയാണ്. വരദാൻ കാളിന്തിയോട് നീ രാത്രി എന്തിനാണ് കാട്ടിൽ വന്നത് എന്ന് എല്ലാവരോടും നീ പറയില്ലെങ്കിൽ ഞാൻ പറയാം എന്ന് പറഞ്ഞ് വരദാൻ ഞാൻ ഇവളുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു രാക്ഷസ മൃഗം ഈ കുട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഈ അമ്പാല മുഴുവൻ അറിയാവുന്നതാണ് കാട്ടിനകത്ത് ഒരു രാക്ഷസ മൃഗം ഉള്ള കാര്യം. എന്നിട്ട് നിങ്ങൾ എല്ലാവരും ഈ കുട്ടിയെ സംശയിക്കുകയാണോ? ഇനി ആരും ഒരു വാക്കുകൊണ്ട് പോലും ഈ കുട്ടിയെ വിഷമിപ്പിക്കാൻ പാടില്ല എന്ന് പറയുകയാണ് വരദാൻ. ഇത് കേൾക്കുന്ന ശാലിനി, ഞങ്ങൾ എന്തെങ്കിലും ഈ പെൺകുട്ടിയെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്? നിങ്ങൾ ഇവളുടെ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ആരുമല്ല, ഞാൻ ഈ കുട്ടിയെ എന്റെ വീട്ടിലെ അഭിമാനമാക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ കുട്ടിയെ വിവാഹം കഴിക്കാം എന്ന് പറയുകയാണ് വരദാൻ. അത് കേൾക്കുന്ന അങ്കിതും കാളിന്തിയും ഞെട്ടി നിൽക്കുമ്പോൾ ബാക്കി എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. തുടർന്ന് വരദാൻ കാളിന്തിയോട് വിവാഹത്തിന് സമ്മതമാണോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടിട്ടും കാളിന്തി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കാണുന്ന പരീതി കാളിന്തിയോട് വേറെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന കാളിന്തി അങ്കിത്തിനെ കുറിച്ച് ഓർമ്മിക്കുകയാണ്. എന്നിട്ട് ആരോടും ഇഷ്ടമില്ല എന്ന് പറയുന്നത് കേൾക്കുന്ന ശാലിനി എന്നാൽ ഈ വിവാഹം ഉറപ്പിക്കാമെന്ന് പറയുന്നത് കേൾക്കുന്ന പരീതി അങ്കിത്തിനെ കെട്ടിപ്പിടിക്കുകയാണ്. ആ സമയം കാളിന്തി അവിടെ നിന്ന് പോകുന്നത് കാണുന്ന വരദാൻ കാളിന്തിയുടെ പുറകെ പോകുന്നു. ശേഷം കാളിന്തിയുടെ അടുത്ത് വരുന്ന വരദാനോട് കാളിന്തി, നമ്മൾ തമ്മിൽ ഒരു പരിചയമില്ലാതെ നിങ്ങൾ എന്തിനാണ് വിവാഹം ആലോചിച്ചതെന്ന് ചോദിക്കുകയാണ്. ആ കാര്യം കേൾക്കുന്ന വരദാൻ വിവാഹത്തിന് ഞാൻ നിർബന്ധിക്കുകയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ കാളിന്തി കാട്ടിൽ വെച്ച് പെട്ടെന്ന് എവിടേക്കാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നും ഞാനാണ് ആ രാക്ഷസ മൃഗത്തെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടതെന്നും പറയുകയാണ്. അത് കേട്ട് ആലോചിച്ച് നിൽക്കുന്ന കാളിന്തി വിവാഹത്തിന് സമ്മതമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന വരദാൻ സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ കാളിന്തി വരദാനുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചതിൽ സന്തോഷത്തോടെ നിൽക്കുകയാണ് പൃഥ്വിയും ശാലിനിയും. വരദാന്റെ ഭാര്യ ആയതിനു ശേഷം കാളിന്തി മരിക്കുകയാണെങ്കിൽ അത് വരദാന്റെ തലയിലാകുമെന്ന് പറയുകയാണ് പൃഥ്വി. ആ കാര്യം കേൾക്കുന്ന ശാലിനി, അങ്കിത്തിന്റെ വിവാഹത്തിന് മുമ്പ് കാളിന്തി മരിച്ചാൽ അങ്കിത്തിന്റെ വിവാഹത്തിന് അങ്കിത്ത് വിഷമത്തോടെയാവും വരുന്നത്. അതുകൊണ്ട് വേറൊരു വഴി പ്ലാൻ ചെയ്യാമെന്ന് അവർ രണ്ടുപേരും വിചാരിക്കുകയാണ്. ശേഷം ശാലിനി ഗുരുഅമ്മയെ കാണാൻ പോവുകയാണ്. ഗുരുഅമ്മ ശാലിനിയോട് ബ്രഹ്മരാക്ഷസനാവാൻ കാരണക്കാരനായ ആരെയും ആ രാക്ഷസൻ വെറുതെ വിടില്ല. ബ്രഹ്മരാക്ഷസനെ ആർക്കും കൊല്ലാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ നിങ്ങളെപ്പോലെ ബ്രഹ്മരാക്ഷസനെ അന്വേഷിക്കുന്നുണ്ട്. ഉടൻ തന്നെ നിങ്ങൾ തമ്മിൽ കാണുമെന്ന് ഗുരുഅമ്മ പറയുന്ന സമയം മദൻ വരദാന്റെ ഫോട്ടോ കാണിച്ച് ആളുകളോട് വരദാനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അടുത്ത സീനിൽ അങ്കിത്ത് വീഡിയോ കോളിലൂടെ ഫ്രണ്ട്സിനോട് വരദാനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ പറയുകയാണ്. അത് കേട്ട് അവിടെ വരുന്ന റോബിനോട് അങ്കിത്ത് കൂടുതലും വരദാനെ കാട്ടിന്റെ അകത്ത് വെച്ചാണ് കണ്ടിട്ടുള്ളത്. അത് എന്തെന്ന് കണ്ടുപിടിക്കാൻ റോബിനും അങ്കിത്തിന്റെ കൂടെ നിൽക്കാമെന്ന് പറയുകയാണ്. ശേഷം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അവർ രണ്ടുപേരും വേഷം മാറി വരദാൻ താമസിക്കുന്ന ഹോട്ടലിൽ വരുന്നു. അവിടെ നിന്ന് വരദാന്റെ കൂടെ ഒരു വയസ്സായ സ്ത്രീ ഉള്ളത് അറിയുകയാണ് അവർ. ആ സമയം വരദാൻ പൃഥ്വിനെയും ശാലിനിയെയും കാളിന്തിയെയും കൊണ്ട് അവിടെ വരികയാണ്. അവരാരും അങ്കിത്തിനെയും റോബിനെയും കണ്ടില്ല. തുടർന്ന് വരദാൻ ഗഹനയെ ആന്റി എന്ന് പറഞ്ഞ് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ സെർവന്റ് ഫുഡ് കൊണ്ടുവരുമ്പോൾ അവരെല്ലാവരും ഫുഡ് കഴിക്കാൻ പോകുന്നു. ഫുഡ് കൊണ്ട് സെർവന്റായി വേഷം മാറി വരുന്നത് റോബിനും അങ്കിത്തുമാണ്. തുടർന്ന് അവർ ഫുഡ് കഴിക്കുമ്പോൾ ഗഹന കാളിന്തിയെ നോക്കി ദേഷ്യത്തോടെ ഇരിക്കുന്നത് വരദാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവരുടെ പെരുമാറ്റം അങ്കിത്തും കാണുന്നു. ഈ സമയം അങ്കിത്തിനെ ഫ്രണ്ട്സ് ഫോണിൽ വിളിച്ചിട്ട് വരദാൻ ഒരു മാസമായി സോഷ്യൽ മീഡിയയിലും ഇല്ല എന്നും അയാൾക്ക് പ്രൈവറ്റ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും ഇല്ല എന്നും അറിയുകയാണ്. ശേഷം പൃഥ്വി ഫുഡ് കഴിച്ചിട്ട് എൻഗേജ്മെന്റ് നടത്താമെന്ന് പറയുകയാണ്. ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് ഗഹന. തുടർന്ന് വരദാൻ ഉമ്മയ്ക്ക് മോതിരം ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഈ സമയം മറിഞ്ഞു നിൽക്കുന്ന അങ്കിത്ത് ഉമ്മയുടെ മുഖത്ത് പ്രകാശം കാണിക്കുമ്പോൾ ഉമ്മ കണ്ണടച്ച് ഡ്രീമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു രാക്ഷസൻ കാളിന്തിയെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവിടെ അച്ഛൻ രാഘവ് വന്ന് കാളിന്തിക്ക് കറുത്ത ഷീറ്റ് കൊടുക്കുന്നതും കാണുകയാണ്. ആ സമയം കാളിന്തി ബോധം കെട്ട് വീഴുകയാണ്. കാളിന്തിയെ ശാലിനി വിളിച്ചു എഴുന്നേൽപ്പിക്കുമ്പോൾ തറയിൽ കിടക്കുന്ന മോതിരം എടുത്ത് കാളിന്തി സ്വന്തമായി വിരലിടുകയാണ്. അത് വരദാനും ഗഹനയും കാണുന്നുണ്ടായിരുന്നു. ഇതൊന്നും അറിയാതെ ശാലിനി വരദാന് മോതിരം ഇട്ട് കൊടുക്കാൻ കാളിന്തിയോട് പറയുകയാണ്. ആ സമയം കാളിന്തി അങ്കിത്തിനെയും റോബിനെയും കാണുകയാണ്. അവരെ കാണുന്ന കാളിന്തി വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് വരദാനോട് പറഞ്ഞിട്ട് മോതിരം ഗഹനയുടെ കയ്യിൽ കൊടുത്തിട്ട് കാളിന്തി അവിടെ നിന്ന് പോകുന്ന സമയം ഗഹന വരദാൻ ആ മോതിരം ഇട്ട് കൊടുക്കുകയാണ്. ഇത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ഇതിലൊന്നും വലിയ കാര്യമില്ല, എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന് പറയുകയാണ് ശാലിനി. അടുത്ത സീനിൽ രാഘവന്റെ അടുത്ത് വരുന്ന ഗുരു അമ്മ രാഘവനോട് പണ്ട് നടന്ന ഒരു കാര്യം പറയുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് കാളിന്തിയെ കാളിദേവിയുടെ മുമ്പിൽ നിന്ന് രാഘവന് കിട്ടിയ കാര്യവും ഗുരു അമ്മ ആ കുഞ്ഞിനെ കാളിന്തി എന്ന് പേരിട്ട കാര്യവും ബ്രഹ്മരാക്ഷസനെ കൊല്ലാൻ വേണ്ടിയാണ് കാളിന്തി ജനിച്ചതെന്നും പൃഥ്വി കൊല്ലാൻ ശ്രമിച്ച രാഘവനെ ഗുരു അമ്മ രക്ഷിച്ച കാര്യവും കാളിന്തി എന്തിനാണോ ജനിച്ചത് അത് ഈ വരുന്ന ദീപാവലി നടക്കുമെന്നും അതുകൊണ്ട് രാഘവ് തിരിച്ച് കാളിന്തിയുടെ അടുത്ത് പോകണമെന്നും പറയുകയാണ് ഗുരു അമ്മ. മറുവശത്ത് ഗഹന പൂജ ചെയ്ത് വരദാന് ശക്തികൾ കൊടുക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞ് ദീപാവലി ദിവസം കാളിന്തി വിവാഹം കഴിച്ച് ഒത്തിരി ശക്തിശാലിയാകണമെന്ന് പറയുകയാണ് ഗഹന. അടുത്ത സീനിൽ ദീപാവലിയെ കുറിച്ച് കാളിന്തി ബിന്ദിയോട് പറയുന്ന സമയം അവിടെ വരുന്ന ശാലിനി ദീപാവലിയുടെ അന്ന് കാളിന്തിയുടെയും വരദാന്റെയും
വിവാഹമാണെന്ന് അതിനുവേണ്ടി വരദാൻ ഒരു പാർട്ടി ഒരുക്കിയിട്ടുണ്ടെന്നും ആ പാർട്ടിയിൽ വരുമ്പോൾ ഇടാൻ വേണ്ടി കാളിന്തിക്ക് വേണ്ടി ഡ്രസ്സും വരദാൻ കൊടുത്തു വിട്ടിട്ടുണ്ടെന്നും പറയുകയാണ്. പെട്ടെന്ന് വിവാഹം എന്ന് കേട്ടതിൽ ഷോക്കിൽ നിൽക്കുകയാണ് കാളിന്തി. ശേഷം കാളിന്തിയുടെ വിവാഹം നടന്നു കഴിഞ്ഞാൽ അങ്കിത്തിന്റെയും പരിധിയുടെ വിവാഹത്തിന് ഒരു തടസ്സവുമില്ല എന്ന് പറഞ്ഞ് ശാലിനി സന്തോഷത്തോടെ നിൽക്കുകയാണ്. അത് കാണുന്ന പൃഥ്വി കാളിന്തിയുടെ വിവാഹത്തിന്റെ അന്ന് ബ്രഹ്മരാക്ഷസൻ ഇവിടെ വന്നാൽ ഈ പാലസ് മുഴുവൻ ശ്മശാനമാകുമെന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ശാലിനി ഗുരു അമ്മ പറഞ്ഞതുപോലെ ബ്രഹ്മരാക്ഷസനെ അന്വേഷിക്കുന്ന അയാൾ എന്റെ അടുത്ത് വരുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ശാലിനി. എന്നിട്ട് പൃഥ്വിയോട് ചുവന്ന ഡ്രസ്സ് മാത്രം ഇടരുത് എന്ന് പറഞ്ഞിട്ട് ശാലിനി അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ പാർട്ടിയാണ് കാണിക്കുന്നത്. പാർട്ടിയിൽ വരദാൻ കാളിന്തിയെ ദീപാവലി ദിവസം വിവാഹം കഴിക്കുമെന്ന് അനൗൺസ് ചെയ്യുകയാണ്. അതെല്ലാം കേട്ട് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് അങ്കിത്ത്. അപ്പോൾ അങ്കിത്ത് ഏതാനും മണിക്കൂർ മുമ്പ് കാളിന്തി അങ്കിത്തിന്റെ അടുത്ത് വന്ന് 2 ദിവസത്തിനകം ഈ വിവാഹം നടക്കണ്ട എന്നും എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കണമെന്നും പറയുന്നത് ഓർമ്മിക്കുകയാണ്. അടുത്ത സീനിൽ അങ്കിത്ത് പോലീസ് സ്റ്റേഷനിൽ വരികയാണ്. എന്നിട്ട് അങ്കിത്ത് അവിടെയുള്ള പോലീസിനോട് അങ്കിത്തിന്റെ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് പോയി എന്നും കള്ളൻ വരദാനാണെന്നും അയാൾ അങ്കിത്തിന്റെ ക്യാഷ് മോഷ്ടിച്ചിട്ടാണ് ഹോട്ടലിന്റെ മുകളിലെ ഫ്ലോർ മുഴുവൻ സ്വന്തമാക്കിയതെന്നും പറയുകയാണ്. ആ സമയം അവിടേക്ക് മദനും ഇൻസ്പെക്ടറും വരികയാണ്. ഇൻസ്പെക്ടറെ കാണുന്ന അങ്കിത്ത് ഇൻസ്പെക്ടറോട് ഞാൻ അംബാലയിൽ വന്നിട്ട് 1 മാസമായെന്നും എന്റെ അക്കൗണ്ടിലെ ക്യാഷ് മുഴുവൻ മോഷണം പോയി എന്നും എനിക്ക് 100% ഉറപ്പാണ് അയാളാണ് എന്റെ ക്യാഷ് മുഴുവൻ എടുത്തതെന്നും ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത അയാൾ പെട്ടെന്ന് ലക്ഷ്യപ്രൂഫ് ആയത് എങ്ങനെയെന്ന് അന്വേഷിക്കണമെന്ന് അങ്കിത്ത് പറയുന്നത് കേട്ട് ഡൗട്ട് തോന്നുന്ന മദന്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോ അങ്കിത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ആ ഫോട്ടോ കാണുന്ന അങ്കിത്ത് ഇയാളാണ് ഞാൻ പറഞ്ഞ വരദൻ ചൗധരി എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മദൻ ഇയാളെ എവിടെ വന്നാൽ കാണാൻ കഴിയുമെന്ന് ചോദിക്കുകയാണ്. മറുവശത്ത് പാർട്ടിയിൽ നിൽക്കുന്നവരോട് ശാലിനി രഹസ്യമായി ബ്രഹ്മരാക്ഷസനെ അന്വേഷിച്ച് വന്നതാണോ എന്ന് ചോദിച്ചു നടക്കുകയാണ്. സിദ്ധിനെ കാണുന്ന ശാലിനി സിദ്ധിനോട് ബ്രഹ്മരാക്ഷസനെ കാണാൻ എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ്. സിദ്ധ് ബ്രഹ്മരാക്ഷസനെ കുറിച്ച് പറയുന്നത് കേട്ട് പേടിച്ച് നിൽക്കുകയാണ് ശാലിനി. ശേഷം വരദാനെ അന്വേഷിച്ച് പാർട്ടി നടക്കുന്ന സ്ഥലത്ത് മദൻ വരികയാണ്. മദൻ വരുന്നത് വരദാൻ അറിയുന്നു. മദൻ വന്നാൽ തന്റെ എല്ലാ രഹസ്യവും എല്ലാവർക്കും മനസ്സിലാകുമെന്ന് പറഞ്ഞ് ടെൻഷനോടെ ഇരിക്കുകയാണ് വരദാൻ. ഈ സമയം വരദാനെ കുറിച്ച് എല്ലാവരോടും അന്വേഷിച്ച് നടക്കുന്ന മദൻ ശാലിനിയുമായി കൂട്ടിയിടിക്കുന്നു. ശാലിനി മദനോട് ഗുരു അമ്മ പറഞ്ഞ ആൾ നിങ്ങളാണോ? ബ്രഹ്മരാക്ഷസനെ കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന മദൻ കയ്യിലിരിക്കുന്ന ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. ആ ഫോട്ടോ കാണുന്ന ശാലിനി പേടിച്ച് ബോധം കെട്ട് വീഴുകയാണ്. അടുത്ത സീനിൽ വരദാൻ ഗഹനയെ വിളിച്ചിട്ട് മദൻ അവിടെ അന്വേഷിച്ചു വന്ന കാര്യം പറയുകയാണ്. എന്നിട്ട് മദനെ കൊല്ലുമെന്നും വരദാൻ പറയുന്നത് കേൾക്കുന്ന ഗഹന അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറയുന്നു. അതൊന്നും കേൾക്കാതെ വരദാൻ ഫോൺ കട്ട് ചെയ്യുന്നത് കാണുന്ന ഗഹന വരദാനെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് പറയുകയാണ്. മറുവശത്ത് ബോധം വരുന്ന ശാലിനി ബ്രഹ്മരാക്ഷസൻ വരദാനാണെന്ന് പൃഥ്വിയോട് പറയുമ്പോൾ പൃഥ്വി അതൊന്നും വിശ്വസിക്കാതെ നിൽക്കുന്നത് കാണുന്ന ശാലിനി പൃഥ്വിയോട് മന്ത്രവാദിയായ ജ്വാലിക്കും നമുക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ എങ്ങനെ വരദാൻ അറിയാൻ കഴിയും? 1 മാസം മുമ്പുള്ള വരദാനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നത് കേട്ട് പൃഥ്വി നിൽക്കുമ്പോൾ മദൻ പൃഥ്വിയോട് എന്റെ കയ്യിലുള്ള ഭസ്മം വരദാന്റെ ശരീരത്തിൽ വീണാൽ ആ ശരീരത്തിലുള്ള ആത്മാവ് പുറത്തു വരുമെന്നും ശേഷം ആത്മാവിനെ ഇല്ലാതാക്കുമെന്നും പറയുകയാണ്. അവിടെ 2 ഫംഗ്ഷനാണ് നടക്കുന്നത്. അക്ഷയുടെ മകൻ ഇൻഷാന്റെയും മേനകയുടെ വിവാഹവും വരദാന്റെയും കാളിന്തിയുടെയും പാർട്ടിയുമാണ് നടക്കുന്നത്. ഈ സമയം വിക്രമിന്റെ അടുത്ത് പോകുന്ന വരദാൻ വിക്രമിനോട് എന്തോ പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന വിക്രം സന്തോഷത്തോടെ നിൽക്കുന്നു. ശേഷം വരദാന്റെ അടുത്ത് മദൻ വരുന്നു. മദൻ വരദാനോട് നിങ്ങളുടെ രഹസ്യം ഇപ്പോൾ എല്ലാവരും അറിയുമെന്ന് പറഞ്ഞ് ബാഗിലിരിക്കുന്ന ഭസ്മം വരദാന്റെ മുഖത്തേക്ക് എറിയുകയാണ്. ഒരു മാറ്റവും കാണാത്തത് കൊണ്ട് കൺഫ്യൂസ്ഡ് ആകുന്ന മദൻ പിന്നെയും ഭസ്മം വാരി എറിയുകയാണ്. അത് കണ്ടുകൊണ്ട് അവിടെ ഓടി വരുന്ന അങ്കിത്ത് പൊടി എറിയുന്നത് എന്തിനാണ്? വിലങ്ങ് കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയം അവിടെ ഇൻസ്പെക്ടർ വരുന്നു. ദേഷ്യം വരുന്ന വരദാൻ പൃഥ്വിയോട് നിങ്ങൾ എല്ലാവരും എന്നെ ഇൻസൾട്ട് ചെയ്യുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അത് കേൾക്കുന്ന മദൻ വരദാനോട് ഇയാൾ എന്തോ മായാജാലം ചെയ്തതാണ്, വരദാൻ ബ്രഹ്മരാക്ഷസനാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മദൻ. ഈ സമയം മറുവശത്ത് വിക്രം കയ്യിലിരിക്കുന്ന പൊടി എടുത്ത് കളയുകയാണ്. വരദാൻ വിക്രമിന് 25,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് വിക്രം മദന്റെ ബാഗിലുള്ള പൊടി മാറ്റി വെക്കുകയായിരുന്നു. ശേഷം മദൻ വയലന്റ് ആവുന്നത് കാണുന്ന ഇൻസ്പെക്ടർ മദനോട് വരദാനെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു എന്നും ബാക്ക്ഗ്രൗണ്ട് ക്ലീൻ ആണെന്നും പറയുകയാണ്. എന്നിട്ട് മദനെയും കൊണ്ട് അവർ അവിടെ നിന്നും പോകുന്നു. തുടർന്ന് ഇഷാന്റെ വിവാഹമാണ്. അവിടെ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഈ സമയം പ്ലാൻ ഫ്ലോപ്പ് ആയതുകൊണ്ട് വിഷമിച്ച് നിൽക്കുന്ന അങ്കിത്തിന്റെ അടുത്ത് പെൺവേഷത്തിൽ മദൻ വരികയാണ്. എന്നിട്ട് അങ്കിത്തിനോട് മദൻ വരദാനെ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവരാൻ പറയുകയാണ്. അത് കേൾക്കുന്ന അങ്കിത്ത് വരദാനെ ഡ്രിങ്ക്സ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് ഫോൺ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് അങ്കിത്ത് അവിടെ നിന്ന് പോകുന്ന സമയം അവിടേക്ക് മദൻ വരുന്നു. ചുവന്ന കളർ സാരി ഉടുത്ത് നിൽക്കുന്ന മദനെ കണ്ടിട്ട് വരദാൻ ഒരു മാറ്റവും കാണാത്തത് കാണുന്ന മദൻ വരദാനുമായി ഫൈറ്റ് ചെയ്യുകയാണ്. അവസാനം വരദാൻ മദനെ അടിച്ചിടുകയാണ്. ഫൈറ്റിനിടയിൽ ഗഹന കൊടുത്ത വരദാന്റെ മോതിരം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് രക്തം കാണുന്ന വരദാന്റെ കണ്ണിന്റെ നിറം മാറുകയാണ്. ആ സമയം അതെല്ലാം കണ്ടുകൊണ്ട് അവിടെ കല്യാണ പെണ്ണായ മേനക വരുന്നു. മേനകയുടെ മുമ്പിൽ വെച്ച് വരദാൻ ബ്രഹ്മരാക്ഷസനായി മാറുന്നു. ബ്രഹ്മരാക്ഷസൻ മേനകയെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയം അവിടെ കാളിന്തി വരുന്നു. അതെല്ലാം കണ്ട് പേടിക്കുന്ന കാളിന്തി അലറി വിളിച്ച് കരയുന്നത് കേട്ട് എല്ലാവരും അവിടേക്ക് വരികയാണ്. എല്ലാവരും ബ്രഹ്മരാക്ഷസനെ കണ്ട് പേടിച്ച് നിൽക്കുന്നത് കാണുന്ന ബ്രഹ്മരാക്ഷസൻ അലറി വിളിച്ചുകൊണ്ട് മേനകയെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഈ സമയം മദന്റെ അടുത്ത് പോകുന്ന കാളിന്തിയോട് ബ്രഹ്മരാക്ഷസൻ ഇപ്പോൾ ഒത്തിരി ശക്തിശാലിയായെന്നും എന്റെ മനസ്സിലുള്ള എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം നീയാണെന്നും പറഞ്ഞ് മദന്റെ ബോധം പോകുന്നു. അടുത്ത സീനിൽ ഗഹന ബ്രഹ്മരാക്ഷസനോട് ദേഷ്യം കൺട്രോൾ ചെയ്യണമെന്നും ഈ പെൺകുട്ടിയെ കൊന്നാൽ ഒരിക്കലും കാളിന്തി വിവാഹം കഴിക്കാൻ കഴിയില്ല എന്നും പറയുന്ന സമയം ബ്രഹ്മരാക്ഷസൻ
ബ്രഹ്മരാക്ഷസൻ വരദാനായി മാറുന്നു. ഇവർ സംസാരിക്കുന്നതെല്ലാം മേനക കേൾക്കുന്നുണ്ടായിരുന്നു. മറുവശത്ത് മദനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. എല്ലാവരും ബ്രഹ്മരാക്ഷസനെ നേരിട്ട് കണ്ടതിന്റെ ഷോക്കിൽ നിൽക്കുകയാണ്. ആ സമയം അവിടെ വരദാൻ വരുന്നു. വരദാൻ എല്ലാവരോടും സോറി പറയുകയാണ്. എന്നിട്ട് ആ പൂജാരിയുടെ കാര്യം ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന വിക്രം മദൻ ഇപ്പോൾ കോമയിലാണെന്നും ജീവിക്കാൻ സാധ്യത കുറവാണെന്നും പറയുകയാണ്. ശേഷം ഉമ്മയുടെ അടുത്ത് വരുന്ന വരദാൻ മേനകയെ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ വിവാഹമാണെന്നും എങ്ങനെയെങ്കിലും നമുക്ക് എല്ലാവർക്കും കൂടി മേനകയെ കണ്ടുപിടിക്കാൻ കാട്ടിലേക്ക് പോകണമെന്നും പറയുകയാണ്. അടുത്ത സീനിൽ ആൽമരത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന മേനകയുടെ അടുത്ത് പോകുന്ന വരദാൻ മേനകയുടെ ഓർമ്മ മാച്ച് കളയുകയാണ്. ഈ സമയം കാട്ടിന്റെ അകത്ത് വരുന്ന എല്ലാവരും മേനകയെ അന്വേഷിച്ച് ഓരോ ഭാഗത്തായി പോവുകയാണ്. കുറെ നേരത്തെ തെരച്ചിലിനൊടുവിൽ മേനകയെ ഇഷാൻ കാണുന്നു. ഇഷാൻ മേനകയെ കണ്ടു എന്ന് അലറി വിളിച്ച് പറയുന്നത് കേട്ട് അവിടേക്ക് എല്ലാവരും വരുന്നു. പാതി മയക്കത്തിലുള്ള മേനകയെ എല്ലാവരും കൂടി അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. അടുത്ത സീനിൽ മദൻ കിടക്കുന്ന ഹോസ്പിറ്റലിൽ ആരും കാണാതെ വരദാൻ പോവുകയാണ്. വരദാന്റെ കാറിൽ ഒളിച്ചിരുന്ന് വന്ന അങ്കിത്തും ആ ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് പോവുകയാണ്. അങ്കിത്തിനും കാളിന്തിക്കും മദൻ പറയുന്നത് വിശ്വാസമാണ്. ഹോസ്പിറ്റലിന്റെ അകത്ത് കയറുന്ന വരദാൻ ഡോക്ടറുടെ വേഷത്തിൽ മദൻ കിടക്കുന്ന റൂമിൽ പോകുമ്പോൾ അവിടെ ആരെയും കാണാത്തത് കൊണ്ട് ദേഷ്യത്തോടെ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് വരദാൻ. വരദാൻ പോകുന്നത് മറിഞ്ഞു നിന്ന് അങ്കിത്തും കാണുന്നുണ്ട്. അങ്കിത്തിനോട് മദൻ വരദാൻ ബ്രഹ്മരാക്ഷസനാണെന്നും അയാളെ കൊല്ലാൻ ഉമ്മയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നും ഉമ്മ കാളിദേവിയുടെ ശക്തിയുള്ള കാളിദേവിയുടെ മകളാണെന്നും ഉമ്മയുടെ ഉള്ളിലുള്ള ശക്തി ഉമ്മയ്ക്ക് അറിയില്ല എന്നും വരദാനെ കൊല്ലാനുള്ള ആയുധം കാളിദേവിയുടെ വാളാണെന്നും ആ വാൾ 16 വർഷം മുമ്പ് കാളിദേവി ക്ഷേത്രം ഇടിഞ്ഞു വീണപ്പോൾ ആ വാളും മണ്ണിന്റെ അടിയിലായി പോയി എന്നും ആ വാൾ ഇന്ന് തന്നെ എടുക്കണമെന്നും ഈ വിവാഹം നടക്കരുതെന്നും പറയുകയാണ് മദൻ. അടുത്ത സീനിൽ ഗഹന കുറെ ആഭരണങ്ങളും ഡ്രസ്സുകളും ഗിഫ്റ്റുകളും കൊണ്ടുവരികയാണ്. അതെല്ലാം കണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് പൃഥ്വിയും ശാലിനിയും. ശേഷം ഉറങ്ങിക്കിടക്കുന്ന കാളിന്തിയെ വിളിച്ചുണർത്തി എല്ലാവരും കേക്ക് കട്ട് ചെയ്യുകയാണ്. ഈ സമയം 16 വർഷം മുമ്പ് ക്ഷേത്രം ഇടിഞ്ഞു വീണ സ്ഥലം അങ്കിത്ത് കുഴിക്കുകയാണ്. അങ്കിത്ത് കുഴിച്ച് ക്ഷേത്രത്തിന്റെ അകത്ത് എത്തുമ്പോൾ ആ കാര്യം രാഘവന് അറിയാൻ കഴിയുന്നു. അവസാനം അങ്കിത്തിന്റെ കയ്യിൽ ആ വാള് കിട്ടുന്നു. മറുവശത്ത് ഗഹന വരദാനെ ഒരുക്കുകയാണ്. അടുത്ത സീനിൽ വിവാഹത്തിന് വേണ്ടി പൃഥ്വിയും ശാലിനിയും കാളിന്തിയും കൊണ്ടുപോകുന്ന വഴി കാർ കംപ്ലൈന്റ് ആയി എന്ന് പറഞ്ഞ് പൃഥ്വിയും ശാലിനിയും കാറിന്റെ പുറത്ത് ഇറങ്ങുന്നു. എന്നിട്ട് കാറിന്റെ പുറകിൽ പോയി കാറിനെ തള്ളി നീക്കുകയാണ്. അവസാനം കാർ മുന്നോട്ട് പോകുന്നത് നോക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ് അവർ രണ്ടുപേരും. ഈ സമയം ഡ്രൈവർ കാറിന്റെ പുറത്തേക്ക് ചാടുകയാണ്. അത് കാണുന്ന കാളിന്തി ഡ്രൈവറിന്റെ സീറ്റിൽ വന്നിരിക്കുകയും ഹെൽപ്പിന് വേണ്ടി അലറി വിളിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം വാളുമായി ആ വഴി പോകുന്ന അങ്കിത്ത് കാണുന്നു. അങ്കിത്ത് കാളിന്തിയുടെ കാറിന് പുറകെ പോവുകയാണ്. അടുത്ത സീനിൽ ഗഹന ശാലിനിയെയും പൃഥ്വിനെയും കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് അവരോട് ഗഹന 16 വർഷം മുമ്പ് നടന്ന സംഭവത്തെ കുറിച്ച് പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന അവർ രണ്ടുപേരും ഞെട്ടി നിൽക്കുകയാണ്. അവർക്ക് ഇപ്പോൾ വരദാനാണ് ബ്രഹ്മരാക്ഷസനെന്ന് അറിയാം. അവർ രണ്ടുപേരും പേടിച്ചിരിക്കുന്നത് കാണുന്ന ഗഹന അവരോട് ഉമ്മയുടെ അച്ഛന്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ഈ വിവാഹം ഇന്ന് തന്നെ നടത്തണമെന്നും ഇല്ലെങ്കിൽ അവർ രണ്ടുപേരെയും കൊല്ലുമെന്നും പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന ശാലിനി ഉമ്മ കൊക്കയിൽ വീണ് മരിച്ചു കാണും, പിന്നെ എങ്ങനെ വിവാഹം നടത്തുമെന്ന് പറയുന്നത് കേൾക്കുന്ന ഗഹന അട്ടഹസിച്ച് ചിരിക്കുകയാണ്. അടുത്ത സീനിൽ കൊക്കയിൽ വീഴുന്ന കാറിൽ നിന്ന് തെറിച്ചു പോകുന്ന കാളിന്തി ഒരു മരക്കൊമ്പിൽ പിടിച്ച് തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന അങ്കിത്ത് കാളിന്തിയെ രക്ഷപ്പെടുത്തുന്നു. അവർ തമ്മിൽ പരസ്പരം പ്രണയത്തോടെ നോക്കി നിൽക്കുന്ന സമയം ബ്രഹ്മരാക്ഷസൻ അങ്കിത്തിനെ തള്ളി മാറ്റിയിട്ട് അലറി വിളിക്കുകയാണ്. അതെല്ലാം കണ്ട് പേടിച്ച് നിൽക്കുന്ന കാളിന്തിയുടെ ബോധം പോകുമ്പോൾ ബ്രഹ്മരാക്ഷസൻ കാളിന്തിയെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് ബ്രഹ്മരാക്ഷസൻ കാളിന്തിയെ കൊണ്ട് ഗഹന ഒരുക്കി വിവാഹ മണ്ഡപത്തിലേക്ക് വരുന്നു. ഗഹന ബ്രഹ്മരാക്ഷസനോട് വർഷങ്ങളായി കാത്തിരിക്കുന്ന ദിവസമാണ് ഇന്ന്, ആർക്കും ഇന്ന് ഇത് തടയാൻ കഴിയില്ല എന്ന് പറയുകയാണ്. അവിടെ നടക്കുന്നതെല്ലാം കണ്ട് പൃഥ്വിയും ശാലിനിയും പേടിച്ചു നിൽക്കുകയാണ്. ശേഷം രാക്ഷസൻ വരദാനായി മാറി മണ്ഡപത്തിൽ ഇരിക്കുകയാണ്. കാളിന്തി ബോധമില്ലാതെയാണ് ഇരിക്കുന്നത്. തുടർന്ന് ഗഹന മന്ത്രം പറയുകയാണ്. ഈ സമയം അങ്കിത്തിന് ബോധം വരുന്നു. അങ്കിത്ത് അവിടെ നിന്നും പോവുകയാണ്. ശേഷം ഗഹന കാളിന്തിയുടെ ഭാഗത്തു നിന്നും ചടങ്ങുകൾ ചെയ്യാൻ വേണ്ടി പൃഥ്വിയുടെയും ശാലിനിയുടെയും കെട്ടഴിച്ചു വിടുകയാണ്. അവർ രണ്ടുപേരും പേടിച്ചാണ് ചടങ്ങുകളെല്ലാം ചെയ്യുന്നത്. ചടങ്ങുകൾ ചെയ്ത ശേഷം അവർ രണ്ടുപേരെയും ഗഹന കെട്ടിയിടുകയാണ്. ആ സമയം അവിടെ അങ്കിത്ത് വരുന്നു. അങ്കിത്ത് ഒരു കുട നിറയെ പാല് കൊണ്ടുവന്ന് കാളിന്തിയുടെ തലയിൽ ഒഴിക്കുകയാണ്. കാളിന്തി അബോധാവസ്ഥയിലാണ് അവിടെ നിന്നിരുന്നത്. പാല് തലയിൽ വീഴുമ്പോൾ കാളിന്തിക്കും ചുറ്റും നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ മനസ്സിലാക്കുന്ന കാളിന്തി ഈ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞ് വയലന്റ് ആവുകയും കാളിന്തി അങ്കിത്തും കൂടി പൃഥ്വിനെയും ശാലിനിയെയും രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതെല്ലാം കാണുന്ന വരദാൻ ബ്രഹ്മരാക്ഷസനായി മാറുകയാണ്. ബ്രഹ്മരാക്ഷസൻ അലർ വിളിക്കുന്നത് കണ്ട് എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. ഉമ്മ പേടിച്ചു നിൽക്കുന്നത് കാണുന്ന അങ്കിത് ഉമ്മയോട് രാക്ഷസൻ നിന്നെ കൊല്ലില്ല എന്നും നിനക്ക് മാത്രമേ രാക്ഷസനെ കൊല്ലാൻ കഴിയുകയുള്ളൂ എന്നും പറഞ്ഞ് അങ്കിത് കയ്യിലിരിക്കുന്ന വാളെടുത്ത് കാളിന്തിയുടെ കയ്യിൽ കൊടുക്കുന്നു. ഈ സമയം ഗുരുവമ്മയും രാഘവും കാളിദേവിക്ക് പൂജ ചെയ്യുകയാണ്. എന്തിനെന്ന് വെച്ചാൽ കാളിന്തിക്ക് ബ്രഹ്മരാക്ഷസനെ നേരിടാനുള്ള ശക്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. തുടർന്ന് കാളിന്തി ബ്രഹ്മരാക്ഷസനെ കൊല്ലുകയാണ്. ഇതിനിടയിൽ വന്ന ഗഹനയെയും കാളിന്തി കൊല്ലുന്നു. ശേഷം എല്ലാവരും അവിടെ നിന്നും പോവുകയാണ്. ശാലിനി ഉമ്മയോട് ബ്രഹ്മരാക്ഷസനിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് താങ്ക്സ് പറയുകയാണ്. അടുത്ത സീനിൽ മദനെ കാണാൻ വരുന്ന ഉമ്മയോട് മദൻ പറഞ്ഞതുപോലെ അങ്കിത്ത് എല്ലാം ചെയ്തത് കൊണ്ടാണ് ഉമ്മയ്ക്ക് ബ്രഹ്മരാക്ഷസനെ കൊല്ലാൻ കഴിഞ്ഞതെന്ന് പറയുകയാണ്. ഈ സമയം കാളിന്തിക്ക് അങ്കിത്തിനെ ഇഷ്ടമായി തുടങ്ങുകയാണ്. മറുവശത്ത് വരദാന്റെ ഡെഡ് ബോഡി കാണാൻ വരുന്ന ഇൻസ്പെക്ടർ വരദാന്റെ ഡെഡ് ബോഡി കിട്ടിയ കാര്യം ബന്ധുക്കളെ വിളിച്ചറിയിക്കാൻ കോൺസ്റ്റബിളിനോട് പറയുകയാണ്. എന്നിട്ട് ഗഹനയുടെ ഡെഡ് ബോഡി അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ ഗഹനയുടെ ഡെഡ് ബോഡി
അവിടെ ഇല്ല എന്ന് ഇൻസ്പെക്ടറിന് മനസ്സിലാവുകയാണ്. ഈ സമയം ബ്രഹ്മരാക്ഷസൻ ഗഹനയുടെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് അലറി വിളിക്കുകയാണ് ബ്രഹ്മരാക്ഷസൻ. തുടർന്ന് ബ്രഹ്മരാക്ഷസൻ ഗഹന പറഞ്ഞ കാര്യം ഓർമ്മിക്കുകയാണ്. ഗഹന ബ്രഹ്മരാക്ഷസന്റെ ഹൃദയത്തിൽ കൈവച്ചിട്ട് എന്റെ ജീവൻ പോയാലും എന്റെ ഹൃദയം നിന്റെ ഹൃദയത്തിൽ ചേർന്നിരിക്കും. അത് കാരണം ഒരിക്കലും നിന്നെ ആർക്കും കൊല്ലാൻ കഴിയില്ല. ഞാൻ മരിച്ചാലും എന്റെ ഹൃദയം നിന്റെ ഹൃദയത്തിൽ ചേർന്നിരിക്കും. നിന്റെ ശരീരത്തിലുള്ള നമ്മൾ രണ്ടുപേരുടെയും ഹൃദയത്തെ വേർപിരിച്ചാൽ മാത്രമേ നിന്നെ കൊല്ലാൻ കഴിയുകയുള്ളൂ. അതുവരെ നിനക്ക് ഒന്നും സംഭവിക്കില്ല. ഇതെല്ലാം ഓർമ്മ വരുന്ന ബ്രഹ്മരാക്ഷസൻ അലറി വിളിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് ഗഹന ജീവനോടെ ഇല്ല എന്ന് മനസ്സിലാക്കാം. അടുത്ത സീനിൽ 2 മാസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. അവിടെ അങ്കിത്തിന്റെയും പരീതിയുടെയും മഞ്ഞൾ കല്യാണം നടക്കുകയാണ്. അവിടെ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. പക്ഷേ കാളിന്തി വിഷമിച്ച് നിൽക്കുകയാണ്. അവിടെ നിൽക്കുന്ന കാളിന്തി കുറച്ചു ദിവസം മുമ്പ് നടന്ന സംഭവം ഓർമ്മിക്കുകയാണ്. അങ്കിത്തുമായുള്ള വിവാഹം നടക്കില്ല എന്ന് മനസ്സിലാക്കുന്ന പരീതി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് എല്ലാവരെയും ഭീഷണിപ്പെടുത്തുകയാണ്. അത് കണ്ട് എല്ലാവരും വിഷമിച്ച് നിൽക്കുന്നു. ദേഷ്യം വരുന്ന വിക്രം പരീതിയെ താഴെ ഇറക്കി വഴക്ക് പറയുകയാണ്. പരീതി മരിക്കുമെന്ന് പറഞ്ഞ് പിന്നെയും ഭീഷണിപ്പെടുത്തുമ്പോൾ അവിടെ വരുന്ന കാളിന്തി പരീതിക്ക് അങ്കിത്തിന്റെയും പരീതിയുടെയും വിവാഹം നടക്കുമെന്ന് വാക്കു കൊടുക്കുകയാണ്. ഈ കാര്യം ചോദിച്ച് അങ്കിത്ത് ഉമയുടെ അടുത്ത് പോകുമ്പോൾ ഉമ അങ്കിത്തിനെ ഇഷ്ടമല്ല എന്നും ഒരിക്കലും അങ്കിത്തിനെ ഇഷ്ടപ്പെടാൻ കഴിയില്ല എന്നും ഉറപ്പിച്ച് പറയുന്നത് കേട്ട് ദേഷ്യം വരുന്ന അങ്കിത്ത് ഉമയുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം ഓർമ്മ വരുന്ന കാളിന്തി വിഷമത്തോടെ കരയുകയാണ്. അങ്കിത്തിനും വിഷമമുണ്ടെങ്കിലും പുറമെ ചിരിച്ചിരിക്കുകയാണ്. അടുത്ത സീനിൽ കോമയിൽ കിടക്കുന്ന മദന്റെ അടുത്ത് പോകുന്ന കാളിന്തി മദനോട് അങ്കിത്തിനെ മറക്കാൻ കഴിയില്ല എന്നും 2 ദിവസം കഴിഞ്ഞാൽ അങ്കിത്തിന്റെ വിവാഹമാണെന്നും അത് കാണാൻ എനിക്ക് കഴിയില്ല എന്നും അതുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് തന്നെ പോകുമെന്നും പറയുകയാണ്. ശേഷം കാളിന്തി രാത്രി ആരും കാണാതെ വീട്ടിൽ നിന്നും പുറത്തു പോകുന്നത് കാണുന്ന അങ്കിത്ത് ഉമയോട് എന്റെ വിവാഹം കാണാൻ കഴിയാത്തത് കൊണ്ടല്ലേ ഒളിച്ചോടുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയം ഇൻസ്പെക്ടർ ഉമയെ ഫോണിൽ വിളിക്കുകയാണ്. എന്നിട്ട് ബ്രഹ്മരാക്ഷസൻ മരിച്ചിട്ടില്ല എന്നും ജീവനോടെ ഉണ്ടെന്നും 2 പേരെ ബ്രഹ്മരാക്ഷസൻ കൊന്നു എന്നും ഈ കാര്യങ്ങളെല്ലാം പുറത്ത് ആരോടും പറഞ്ഞിട്ടില്ല എന്നും ഉമയുടെ അടുത്ത് ആര് വന്നാലും അവരെ സൂക്ഷിക്കണമെന്നും ബ്രഹ്മരാക്ഷസൻ ഏത് രൂപത്തിൽ വേണമെങ്കിലും വരാമെന്നും പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന ഉമ അങ്കിത്തിന്റെ കൂടെ തിരിച്ചു പോകുന്നു. ശേഷം അവർ 2 പേരും മദന്റെ അടുത്ത് പോവുകയാണ്. അപ്പോൾ ഡോക്ടർ മദൻ ഒരു കുഴപ്പവുമില്ല എന്നും ഡിസ്ചാർജ് ചെയ്തു എന്നും പറയുന്നത് കേട്ട് അങ്കിത്തും ഉമയും സന്തോഷത്തോടെ നിൽക്കുകയാണ്. എന്നിട്ട് അവർ മദനെ ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. മദനെ കാണുന്ന ശാലിനി ഇഷ്ടമില്ലാതെ നിൽക്കുകയാണ്. അത് മനസ്സിലാക്കുന്ന അങ്കിത്ത് ശാലിനിയെ ഓരോന്ന് പറഞ്ഞ് സോപ്പിട്ടെടുക്കുകയാണ്. കാളിന്തി ചിലർക്ക് ഉമയാണ്, അതുകൊണ്ടാണ് ചിലപ്പോൾ കാളിന്തി എന്നും ഉമയെന്നും പറയുന്നത്. ശേഷം മദൻ ഉമയോട് ബ്രഹ്മരാക്ഷസനെ വാളുകൊണ്ടൊന്നും കൊല്ലാൻ കഴിയില്ല എന്നും ബ്രഹ്മരാക്ഷസന്റെ ഹൃദയം 2ആയി വേർപിരിഞ്ഞാൽ മാത്രമേ ബ്രഹ്മരാക്ഷസൻ മരിക്കുകയുള്ളൂ എന്നും പറയുകയാണ്. ആ കാര്യം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ഉമ. ഈ സമയം ഇൻസ്പെക്ടർ മദൻ കോമയിൽ നിന്ന് കണ്ണു തുറന്നു എന്ന് അറിയുകയാണ്. മറുവശത്ത് കാളിന്തി പൃഥ്വിയോട് ബ്രഹ്മരാക്ഷസൻ ജീവനോടെ ഉണ്ടെന്ന് പറയുകയാണ്. അത് കേട്ട് പേടിച്ചു നിൽക്കുകയാണ് പൃഥ്വി. ഇപ്പോൾ അംബാലയിൽ നടക്കുന്ന കൊലപാതകങ്ങളെല്ലാം ബ്രഹ്മരാക്ഷസൻ ചെയ്തതാണെന്നും പറയുകയാണ്. ഈ കാര്യം ശാലിനിയോട് പറയാൻ വേണ്ടി റൂമിൽ പോകുന്ന പൃഥ്വി ബാലനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. ബാലൻ പൃഥ്വിയോട് ബ്രഹ്മരാക്ഷസൻ തിരിച്ചു വന്നു എന്നും ഗഹന മരിച്ചത് കൊണ്ട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ബ്രഹ്മരാക്ഷസൻ തീർച്ചയായും വരുമെന്നും പറയുകയാണ് ബാലൻ. ആ കാര്യം കേട്ട് പേടിച്ചു നിൽക്കുകയാണ് പൃഥ്വി. മറുവശത്ത് മരിച്ച ഗഹനയെ കല്യാണ പെണ്ണിനെ പോലെ ഒരുക്കി ഇരുത്തിയിരിക്കുകയാണ്. എന്നിട്ട് അടുത്ത് ഗഹനയെ നോക്കി വിഷമത്തോടെ ഇരിക്കുകയാണ് ബ്രഹ്മരാക്ഷസൻ. അടുത്ത സീനിൽ ഗുരുവമ്മയെ കാണാൻ പോകുന്ന ശാലിനിക്ക് ഗുരുവമ്മ തേങ്ങ കയ്യിൽ കൊടുത്തിട്ട് തേങ്ങ കറുത്തു പോവുകയാണെങ്കിൽ വീട്ടിൽ ബ്രഹ്മരാക്ഷസൻ ഉണ്ടെന്ന് ഉറപ്പിക്കാമെന്ന് പറയുകയാണ്. ആ കാര്യം കേട്ട് പേടിച്ചു നിൽക്കുകയാണ് ശാലിനി. ഈ സമയം അതിനെ വീൽ ചെയറിൽ ഇരുത്തി ഉമ കൊണ്ടുപോകുന്നത് കണ്ട് അങ്കിത്ത് നിൽക്കുമ്പോൾ അങ്കിത്തിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി റോബിൻ ഉമയും മദനും നല്ല ജോഡിയാണെന്ന് പറയുകയാണ്. ആ കാര്യം കേട്ട് ചെറിയ വിഷമത്തോടെ നിൽക്കുകയാണ് അങ്കിത്ത്. അടുത്ത സീനിൽ ഹോസ്പിറ്റലിൽ മദനെ അന്വേഷിച്ചു വരുന്ന ഇൻസ്പെക്ടറോട് മദൻ രാവിലെ ഡിസ്ചാർജ് ചെയ്ത് അവിടെ നിന്ന് പോയി എന്ന് പറയുകയാണ്. അത് കേട്ട് ഇൻസ്പെക്ടർ അവിടെ നിന്ന് പോകുമ്പോൾ ഹോസ്പിറ്റലിലുള്ളവർ കാണാതെ അവിടെയുള്ള ഒരു സിസ്റ്റർ ഇൻസ്പെക്ടറോട് മദൻ കോമയിൽ നിന്ന് എഴുന്നേറ്റത് ഇന്ന് അല്ല എന്നും ഇതിനു മുമ്പ് 2 ദിവസം മദൻ പുറത്തു പോകുന്നത് കണ്ടു എന്നും പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന ഇൻസ്പെക്ടറിന് മദന്റെ ശരീരത്തിലാണ് ബ്രഹ്മരാക്ഷസൻ ഉണ്ടെന്ന് ഡൗട്ട് തോന്നുകയാണ്. തുടർന്ന് സ്റ്റേഷനിൽ പോകുന്ന ഇൻസ്പെക്ടർ കൊലപാതകങ്ങൾ നടന്ന എല്ലാ സ്ഥലത്തെയും CCTVയും ഹോസ്പിറ്റലിലെ CCTVയും വേണമെന്ന് ഫോണിൽ കൂടി പറയുകയാണ്. ഈ സമയം മദന്റെ റൂമിൽ വരുന്ന അങ്കിത്ത് മദനെയും ഉമയും ചേർത്ത് ഓരോന്ന് പറയുകയാണ്. അങ്ങനെ കളിയാക്കി അങ്കിത്ത് പറയുന്നത് കേൾക്കുന്ന ഉമ അങ്കിത്തിനോട് എന്റെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാതെ സ്വന്തം വിവാഹ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറയുമ്പോൾ അങ്കിത്ത് അവിടെ നിന്നും പോകുന്നു. അങ്കിത്ത് പോകുന്നത് കാണുന്ന ഉമ മദനോട് അങ്കിത്ത് എങ്ങനെയെങ്കിലും എന്നെ മറക്കണമെന്നും അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നും പറയുകയാണ്. മറുവശത്ത് ശക്തിയോട് ദാമിനി അങ്കിത്തിന്റെയും പരീതിയുടെയും ജാതകം നോക്കണമെന്ന് പറയുകയാണ്. ആ കാര്യം കേട്ട് അവിടെ വരുന്ന അങ്കിത്ത് ജാതകം മദനെ കാണിക്കാൻ പറയുകയാണ്. അപ്പോൾ തന്നെ അവർ ജാതകം മദനെ കാണിക്കുകയാണ്. ജാതകം നോക്കുന്ന മദൻ അവർ 2 പേരുടെയും ജാതകവും നല്ല പൊരുത്തമുണ്ടെന്ന് പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വന്ന് നിൽക്കുകയാണ് അങ്കിത്ത് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നും ഒരു ഫ്രണ്ടിനെ പോലെ എന്നെയും ഉമയെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചു എന്നും പറയുന്നത് കേൾക്കുന്ന മദൻ ബ്രഹ്മരാക്ഷസനെ കൊല്ലാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതെന്നും വേറൊരു ബന്ധവും നമ്മുടെ ഇടയിൽ ഇല്ല എന്നും പറഞ്ഞ് മദൻ അവിടെ നിന്നും പോകുന്നത് കണ്ട് അങ്കിത്തിന് ചില ഡൗട്ടുകൾ തോന്നുകയാണ്. ശേഷം അങ്കിത്തിന്റെ അടുത്ത് വരുന്ന
നിൽക്കുന്ന പരീതി അങ്കിത്തിനോട് മുമ്പ് ഉമ്മയുടെ പുറകെ നടന്ന വരദൻ ബ്രഹ്മരാക്ഷസനാണെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ഉമ്മയുടെ പുറകെ നടക്കുകയാണ് മദൻ. എന്തായിരിക്കും മദന്റെ ഉദ്ദേശം? ഉമ്മയിൽ നിന്നും അയാൾക്ക് എന്ത് നേട്ടമാണ് ഉള്ളത് എന്നൊക്കെ പരീതി പറയുന്നത് കേൾക്കുന്ന അങ്കിത്തിന് എന്തോ മനസ്സിൽ തോന്നുകയാണ്. എനിക്ക് അങ്ങനെ എന്താണ് സംഭവിക്കുന്നതെന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അങ്കിത്ത് അവിടെ നിന്നും പോകുന്നു. പുറത്തു വരുന്ന അങ്കിത്ത് മദനും ഉമ്മയും കാറിൽ കയറുന്നത് കണ്ട് അങ്കിത്ത് വിഷമിച്ച് നിൽക്കുമ്പോൾ അവിടെ പരീതിയും വരുന്നു. പരീതി ഷോപ്പിങ്ങിന് പോകണമെന്ന് പറയുമ്പോൾ അങ്കിത്ത് പരീതിയും കൊണ്ട് അവരുടെ കൂടെ കാറിൽ കയറുന്നു. അങ്കിത്തിന് ഉമ്മയെയും മദനെയും ഒറ്റയ്ക്ക് വിടാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് അങ്കിത്ത് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. ശേഷം അവർ അവിടെ നിന്നും പോകുന്നു. അടുത്ത സീനിൽ ബിന്ദി ഡയറി എഴുതുകയാണ്. ഡയറിയിൽ ബിന്ദിക്ക് റോബിനോട് തോന്നിയ പ്രണയത്തെക്കുറിച്ചും റോബിനെ റോബിൻ അറിയാതെ ഫോളോ ചെയ്തതിനെ കുറിച്ചും റോബിൻ അറിയാതെ ഹെൽപ്പ് ചെയ്തതിനെ കുറിച്ചും അങ്ങനെയുള്ള എല്ലാ സന്തോഷ നിമിഷങ്ങളെ കുറിച്ചും ഡയറി എഴുതുകയാണ് ബിന്ദി. മറുവശത്ത് ഇൻസ്പെക്ടർ CCTV ചെക്ക് ചെയ്യുകയാണ്. അതിൽ ഒരാളുടെ ഫേസ് ക്ലിയർ അല്ലായിരുന്നു. അയാളുടെ ഫേസ് ക്ലിയർ ആക്കി തരണമെന്ന് ഇൻസ്പെക്ടർ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററോട് പറയുകയാണ്. അപ്പോൾ CCTVയിലുള്ള അയാൾ ബ്രഹ്മരാക്ഷസനായി മാറി അലറി വിളിക്കുകയാണ്. ശേഷം ഉമ്മ മദന്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറയുന്നത് കേൾക്കാതെ അങ്കിത് ഫസ്റ്റ് പരീതിയുടെ ഷോപ്പിംഗ് ചെയ്യണമെന്ന് പറഞ്ഞ് പോവുകയാണ്. ഈ സമയം ഗുരുവമ്മ കൊടുത്ത തേങ്ങ എവിടെ വെക്കുമെന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കുകയാണ് ശാലിനി. തുടർന്ന് ഷോപ്പിംഗ് മാളിൽ വരുന്ന അവർ മദനെ വീൽ ചെയറിൽ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് ഷോപ്പിങ്ങിന് പോകുന്നു. ഈ സമയം പരീതി അവിടെ കാണാത്തത് കൊണ്ട് അങ്കിത് പരീതിക്ക് പകരം ഉമ്മയ്ക്ക് ഡ്രസ്സും ഓർണമെന്റ്സും ട്രയൽ ചെയ്ത് നോക്കുകയാണ്. അവർ രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. പെട്ടെന്ന് പരീതിക്ക് വാക്ക് കൊടുത്തത് ഓർമ്മ വരുന്ന ഉമ്മ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം റെഡ് കളർ ഡ്രസ്സ് ഇട്ട ഒരു പെൺകുട്ടി ഷോപ്പിംഗ് ചെയ്തുകൊണ്ട് വിവാഹം കഴിക്കാൻ പോകുന്ന ആളിനോട് വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ട് വരികയാണ്. ആ പെൺകുട്ടിയെ കാണുന്ന മദൻ ആ പെൺകുട്ടിയുടെ പുറകെ പോവുകയാണ്. ഒരു പ്രത്യേക സൗണ്ട് കേട്ട് ഡൗട്ട് തോന്നുന്ന പെൺകുട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ ബ്രഹ്മരാക്ഷസനെ കാണുകയാണ്. ഇതെല്ലാം വീഡിയോ കോളിലൂടെ അയാളും കാണുന്നു. ശേഷം ആ പെൺകുട്ടി ഓടുമ്പോൾ പുറകെ ബ്രഹ്മരാക്ഷസനും പോവുകയാണ്. ഓടി ഓടി ആ പെൺകുട്ടി അങ്കിത്ത് ഉമ്മയും നിൽക്കുന്ന സ്ഥലത്ത് വരുന്നു. ആ പെൺകുട്ടി അവിടെ നിൽക്കുന്നവരോട് ഗ്രൗണ്ട് ഫ്ലോറിൽ വെച്ച് ബ്രഹ്മരാക്ഷസനെ കണ്ടു എന്നും ബ്രഹ്മരാക്ഷസന്റെ തലയിൽ ഒരു കമ്പി എടുത്ത് എറിഞ്ഞു എന്നും എന്നിട്ട് ഫോണിൽ റെക്കോർഡായ വീഡിയോയും എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അത് കണ്ട് എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. മദന്റെ കാര്യം ഓർമ്മ വരുന്ന അങ്കിത്തും ഉമ്മയും അവിടെ നിന്ന് ഓടി പോവുകയാണ്. മദന്റെ അടുത്ത് വരുന്ന അങ്കിത്ത് മദന്റെ തലയിലെ മുറിവ് കണ്ട് അങ്കിത്തിന് ഡൗട്ട് തോന്നുകയാണ്. അങ്കിത്ത് അവരോട് പോകാൻ പറഞ്ഞിട്ട് അങ്കിത്തും അവിടെ നിന്നും പോകുന്നു. ശേഷം മദനും ഉമ്മയും അവിടെ നിന്നും പോകുന്നു. അടുത്ത സീനിൽ ഹോസ്പിറ്റലിൽ പോകുന്ന അങ്കിത്ത് മദനെ കുറിച്ച് ഹോസ്പിറ്റലിൽ തിരക്കുമ്പോൾ ഡോക്ടർ എന്തോ മറച്ചു വെക്കുന്നതായി അങ്കിത്തിന് ഡൗട്ട് തോന്നുകയാണ്. ഈ സമയം മദന്റെ വീട്ടിൽ വരുന്ന ഉമ്മ മദൻ പറഞ്ഞ ഗ്രന്ഥം അന്വേഷിക്കുകയാണ്. ബ്രഹ്മരാക്ഷസനെ കൊല്ലാനുള്ള മാർഗം എങ്ങനെയാണെന്ന് മദന്റെ അച്ഛൻ ആ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് മദൻ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ അങ്കിത്ത് വരുന്നു. ഉമ്മ ഗ്രന്ഥം കിട്ടി പോകാമെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ ഇൻസ്പെക്ടർ ക്ലിയർ ആയ CCTV വീഡിയോ കാണുകയാണ്. അത് കാണുന്ന ഇൻസ്പെക്ടർ ഞെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് ഉമ്മയെ വിളിച്ച് സൂക്ഷിക്കണമെന്ന് പറയാൻ വേണ്ടി ഇൻസ്പെക്ടർ ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നത് അങ്കിത്താണ്. അപ്പോൾ അങ്കിത്തിനോട് ഒരു സ്ഥലത്തെ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ട് അവിടേക്ക് വരാൻ പറയുകയാണ് ഇൻസ്പെക്ടർ. ആ കാര്യം കേൾക്കുന്ന അങ്കിത്ത് അപ്പോൾ തന്നെ അവിടെ നിന്ന് പോകുന്നു. അങ്കിത്ത് കാറിൽ കയറി പോകുന്നത് അറിയുന്ന ഉമ്മയും പുറകെ പോവുകയാണ്. ശേഷം അങ്കിത്തിനെ കാത്തു നിൽക്കുന്ന ഇൻസ്പെക്ടറിന്റെ മുമ്പിൽ ബ്രഹ്മരാക്ഷസൻ വരുന്നു. ബ്രഹ്മരാക്ഷസൻ ഇൻസ്പെക്ടറെ കൊല്ലുകയാണ്. ആ സമയം അവിടെ അങ്കിത്തും വരുമ്പോൾ ഇൻസ്പെക്ടർ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ആ ഷോക്കിൽ അങ്കിത്ത് അവിടെ നിൽക്കുമ്പോൾ ഉമ്മയും അവിടെ വരുന്നു. ഉമ്മ അങ്കിത്തിനോട് അവിടെ വന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇൻസ്പെക്ടർ ഫോണിൽ കൂടി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉമ്മയോട് പറയുകയാണ് അങ്കിത്ത്. ആ സമയം അവിടെ പോലീസ് വരുന്നു. മറുവശത്ത് ഒരാൾ ഇൻസ്പെക്ടറുടെ കയ്യിലുണ്ടായിരുന്ന ഫയൽസും പെൻഡ്രൈവും CCTV വീഡിയോ ഉള്ള CD-യും എല്ലാം കത്തിക്കുകയാണ്. എന്നിട്ട് ബ്രഹ്മരാക്ഷസനായി മാറി അലറി വിളിക്കുകയാണ്. തുടർന്ന് മദന്റെ റൂമിൽ വരുന്ന അങ്കിത്ത് മദന്റെ റൂമിൽ ഇരിക്കുന്ന ഗ്രന്ഥം വായിച്ചു നോക്കിയിട്ട് അതിൽ കുറച്ച് പേജ് കീറി എടുക്കുകയാണ്. ശേഷം അങ്കിത്തിന്റെയും പരീതിയുടെയും സംഗീത പാർട്ടിയാണ് കാണിക്കുന്നത്. അവിടെ വരുന്ന ഗുരു അമ്മയോട് ശാലിനി തേങ്ങ കറുത്തുപോയ കാര്യം പറയുമ്പോൾ ഇവിടെയുള്ള ബ്രഹ്മരാക്ഷസനെ കൊല്ലാനുള്ള ആളും ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഗുരു അമ്മ കാളിന്തിയുടെ അടുത്ത് പോകുന്നു. എന്നിട്ട് കാളിന്തിയോട് നിന്റെ അച്ഛൻ എല്ലാവരെയും സഹായിക്കുമായിരുന്നു, അതുപോലെ നീയും എല്ലാവരുടെയും രക്ഷകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ കാളിന്തിയുടെ അടുത്ത് വരുന്ന ശാലിനി കാളിന്തിയോട് ആ വീട്ടിൽ ബ്രഹ്മരാക്ഷസൻ ഉണ്ട് എന്ന് ഗുരു അമ്മ പറഞ്ഞ കാര്യം പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കാളിന്തി. കാളിന്തി ഈ കാര്യം മദനോട് പറയുകയാണ്. മദൻ ഉമ്മയോട് ഒരാളുടെ ശരീരത്തിൽ ബ്രഹ്മരാക്ഷസൻ കയറണമെങ്കിൽ അയാൾ മരിച്ച ആളായിരിക്കണം. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞു. ആ മരിച്ച ആൾ ആരാണെന്ന് അറിയാൻ മദൻ ഗ്രന്ഥം എടുത്ത് നോക്കുമ്പോൾ അതിലെ കുറച്ച് പേജുകൾ കാണാനില്ല എന്ന് മദൻ പറയുന്നത് കേൾക്കുന്ന ഉമ്മയ്ക്ക് ഇതെല്ലാം ചെയ്തത് ആരാണെന്ന് അറിയാമെന്നും പറഞ്ഞ് ഉമ്മ അവിടെ നിന്നും പോവുകയാണ്. ആരായിരിക്കുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് മദൻ. അടുത്ത സീനിൽ കാട്ടിന്റെ അകത്ത് വരുന്ന അങ്കിത്ത് ബ്രഹ്മരാക്ഷസനെ കൊല്ലാൻ വേണ്ടി ഒരു ട്രാപ്പ് ഉണ്ടാക്കുകയാണ്. അവിടെ ഒരു പൂജാരി നിൽക്കുന്നുണ്ട്. അങ്കിത്ത് പൂജാരിയുടെ കയ്യിൽ ആ ഗ്രന്ഥത്തിൽ നിന്ന് കീറിയ പേപ്പർ കൊടുത്തിട്ട് അതിലുള്ള മന്ത്രം വായിക്കാൻ പറയുകയാണ്. എന്നിട്ട് ബ്രഹ്മരാക്ഷസൻ വരുന്നത് നോക്കി നിൽക്കുകയാണ് അങ്കിത്ത്. അടുത്ത സീനിൽ ബാലന്റെ അടുത്ത് ബ്രഹ്മരാക്ഷസൻ വരികയാണ്. ബ്രഹ്മരാക്ഷസനെ കണ്ട് പേടിച്ച് അലറി വിളിക്കുന്ന ബാലനെ ബ്രഹ്മരാക്ഷസൻ കയ്യിലെടുക്കുമ്പോൾ പൂജാരി പറയുന്ന മന്ത്രത്തിന്റെ എഫക്റ്റ് ബ്രഹ്മരാക്ഷസൻ ഫീൽ ചെയ്യുകയാണ്. ശേഷം ബ്രഹ്മരാക്ഷസൻ ബാലനെയും കൊണ്ട് കാട്ടിൽ വരികയാണ്. ബ്രഹ്മരാക്ഷസനെ കാണുന്ന അങ്കിത്ത് ഓരോന്നും പറഞ്ഞ് ബ്രഹ്മരാക്ഷസനെ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മരാക്ഷസന് കറണ്ട് അടിക്കുന്നു. ഇപ്പോൾ ബ്രഹ്മരാക്ഷസ് ഫ്രൈ ആവും എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുന്ന അങ്കിത്തിനെയും കറണ്ട്
ഹോറണ്ട് അടിക്കുകയാണ്. ഈ സമയം അവിടെ വരുന്ന ഉമ അങ്കിത്തിനെ രക്ഷപ്പെടുത്തുന്നു. എന്നിട്ട് ഇങ്ങനെയുള്ള അഡ്വഞ്ചർ പ്രോഗ്രാമിന് പോകുമ്പോൾ എന്നെയും കൂടി വിളിക്കണമെന്ന് പറയുകയാണ് ഉമ. എന്നിട്ട് ബാലനെയും കൊണ്ട് അവർ കാട്ടിൽ നിന്നും പോകുന്നു. അപ്പോൾ അവർ ബ്രഹ്മരാക്ഷസിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. ഈ സമയം പാർട്ടിയിൽ അങ്കിത്തിനെ കാണാത്തത് കൊണ്ട് എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ അവിടേക്ക് അങ്കിത്തും ഉമ്മയും ബാലനും വരുന്നു. ബാലന്റെ കാർ ആക്സിഡന്റ് ആയി എന്നും വഴിയിൽ വെച്ച് കണ്ടതാണെന്നും പറയുകയാണ് അങ്കിത്ത്. ശേഷം അവിടെ പാർട്ടിയിൽ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടെ ഡാൻസ് കളിക്കുകയാണ്. റോബിനും ബിന്ദിയും ഡാൻസ് കളിക്കുന്നു. ഈ സമയം അവിടെ വരുന്ന ബാലൻ കത്തി കാണിച്ച് എല്ലാവരോടും ബ്രഹ്മരാക്ഷസൻ എല്ലാവരെയും കൊല്ലുമെന്നും ഇവിടെയുള്ള ആരെയും ബ്രഹ്മരാക്ഷസൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞ് കത്തി കൊണ്ട് ബാലൻ സ്വന്തം കഴുത്ത് മുറിച്ച് മരിക്കുകയാണ്. അത് കണ്ട് എല്ലാവരും പേടിച്ചു നിൽക്കുന്നു. ശേഷം അവിടെ പോലീസ് വരുന്നു. ശേഷം രാക്ഷസന്റെ കാര്യങ്ങൾ കേട്ട് പേടിക്കുന്ന ദാമിനി അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ ദാമിനിയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തടയുകയാണ് ശക്തി. ഈ സമയം ബാലൻ മരിച്ചത് കൊണ്ട് പേടിച്ചു നിൽക്കുകയാണ് പൃഥ്വിയും ഫ്രണ്ട്സും. അപ്പോൾ അവിടെ വരുന്ന ശാലിനി കാളിന്തിക്ക് ബാലൻ മരിച്ചതിൽ ഡൗട്ട് ഉണ്ടെന്ന് അവരോട് പറയുകയാണ്. അടുത്ത സീനിൽ വിക്രമിന്റെ വൈഫ് മീന ബ്രഹ്മരാക്ഷസൻ അവിടെ നിന്നാൽ കൊല്ലുമെന്ന് വിചാരിച്ച് ശാലിനിയുടെ റൂമിൽ നിന്ന് ശാലിനിയുടെ എല്ലാ ഓർണമെന്റ്സും ഡ്രസ്സും എടുത്തുകൊണ്ട് ആരും കാണാതെ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുകയാണ്. ഈ സമയം മദനെ കാണാൻ വരുന്ന ഉമ മദനെ ഡൗട്ടോടെ നോക്കുന്നത് കാണുന്ന മദൻ ഉമയ്ക്ക് ബ്രഹ്മരാക്ഷസൻ ഞാനാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് കേൾക്കുന്ന ഉമ ചുറ്റുമുള്ളവരെ ആരെയും വിശ്വസിക്കാൻ തോന്നുന്നില്ല എന്നും ഈ കുടുംബത്തിനോട് ബ്രഹ്മരാക്ഷസൻ എന്തിനാണ് പ്രതികാരം ചെയ്യുന്നതെന്നും എന്നെ എന്തിനാണ് കൊല്ലാൻ ശ്രമിക്കുന്നതെന്നും ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയണമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന മദൻ ഉമയോട് മനസ്സ് എന്താണോ പറയുന്നത് അത് ചെയ്യാൻ പറയുകയാണ്. ആ കാര്യം കേട്ട് ആലോചിച്ച് നിൽക്കുകയാണ് ഉമ. ഈ സമയം പുറത്തു വരുന്ന മീന ആരും കാണാതെ പോകാൻ വേണ്ടി സിദ്ദിനെ ഫോണിൽ വിളിക്കുകയാണ്. അപ്പോൾ അവിടെ മീനയുടെ അടുത്ത് ബ്രഹ്മരാക്ഷസൻ വരുന്നു. ബ്രഹ്മരാക്ഷസൻ മീനയെ കൊല്ലുകയാണ്. മീന മരിച്ച കാര്യം ആരും അറിയുന്നില്ല. മീന മിസ്സിംഗ് ആണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ശേഷം പൃഥ്വി കുറച്ച് പേപ്പർ സൈൻ ചെയ്യാൻ വേണ്ടി കാളിന്തിയെ ഏൽപ്പിക്കുകയാണ്. ആ പേപ്പർ കാളിന്തി സൈൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ കാളിന്തിയുടെ മനസ്സ് പേപ്പർ വായിച്ചു നോക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ കാളിന്തി ആ പേപ്പർ എല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ അകത്ത് ബ്ലാങ്ക് പേപ്പേഴ്സ് കാണുന്ന കാളിന്തി ഈ കാര്യം പൃഥ്വിനോട് ചോദിക്കാൻ വേണ്ടി അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം മറുവശത്ത് കാളിന്തി കുട്ടിക്കാലത്ത് ഗിഫ്റ്റ് ഒളിച്ചു വെക്കാറുള്ള സ്ഥലത്ത് പോകുന്ന അങ്കിത്ത് 16 വർഷം മുമ്പ് കാളിന്തിക്ക് അങ്കിത്ത് കൊടുത്ത ഗിഫ്റ്റ് കാണുന്നു. അതുമല്ല അതിൽ കുറെ ലെറ്റേഴ്സും കാണുന്ന അങ്കിത്ത് ആ ലെറ്റർ എല്ലാം വായിച്ചു നോക്കുമ്പോൾ അങ്കിത്തിന് ഉമ്മയാണ് കാളിന്തി എന്ന് മനസ്സിലാവുകയാണ്. അത് മനസ്സിലാക്കുന്ന അങ്കിത്ത് സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഈ സമയം പൃഥ്വിയുടെ റൂമിൽ വരുന്ന കാളിന്തിക്ക് പൃഥ്വിന്റെ റൂമിൽ നിന്നും രാഘവന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുകയാണ്. അത് കാണുന്ന കാളിന്തി ആ സർട്ടിഫിക്കറ്റ് വായിച്ചു നോക്കുമ്പോൾ അതിൽ രാഘവനെ കാണാനില്ലാത്തത് കൊണ്ട് മരിച്ചതായി ഉറപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് കണ്ട് ഡൗട്ട് തോന്നി നിൽക്കുകയാണ് കാളിന്തി. അപ്പോൾ അവിടെ വരുന്ന അങ്കിത്ത് ഉമയെ കാളിന്തി എന്ന് വിളിക്കുന്നത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് കാളിന്തി. എന്നിട്ട് അങ്കിത്ത് കാളിന്തിയോട് 16 വർഷം മുമ്പ് ഞാൻ വിട്ടിട്ട് പോയ 5 വയസ്സുകാരി കാളിന്തിക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ച് അങ്കിത്ത് കാളിന്തിയോട് കുട്ടിക്കാലത്തെ കുറെ കാര്യങ്ങൾ പറയുകയാണ്. അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുന്ന കാളിന്തിയെ അങ്കിത്ത് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് കാളിന്തിയോട് ലണ്ടനിലെ വിശേഷങ്ങൾ ഒത്തിരി പറയാനുണ്ടെന്നും പറഞ്ഞ് അങ്കിത്ത് കാളിന്തിയെ കൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം വിക്രം ഫോണിൽ മീനയുടെ ഫോട്ടോ കാണിച്ച് അവിടെയുള്ള എല്ലാവരോടും മീനയെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്കിത്ത് കാളിന്തിയോട് 16 വർഷമായി ചുറ്റുമുള്ളവർ ചതിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന കാളിന്തി എന്ത് തെറ്റ് ചെയ്താലും എന്നോട് ചതി ചെയ്തതായാലും അവർ ഞങ്ങളെ വളർത്തിയവരാണ്. ഇത് എന്റെ കുടുംബമാണ്. ഈ കുടുംബത്തിന് ഒരു പ്രശ്നവും ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. ഈ വിവാഹം നടക്കണം എന്ന് ഉറപ്പിച്ച് കാളിന്തി പറയുന്നത് കേട്ട് ദേഷ്യം വരുന്ന അങ്കിത്ത് ചതിക്കുന്നവരുമായി കൂട്ടുനിൽക്കുന്ന നിന്നേക്കാൾ നല്ലത് പരിധിയാണെന്നും പറഞ്ഞ് അങ്കിത്ത് അവിടെ നിന്നും ദേഷ്യത്തോടെ പോവുകയാണ്. അങ്കിത്ത് പോകുന്നത് കണ്ട് വിഷമിച്ച് നിൽക്കുകയാണ് കാളിന്തി. തുടർന്ന് റൂമിൽ വരുന്ന ശാലിനി മീന ശാലിനിയുടെ എല്ലാ ഓർണമെന്റ്സും ഡ്രസ്സും മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുകയാണ്. അത് കേൾക്കുന്ന വിക്രം മീനയെ അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന് പൃഥ്വിയോട് പറയുകയാണ്. അത് കേട്ടിട്ടും പൃഥ്വി ഒരു കൂസലുമില്ലാതെ നിൽക്കുകയാണ്. ശേഷം പുറത്ത് വിഷമിച്ച് നിൽക്കുന്ന വിക്രമിനെ കാണുന്ന കാളിന്തി വിക്രമിനോട് മീനയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി കാളിന്തിയും വരാമെന്ന് പറയുകയാണ്. ആ കാര്യം കേട്ട് സന്തോഷം തോന്നുന്ന വിക്രം കാളിന്തിയോട് നീ നല്ലവളാണ്, പക്ഷേ നിന്റെ ചുറ്റുമുള്ളവർ നിന്നെ ചതിക്കുകയാണെന്നും പൃഥ്വി നിന്നോട് കാണിക്കുന്ന സ്നേഹം നാടകമാണെന്നും പൃഥ്വിനെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്നും പറയുകയാണ്. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കാളിന്തി. ശേഷം പൃഥ്വിന്റെയും ശാലിനിയുടെയും അടുത്ത് പോകുന്ന കാളിന്തി അവരോട് നിങ്ങൾ എന്നെ ചതിച്ചത് എന്തിനാണ്, ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിച്ച് വിഷമത്തോടെ നിൽക്കുകയാണ് കാളിന്തി. ആ സമയം കാളിന്തിയുടെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നു. ആ മെസ്സേജ് നോക്കുന്ന കാളിന്തി ഞെട്ടി നിൽക്കുകയാണ്. മദനെ ആരോ കെട്ടിയിട്ടിരിക്കുകയാണ്. ആ ഫോട്ടോ കാണുന്ന കാളിന്തി അപ്പോൾ തന്നെ അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം അങ്കിത്ത് ഒരുങ്ങുകയാണ്. റോബിനും ബിന്ദിയുമാണ് അങ്കിത്തിനെ റെഡിയാക്കുന്നത്. അപ്പോൾ അവിടെ വരുന്ന കാളിന്തി അങ്കിത്തിനോട് മദന്റെ കാര്യം പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് അങ്കിത്ത് കാളിന്തിയോട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ മാത്രം എന്നെ മതി, പക്ഷെ എന്നെ വിവാഹം കഴിക്കാൻ കഴിയില്ല. എന്നെ വിവാഹം കഴിക്കാൻ കഴിയാത്ത ആളിനെ ഹെൽപ്പ് ചെയ്യാൻ എനിക്കും കഴിയില്ല എന്ന് അങ്കിത്ത് പറയുന്നത് കേട്ട് ദേഷ്യം വരുന്ന കാളിന്തി അവിടെ നിന്നും പോവുകയാണ്. ഇതെല്ലാം മറഞ്ഞു നിന്ന് കാണുന്ന ശാലിനി സന്തോഷത്തോടെ നിൽക്കുകയാണ്. തുടർന്ന് ഫോണിൽ ലൊക്കേഷൻ നോക്കി കാട്ടിന്റെ അകത്ത് പോവുകയാണ് കാളിന്തി. അങ്ങനെ കാളിന്തി അവിടെയുള്ള ഒരു ഗുഹയ്ക്കകത്ത്
കയറുകയാണ്. ഗുഹയ്ക്കകത്ത് കയറുമ്പോൾ കാളിന്തിയുടെ ശരീരത്തിൽ മുഴുവൻ കുങ്കുമം വീഴുകയാണ്. ഇതെല്ലാം പൃഥ്വിയുടെയും ശാലിനിയുടെയും പ്ലാൻ ആയിരുന്നു. കാളിന്തി എല്ലാം മനസ്സിലാക്കി എന്ന് അറിയുന്ന പൃഥ്വി മദനെ തട്ടിക്കൊണ്ടുപോയി മദൻ വഴി കാളിന്തിയെ കാട്ടിന്റെ അകത്ത് വരുത്തുകയും കാളിന്തിയുടെ ശരീരത്തിൽ കുങ്കുമം ആക്കുകയും ചുവപ്പ് നിറം കണ്ടു വരുന്ന ബ്രഹ്മരാക്ഷസൻ കാളിന്തിയെ കൊല്ലുമെന്നും ഇതാണ് അവരുടെ പ്ലാൻ. അവർക്ക് കാളിന്തിയെ എങ്ങനെയെങ്കിലും കൊല്ലണമായിരുന്നു. കാളിന്തി മരിച്ചാൽ സ്വത്തെല്ലാം സ്വന്തമാക്കാം. ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടി കാളിന്തിയെ ബ്രഹ്മരാക്ഷസൻ കൊല്ലാൻ വേണ്ടി കാളിന്തി കാട്ടിലേക്ക് പോകാൻ മദനെ കരുവാക്കുകയായിരുന്നു അവർ. ശേഷം വിവാഹ മണ്ഡപമാണ് കാണിക്കുന്നത്. അവിടെ അങ്കിത്തും പരീതിയും ഇരിക്കുകയാണ്. ചടങ്ങ് തുടങ്ങാമെന്ന് പൂജാരി പറയുന്ന സമയം അവിടെ വരുന്ന ദാമിനി ഈ വിവാഹം നടക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. ആ കാര്യം കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ദാമിനിയുടെ അടുത്ത് വരുന്ന ശക്തി എന്താണ് പ്രോബ്ലം എന്ന് ചോദിക്കുന്നത് കേൾക്കുന്ന ദാമിനി പൃഥ്വിനും ശാലിനിക്കും ഫോണിൽ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ പരീതി സിദ്ധു ഒരുമിച്ചുള്ള വീഡിയോ ആയിരുന്നു. അത് കണ്ട് എല്ലാവരും ഷോക്കിൽ നിൽക്കുകയാണ്. ആ വീഡിയോ ദാമിനി അങ്കിത്തിനും പരീതിക്കും കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ട് ദേഷ്യം വരുന്ന അങ്കിത്ത് അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ദാമിനി ഈ വിവാഹം ഒരിക്കലും നടക്കില്ല എന്ന് പറയുകയാണ്. ദാമിനി പറയുന്നത് കേട്ട് സന്തോഷം തോന്നുന്ന അങ്കിത്ത് താങ്ക് യു അമ്മ എന്ന് പറഞ്ഞ് ദാമിനിയെ കെട്ടിപ്പിടിക്കുകയാണ്. എങ്ങനെയായാലും വിവാഹം മുടങ്ങിയതിന്റെ സന്തോഷത്തിലാണ് അങ്കിത്ത്. എന്നിട്ട് അങ്കിത്ത് അവിടെ നിന്ന് പോകുന്നു. അതെല്ലാം കണ്ട് ദേഷ്യം വരുന്ന ശാലിനി പരീതിയുടെ അടുത്ത് പോയിട്ട് ഞങ്ങളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാണം കെടുത്തിയില്ലേ എന്ന് പറഞ്ഞ് പരീതിയെ അടിക്കുകയാണ്. ഈ സമയം റോബിൻ കാളിന്തി ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്കിത്ത് അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ കാളിന്തി മദനെ കാണുകയാണ്. മദൻ കാളിന്തിയോട് അവിടെ നിന്ന് പോകാൻ പറയുന്ന സമയം മദന്റെ ബോധം പോവുകയാണ്. മദന്റെ ബോധം പോകുന്നത് കാണുന്ന കാളിന്തി വെള്ളമെടുക്കാൻ അവിടെ നിന്നും പോവുകയാണ്. പോകുന്ന വഴി കാളിന്തിയുടെ മുമ്പിൽ ബ്രഹ്മരാക്ഷസൻ വരുന്നു. ബ്രഹ്മരാക്ഷസനെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ് കാളിന്തി. ആ സമയം അവിടെ വരുന്ന അങ്കിത്ത് കാളിദേവിയുടെ വാള് കാളിന്തിക്ക് കൊടുത്തിട്ട് ബ്രഹ്മരാക്ഷസനെ കൊല്ലാൻ പറയുകയാണ്. അത് കേൾക്കുന്ന കാളിന്തി ബ്രഹ്മരാക്ഷസനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ക്ഷേത്രത്തിന്റെ മണിമുഴക്കം കേൾക്കുന്ന ബ്രഹ്മരാക്ഷസൻ അവിടെ നിന്നും പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ അവിടെ വരുന്ന മദൻ നടന്നു വരുന്നത് കാണുന്ന അങ്കിത്തും കാളിന്തിയും ഡൗട്ടോടെ ഞെട്ടലോടെയും നിൽക്കുകയാണ്. കാളിന്തി മദനോട് ആരാണ് തട്ടിക്കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ പൃഥ്വിയാണ് മദനെ ബോധം കെടുത്തി അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയതെന്നും കാളിന്തി വെള്ളമെടുക്കാൻ പോയ സമയം ബ്രഹ്മരാക്ഷസന്റെ സൗണ്ട് കേട്ടപ്പോൾ എങ്ങനെയെങ്കിലും എഴിക്കണമെന്നുള്ള ആവേശത്തിൽ എഴിച്ചു നടന്നതാണെന്നും കാളിദേവി ക്ഷേത്രത്തിലെ ബെല്ലടിച്ചത് മദനാണെന്നും പറയുകയാണ്. മദൻ പറയുന്നതൊന്നും വിശ്വസിക്കാതെ മദനാണ് ബ്രഹ്മരാക്ഷസൻ എന്നും പറഞ്ഞു നിൽക്കുകയാണ് അങ്കിത്ത്. അത് കാണുന്ന കാളിന്തി അങ്കിത്തിനോട് ഈ സമയം മണ്ഡപത്തിൽ ഇരിക്കേണ്ട അങ്കിത്ത് ഇവിടെ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ അങ്കിത്ത് മണ്ഡപത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. എന്നിട്ട് അവർ 3 പേര് തിരിച്ച് മണ്ഡപത്തിൽ വരുമ്പോൾ എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. വിവാഹം മുടങ്ങിയ വിഷമം താങ്ങാനാവാതെ പൃഥ്വിന് ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് ശാലിനി പറയുന്ന സമയം അവിടെ പൃഥ്വിനെ കൊണ്ടുവരുന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴി പൃഥ്വി ശക്തിയോട് ഉമ കാളിന്തിയാണെന്നും രാഘവ് സാറിന്റെ അവസാന ആഗ്രഹം നടക്കണമെന്നും പറഞ്ഞ് അങ്കിത്തിന്റെയും കാളിന്തിയുടെയും കൈകൾ തമ്മിൽ ചേർത്ത് വയ്ക്കുകയാണ് പൃഥ്വി. ശേഷം അവരെല്ലാവരും പൃഥ്വിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അടുത്ത സീനിൽ പൃഥ്വി പറഞ്ഞത് വിശ്വസിക്കണമോ മദൻ പറഞ്ഞത് വിശ്വസിക്കണോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് അങ്കിത്തും കാളിന്തി. ഈ സമയം ഹോസ്പിറ്റലിൽ ബ്രഹ്മരാക്ഷസൻ വരുന്നു. മോർച്ചറിയിൽ വരുന്ന ഡോക്ടർ ഡെഡ് ബോഡി നോക്കുമ്പോൾ എല്ലാ ഡെഡ് ബോഡികളുടെയും ഹൃദയം കാണാനില്ല എന്ന് മനസ്സിലാക്കുന്ന ഡോക്ടർ പേടിച്ച് നിൽക്കുന്ന സമയം ഡോക്ടറുടെ മുമ്പിൽ ബ്രഹ്മരാക്ഷസൻ വരുന്നു. എന്നിട്ട് ബ്രഹ്മരാക്ഷസൻ ഡോക്ടറെ കൊല്ലുകയാണ്. ഈ സമയം പൃഥ്വിന് കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറയുന്ന സമയം പൃഥ്വി കണ്ണു തുറക്കുകയാണ്. കണ്ണു തുറക്കുന്ന പൃഥ്വി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ശാലിനി. ആ സമയം അവിടെ വരുന്ന കാളിന്തിയോട് പഴയ കാര്യങ്ങളൊന്നും പൃഥ്വിനെ ഓർമ്മിപ്പിക്കരുത് എന്ന് പറയുകയാണ് ശാലിനി. അപ്പോൾ പൃഥ്വി കാളിന്തിയോട് ഉടൻ തന്നെ അങ്കിത്തിന്റെയും കാളിന്തിയുടെയും വിവാഹം നടത്തണമെന്ന് പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കാളിന്തി. അടുത്ത സീനിൽ മദൻ ഉമ്മയോട് ഈ വിവാഹം നടന്നാൽ അങ്കിത്തിന്റെ ജീവൻ ആപത്തിലാകുമെന്നും ഈ വിവാഹത്തിന്റെ അന്ന് അങ്കിത്തിന്റെ ശരീരത്തിൽ ബ്രഹ്മരാക്ഷസൻ കയറുമെന്നും ഈ വിവാഹം ഇത്ര പെട്ടെന്ന് നടത്തണമെങ്കിൽ ഇതിൽ എന്തോ ഒരു ചതി ഉണ്ടെന്നും പറയുകയാണ്. ഈ സമയം മറുവശത്ത് ദാമിനി റോബിനും ബിന്ദിയുമായുള്ള വിവാഹം കൂടി ഉറപ്പിക്കുകയാണ്. റോബിനും ബിന്ദിയെ ഇഷ്ടമാണെന്ന് പറയുന്നത് കേൾക്കുന്ന ദാമിനി ബിന്ദിക്ക് നെക്ലസ് ഗിഫ്റ്റായി കൊടുക്കുകയാണ്. ശേഷം നമ്മുടെ വിവാഹം ഇപ്പോൾ തന്നെ നടത്തണമോ എന്ന് അങ്കിത്തിനോട് കാളിന്തി ചോദിക്കുമ്പോൾ അങ്കിത്ത് വേറെ ഒന്നിനെ കുറിച്ചും ആലോചിക്കേണ്ട എന്ന് പറയുകയാണ്. അടുത്ത സീനെ ഡിസ്ചാർജ് ചെയ്ത് വരുന്ന പൃഥ്വി പെട്ടെന്ന് വിവാഹം നടത്തണമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കുന്ന കാളിന്തിക്ക് ഡൗട്ട് തോന്നുകയാണ്. ആ കാര്യം കാളിന്തി മദനോട് പറയുകയും ചെയ്യുന്നു. ആ കാര്യം കേൾക്കുന്ന മദൻ അങ്കിത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ, ഉമയോട് മദനെ വിവാഹം കഴിക്കാൻ പറയുകയാണ്. ആ കാര്യം കേട്ട് ഞെട്ടി നിൽക്കുന്ന ഉമയോട് വിവാഹ സമയം ബ്രഹ്മരാക്ഷസൻ വന്നാൽ ബ്രഹ്മരാക്ഷസനെ കൊല്ലാനുള്ള വഴി എനിക്കറിയാമെന്നും വിവാഹം ഒരു നാടകമായി കരുതിയാൽ മതിയെന്നും പറയുകയാണ്. ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് കേൾക്കുന്ന പരീതി കാളിന്തിയെ സഹായിക്കാമെന്നും പറയുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും ഒരുപോലെ വിവാഹ ഡ്രസ്സ് ഇടുകയാണ്. എന്നിട്ട് കാളിന്തിക്ക് പകരം വിവാഹ മണ്ഡപത്തിൽ പരീതി അങ്കിത്തിന്റെ അടുത്ത് ഇരിക്കുകയാണ്. മറുവശത്ത് മദന്റെ അടുത്ത് കാളിന്തി ഇരിക്കുന്നു. തുടർന്ന് മദൻ മന്ത്രം പറയുകയാണ്. കുറെ നേരം മന്ത്രം പറഞ്ഞിട്ടും ബ്രഹ്മരാക്ഷസൻ വരാത്തത് കാണുന്ന മദൻ ചടങ്ങുകൾ തുടങ്ങുമ്പോൾ ബ്രഹ്മരാക്ഷസൻ വരുമെന്ന് പറയുകയാണ്. വിവാഹ ചടങ്ങുകൾ മദനുമായി ചെയ്യാൻ മടിച്ചു നിൽക്കുകയാണ് കാളിന്തി. പക്ഷേ മദൻ ഓരോന്നും പറഞ്ഞ് കാളിന്തിയെ സമ്മതിപ്പിക്കുകയാണ്.
പറയുകയാണ്. ഈ സമയം അങ്കിത്തിന്റെയും പരീതിയുടെയും വിവാഹ ചടങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പൂജാരി അങ്കിത്തിന്റെ കയ്യിൽ പരീതിയുടെയും കൈ വയ്ക്കാൻ പറയുമ്പോൾ പരീതിയുടെ കയ്യിലെ നെയിൻ പോളിഷ് കണ്ട് അങ്കിത്തിന് അടുത്തിരിക്കുന്നത് കാളിന്തി അല്ല എന്ന് മനസ്സിലാവുകയാണ്. ഇതേ സമയം മന്ത്രം കേൾക്കുന്ന വഴിയെ ബ്രഹ്മരാക്ഷസൻ കാട്ടിലൂടെ പോവുകയാണ്. തുടർന്ന് കാളിന്തി അല്ല എന്ന് മനസ്സിലാക്കുന്ന അങ്കിത്ത് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത് കാണുന്ന ദാമിനി ശക്തിയും അങ്കിത്തിനോട് എഴുന്നേറ്റത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അങ്കിത്ത് അവിടെ ഇരിക്കുന്നത് കാളിന്തി അല്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ദാമിനി കാളിന്തി അല്ലെങ്കിൽ പിന്നെ അവിടെ ഇരിക്കുന്നത് ആരാണെന്ന് ചോദിക്കുകയാണ്. ആ കാര്യം കേൾക്കുന്ന പരീതി ഷോളും മുഖത്ത് നിന്നും മാറ്റുകയാണ്. പരീതി അവിടെ കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ദേഷ്യം വരുന്ന ദാമിനി പരീതിയെ അടിക്കാൻ നോക്കുമ്പോൾ ശാലിനി അത് തടയുകയാണ്. എന്നിട്ട് പരീതിയോട് കാളിന്തിക്ക് പകരം നീ ഇവിടെ ഇരിക്കുന്നത് എന്തിനാണെന്നും കാളിന്തി എവിടെയെന്നും ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന പരീതി വളരെ വിഷമത്തോടെ കാളിന്തിയാണ് പരീതിയോട് കാളിന്തിക്ക് പകരം മണ്ഡപത്തിൽ ഇരിക്കാനും അങ്കിത്തിനെ വിവാഹം കഴിക്കാനും പറഞ്ഞതെന്നും ഈ സമയം കാളിന്തി മദനെ വിവാഹം കഴിക്കാൻ വേണ്ടി പോയതാണെന്നും പറയുകയാണ്. അത് കേട്ട് വിഷമവും ദേഷ്യവും തോന്നുന്ന അങ്കിത്ത് അവിടെ നിന്നും പോവുകയാണ്. അടുത്ത സീനിൽ ബ്രഹ്മരാക്ഷസൻ വരികയാണ്. ഈ സമയം വളരെ വിഷമത്തോടെ കാളിന്തി ചടങ്ങുകൾ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ അങ്കിത്ത് വരികയാണ്. അങ്കിത്തിനെ കാണുന്ന കാളിന്തി അങ്കിത്തിനോട് ഇവിടെ നിൽക്കരുതെന്നും ആപത്താണെന്നും പെട്ടെന്ന് അവിടെ നിന്ന് പോകാനും പറയുകയാണ്. അത് കേട്ട് ദേഷ്യത്തോടെ അങ്കിത്ത് നിൽക്കുന്നത് കാണുന്ന മദൻ അങ്കിത്തിനോട് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. ബ്രഹ്മരാക്ഷസൻ കാളിന്തിയുടെ വിവാഹം തടയാൻ വേണ്ടി ഇവിടെ വരും. ആ സമയം നോക്കി ബ്രഹ്മരാക്ഷസനെ കൊല്ലാൻ പ്ലാൻ ചെയ്തതായിരുന്നു. വിവാഹ നാടകമാണ് ഇവിടെ നടന്നതെന്നൊക്കെ മദൻ പറയുന്നത് കേൾക്കുന്ന അങ്കിത്ത് കാളിന്തിയെ തെറ്റിദ്ധരിച്ചതിന് കാളിന്തിയോട് സോറി പറയുകയാണ്. എന്നിട്ട് കാളിന്തിയോട് നീ എന്ത് ചെയ്താലും കൂടെ ഞാനും ഉണ്ടാവുമെന്ന് പറഞ്ഞ് കാളിന്തിയുടെ കൈ പിടിച്ചുകൊണ്ട് അങ്കിത്ത് മണ്ഡപത്തിലേക്ക് പോവുകയും വിവാഹ ചടങ്ങുകൾ ചെയ്തു തുടങ്ങുന്നു. ഈ സമയം അവിടെ വരുന്ന ബ്രഹ്മരാക്ഷസൻ മദനെ ഉപദ്രവിക്കുകയാണ്. അത് കണ്ട് പേടിച്ചു നിൽക്കുന്ന അങ്കിത്ത് മദന്റെ അടുത്തേക്ക് പോവുകയാണ്. ആ സമയം കാളിന്തി കാളിദേവിയുടെ വാളെടുത്ത് അവിടെ പില്ലറിൽ കെട്ടിയിരിക്കുന്ന കയറിൽ വെട്ടുമ്പോൾ ബ്രഹ്മരാക്ഷസന്റെ കാലിൽ അമ്പ് കുത്തുകയാണ്. അതിന്റെ വേദനയിൽ ബ്രഹ്മരാക്ഷസൻ അലറി വിളിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മരാക്ഷസനെ കൊല്ലാൻ വേണ്ടി വാളുമായി ബ്രഹ്മരാക്ഷസന്റെ അടുത്ത് വരുന്ന കാളിന്തി മുമ്പ് മദൻ പറഞ്ഞ കാര്യം ഓർമ്മിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിലെ നമുക്ക് അറിയാവുന്ന ആരുടെയോ ശരീരത്തിലാണ് ബ്രഹ്മരാക്ഷസൻ ഉള്ളതെന്ന് പറഞ്ഞത് ഓർമ്മ വരുന്ന കാളിന്തി ബ്രഹ്മരാക്ഷസനെ കൊന്നാൽ എനിക്ക് അറിയാവുന്ന ആരെയോ ആണ് ഞാൻ കൊല്ലുന്നതെന്ന് പറഞ്ഞ് വിഷമിച്ച് കാളിന്തി നിൽക്കുമ്പോൾ ബ്രഹ്മരാക്ഷസൻ കാളിന്തിയെ എടുത്തുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. അത് കാണുന്ന മദൻ ആ വാളെടുത്ത് ബ്രഹ്മരാക്ഷസനെ വെട്ടാൻ ശ്രമിക്കുന്നതിനിടയിൽ കത്തുന്ന മണ്ഡപത്തിലേക്ക് ബ്രഹ്മരാക്ഷസനും മദനും വീഴുകയാണ്. കാളിന്തിയെ അങ്കിത്ത് രക്ഷപ്പെടുത്തുന്നു. മദൻ മരിച്ചതിന്റെ വിഷമത്തിൽ അങ്കിത്തും കാളിന്തിയും നിൽക്കുമ്പോൾ ആ തീക്കകത്ത് നിന്നും ബ്രഹ്മരാക്ഷസൻ പുറത്തു വരികയാണ്. അത് കണ്ട് പേടിച്ചു നിൽക്കുകയാണ് കാളിന്തിയും അങ്കിത്തും. ശേഷം ബ്രഹ്മരാക്ഷസൻ അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ വിവാഹം മുടങ്ങിയതിൽ ദേഷ്യം വന്ന് നിൽക്കുകയാണ് ദാമിനി. ആ സമയം അവിടെ അങ്കിത്തും കാളിന്തിയും വരുന്നത് കാണുന്ന പൃഥ്വി ഒരു ഡ്രാമ ചെയ്യുകയാണ്. ശക്തിയോട് പൃഥ്വി അവരുടെ കുടുംബത്തിലെ പെൺകുട്ടികൾ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കുകയാണ്. അത് കാണുന്ന കാളിന്തി പൃഥ്വിയോട് സോറി പറയേണ്ട ആവശ്യമില്ല എന്ന് ഇത് എന്റെ വിധിയാണെന്നും പറഞ്ഞിട്ട് മദന് സംഭവിച്ച കാര്യങ്ങൾ പറയുകയാണ് കാളിന്തി. അത് കേട്ട് എല്ലാവരും വിഷമിച്ച് നിൽക്കുകയാണ്. ഈ സമയം ഒരു വാട്ടർ ടാങ്കർ കാണുന്ന ബ്രഹ്മരാക്ഷസൻ ഒരു മനുഷ്യനായി മാറുകയും ശരീരത്തിൽ വെള്ളമൊഴിച്ച് തീ അണയ്ക്കുകയുമാണ്. അയാളുടെ മുഖം കാണിക്കുന്നില്ല. അടുത്ത സീനിൽ കാളിന്തിയുടെ അടുത്ത് എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടി വരുന്ന ശാലിനിയുടെ പുറകെ വരുന്ന പൃഥ്വി പറയരുത് എന്ന് പറഞ്ഞ് പുറകെ നടന്ന് പറയുകയാണ്. ഇതെല്ലാം പൃഥ്വിന്റെയും ശാലിനിയുടെയും പ്ലാൻ ആണ്. കാളിന്തിയോട് വർഷങ്ങൾക്ക് മുമ്പ് കാളിദേവിയുടെ ആഭരണങ്ങളുമായി വിക്രം നാടുവിടാൻ ശ്രമിച്ചപ്പോൾ അത് തടയാൻ ശ്രമിച്ച രാഘവിനെ വിക്രം കൊല്ലുകയായിരുന്നു എന്ന് പറയുകയാണ്. അത് പറഞ്ഞ് പൃഥ്വിയും ശാലിനിയും കാളിന്തിയുടെ മുമ്പിൽ കരയുകയാണ്. അവരുടെ ഡ്രാമ കണ്ട് അവരെ വിശ്വസിച്ച് നിൽക്കുകയാണ് കാളിന്തി. അടുത്ത സീനിൽ റോബിനെ കാണാത്തത് കൊണ്ടും വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടും വിഷമിച്ച് നിൽക്കുകയാണ് ബിന്ദി. അപ്പോൾ റോബിന്റെ മെസ്സേജ് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ബിന്ദി. മറുവശത്ത് കാളിന്തിയെ ഒരു നിമിഷത്തേക്കാണെങ്കിലും തെറ്റിദ്ധരിച്ചു പോയതിലും മദൻ മരിച്ചതിലും വിഷമിച്ച് നിൽക്കുന്ന അങ്കിത്തിനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് റോബിൻ. അപ്പോൾ റോബിന്റെ കൈ പൊള്ളിയിരിക്കുന്നത് കാണുന്ന അങ്കിത്ത് എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പോൾ ബൈക്കിന്റെ സൈലൻസറിൽ കൈ തട്ടിയതാണെന്ന് പറയുകയാണ്. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിക്കണമെന്ന് അങ്കിത്ത് പറയുന്നത് കേൾക്കുന്ന റോബിൻ ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ കാളിന്തി ഫാമിലിയിലുള്ളവരുടെ ഫോട്ടോ ഒട്ടിച്ചിരിക്കുന്നത് നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അതിലാരായിരിക്കും ബ്രഹ്മരാക്ഷസൻ എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. തുടർന്ന് അതിൽ നിന്നും പൃഥ്വിന്റെയും ശാലിനിയുടെയും ബിന്ദിയുടെയും അങ്കിത്തിന്റെയും ഫോട്ടോ മാറ്റുകയാണ് കാളിന്തി. ഇവരൊന്നും ബ്രഹ്മരാക്ഷസനല്ല എന്ന് കാളിന്തിക്ക് ഉറപ്പുണ്ട്. ആ സമയം കാളിന്തിയുടെ ഫോണിൽ വിക്രം വിളിക്കുകയാണ്. വിക്രം കാളിന്തിയെ കാണണമെന്ന് പറയുകയാണ്. ശേഷം അങ്കിത്തിന്റെ അടുത്ത് പോകുന്ന കാളിന്തി അങ്കിത്തിനോട് പൃഥ്വിയും ശാലിനിയും പറഞ്ഞ കാര്യങ്ങളും വിക്രം ഫോണിൽ വിളിച്ച് കാണണമെന്ന് പറഞ്ഞ കാര്യവും പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന അങ്കിത്ത് കാളിന്തിയെ സഹായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. അങ്കിത്തിന് എന്താണ് സംഭവിച്ചതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് കാളിന്തി. ശേഷം വിക്രം പറഞ്ഞ സ്ഥലത്ത് കാളിന്തി വരികയാണ്. കുറെ നേരമായിട്ടും വിക്രം വരാത്തത് കാണുന്ന കാളിന്തി ഫോണിൽ വിളിച്ചു നോക്കുമെങ്കിലും വിക്രം ഫോൺ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കാളിന്തി. അപ്പോൾ അവിടേക്ക് അങ്കിത്ത് വരികയാണ്. എന്നിട്ട് അങ്കിത്ത് കാളിന്തിയുടെ മെസ്സേജ് കണ്ടിട്ടാണ് വന്നതെന്നും വിക്രം അങ്കിൾ എവിടെയെന്നും ചോദിക്കുകയാണ്. അപ്പോൾ അങ്കിത്തിനെ ശക്തി ഫോണിൽ വിളിച്ചിട്ട് ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടെന്നും പെട്ടെന്ന് കാളിന്തിയെ കൊണ്ട് വരാനും പറയുകയാണ്. ശേഷം അവർ രണ്ടുപേരും അവിടെ നിന്നും പോവുകയാണ്. അടുത്ത സീനിൽ
സീനിൽ ഫെസ്റ്റിവൽ നടക്കുന്ന ഗ്രൗണ്ടാണ് കാണിക്കുന്നത്. അവിടെ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ അങ്കിത്തും കാളിന്തിയും വരികയാണ്. അതിനുശേഷം ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്കിത്തും കാളിന്തിയും അവിടെ കൂട്ടിവെച്ചിരിക്കുന്ന മരത്തടികളിൽ തീ കത്തിക്കാൻ പോകുമ്പോൾ ആ മരത്തടികളുടെ ഇടയിൽ വിക്രമിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഈ കാര്യം അവിടെ നിൽക്കുന്നവരാരും അറിയുന്നില്ല. തീ കത്തി തുടങ്ങുമ്പോൾ എല്ലാവരും അത് ആഘോഷിക്കുകയാണ്. എന്നിട്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. ആ സമയം തീക്കകത്ത് നിന്നും കത്തുന്ന വിക്രം പുറത്തു വന്ന് വീഴുകയാണ്. അത് കണ്ട് എല്ലാവരും പേടിച്ച് വിക്രമിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് വിക്രമിന്റെ ശരീരത്തിലുള്ള തീ അണയ്ക്കുകയാണ് എല്ലാവരും. ഈ സമയം മറുവശത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന റോബിന്റെ അടുത്ത് ഒരു പെൺകുട്ടി പോവുകയാണ്. ആ പെൺകുട്ടി റോബിനോട് ഒരു അഡ്രസ്സ് കാണിച്ചു കൊടുത്തിട്ട് ആ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാൻ പറയുമ്പോൾ റോബിൻ ആ അഡ്രസ്സ് എവിടെയാണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് റോബിൻ ആ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. കുറച്ചു ദൂരം പോകുമ്പോൾ റോബിൻ ബ്രഹ്മരാക്ഷസനായി മാറി ആ പെൺകുട്ടിയെ കൊന്ന് ബ്രഹ്മരാക്ഷസൻ ആ പെൺകുട്ടിയുടെ ഹൃദയം തിന്നുകയാണ്. അടുത്ത സീനിൽ വിക്രമിന്റെ അവസ്ഥ കണ്ട് എല്ലാവരും വിഷമിച്ച് നിൽക്കുകയാണ്. വിക്രം കാളിന്തിയോട് എന്തോ പറയാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഒന്നും പറയാതെ വിക്രം മരിക്കുകയാണ്. അത് കണ്ട് എല്ലാവരും കരയുകയാണ്. ശേഷം കൺമുമ്പിൽ വെച്ച് അച്ഛൻ മരിക്കുന്നത് കണ്ട സിദ്ധ് ബ്രഹ്മരാക്ഷസനെ കൊല്ലുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. ആരും പറഞ്ഞിട്ട് കേൾക്കാതെ സിദ്ധ് പോകുന്നത് കാണുന്ന അങ്കിത്ത് സിദ്ധിന്റെ തലയ്ക്ക് അടിച്ച് സിദ്ധിനെ ബോധം കെടുത്തുകയാണ്. ബോധം കെട്ട് വീഴുന്ന സിദ്ധിനെ എടുത്തുകൊണ്ട് അവരെല്ലാവരും അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴാണ് റോബിനും ബിന്ദിയും അവിടെ ഇല്ല എന്ന് അവർ അറിയുന്നത്. റോബിനും ബിന്ദി എവിടെയെന്ന് കാളിന്തി ചോദിക്കുന്നത് കേൾക്കുന്ന സാക്ഷി റോബിൻ ബിന്ദിയുമായി പോകുന്നത് കണ്ടു എന്നും റോബിന് ബിന്ദി ഒരു ടൈം പാസ് മാത്രമാണെന്നും പറയുന്നത് കേട്ട് ദേഷ്യം വരുന്ന കാളിന്തി ബിന്ദിയുടെ ലൈവ് ലൊക്കേഷൻ എടുക്കുകയാണ്. എന്നിട്ട് കാളിന്തി അവിടെ നിന്ന് പോകുമ്പോൾ പുറകെ അങ്കിത്തും പോകുന്നു. ഈ സമയം കാട്ടിന്റെ അകത്ത് റോബിൻ ബിന്ദിയുമായി പോവുകയാണ്. ബിന്ദി പേടിച്ചാണ് റോബിന്റെ കൂടെ പോകുന്നത്. അവിടെ ലൈറ്റ്സ് എല്ലാം കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ട് പേടിച്ച് അവിടെ നിന്ന് ഓടാൻ തുടങ്ങുന്ന ബിന്ദിയെ റോബിൻ അവിടെ കെട്ടിയിടുകയാണ്. ആ സമയം അത് കണ്ടുകൊണ്ട് അവിടെ വരുന്ന കാളിന്തി ബിന്ദിയുടെ കയ്യിലെ കെട്ട് അഴിച്ചിട്ട് റോബിനെ ദേഷ്യത്തോടെ നോക്കിയിട്ട് അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ അവിടെ വരുന്ന അങ്കിത്ത് റോബിനെ വഴക്കു പറയുകയാണ്. അങ്കിത്ത് പറഞ്ഞതെല്ലാം കേൾക്കുന്ന റോബിൻ ബിന്ദിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്നതെന്നും അതെല്ലാം കാളിന്തി നശിപ്പിച്ചു എന്നും ഫോറസ്റ്റുകാർ വരുന്നതിന് മുമ്പ് ഇതെല്ലാം ക്ലിയർ ചെയ്യട്ടെ എന്നും പറഞ്ഞത് കേൾക്കുന്ന അങ്കിത്ത് അവിടെ നിന്നും പോവുകയാണ്. അങ്കിത്ത് പോകുന്നത് കാണുന്ന റോബിൻ ദേഷ്യം കൊണ്ട് അവിടെ എല്ലാം തീയിടുകയാണ്. എന്നിട്ട് കാളിന്തി ഒരിക്കലും വെറുതെ വിടില്ല എന്നും കാളിന്തിക്ക് വേണ്ടിയുള്ള വല വിരിച്ചു കഴിഞ്ഞു എന്നും എന്റെ പ്രണയമായ ഗഹനെ കൊന്നതിന് പകരം കാളിന്തിയുടെ പ്രണയത്തെ ക്രൂരമായി ഇല്ലാതാക്കുമെന്നും പറഞ്ഞ് അലറി വിളിച്ച് റോബിൻ ബ്രഹ്മരാക്ഷസനായി മാറുകയാണ്. ഈ സമയം കാളിന്തിയോട് അങ്കിത്ത് ഓരോരുത്തരും സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഓരോ രീതിയിലാണെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന കാളിന്തി ഈ രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ശരിയല്ല എന്നും റോബിനെ സൂക്ഷിക്കണമെന്നും പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന അങ്കിത്ത് അവിടെ നിന്നും പോകുന്നു. ഈ സമയം പൃഥ്വിയും ശാലിനിയും കാട്ടിന്റെ അകത്തുള്ള ഒരു മന്ത്രവാദിയെ കാണാൻ പോവുകയാണ്. മന്ത്രവാദിയുടെ അടുത്ത് പോകുന്ന പൃഥ്വി മന്ത്രവാദിയോട് ബ്രഹ്മരാക്ഷസനെ കൊല്ലാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ആ മന്ത്രവാദി ബ്രഹ്മരാക്ഷസനെ കൊല്ലാൻ ഈ ലോകത്ത് ഒരാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ആ പെൺകുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ട്. ആ പെൺകുട്ടിയെ ഇവിടെ എന്റെ അടുത്ത് കൊണ്ടുവരണമെന്നും അവൾ പോലും അറിയാത്ത ഒത്തിരി ശക്തികൾ അവൾക്കുണ്ടെന്നും പറയുകയാണ്. ആ കാര്യം കേട്ട് പേടിച്ച് അവർ രണ്ടുപേരും നിൽക്കുന്നത് കാണുന്ന മന്ത്രവാദി അവർ കാളിന്തിയെ കൊണ്ടുവന്നോളാം എന്ന് പറയുകയാണ്. അത് കേട്ട് പൃഥ്വി ശാലിനി അവിടെ നിന്ന് പോകുന്നു. മറുവശത്ത് സിദ്ധും സാക്ഷിയും ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ട് അവർ പരസ്പരം അവരുടെ വിഷമങ്ങൾ പറയുകയാണ്. ഈ സമയം അങ്കിത്ത് ബിന്ദിയെയും റോബിനെയും പുറത്തു കൊണ്ടുപോയി അവർ തമ്മിലുള്ള പിണക്കവും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും മാറ്റുകയാണ്. ശേഷം അവരെല്ലാവരും വീട്ടിലേക്ക് വരുന്നത് കാണുന്ന കാളിന്തി ബിന്ദിയോട് റോബിനെ വിശ്വസിക്കരുതെന്നും റോബിന് പക്വതയോടെ പെരുമാറാൻ അറിയില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന ബിന്ദി കാളിന്തിയോട് റോബിന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അത് കേട്ട് ഒന്നും പറയാതെ നിൽക്കുകയാണ് കാളിന്തി. തുടർന്ന് അങ്കിത്ത് ശക്തിയോടും ദാമിനിയോട് റോബിന്റെ വിവാഹം ഉടനെ നടത്തണമെന്നും ഇല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഒളിച്ചോടുമെന്നും പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന ശക്തി അങ്കിത്തിന്റെ വിവാഹം നടക്കാതെ എങ്ങനെ റോബിന്റെ വിവാഹം നടത്തുമെന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുമ്പോൾ അങ്കിത്ത് റോബിന്റെയും ബിന്ദിയുടെയും എൻഗേജ്മെന്റ് നടത്താമെന്ന് പറയുന്നത് കേൾക്കുന്ന ശക്തിയും ദാമിനിയും ആ കാര്യം സമ്മതിക്കുകയാണ്. ശേഷം അവർ ഈ കാര്യം പൃഥ്വിയോടും മറ്റെല്ലാവരോടും പറയുകയാണ്. ബിന്ദി സന്തോഷത്തോടെ നിൽക്കുന്നത് കാണുന്ന കാളിന്തിയും എൻഗേജ്മെന്റിന് സമ്മതിക്കുകയാണ്. അടുത്ത സീനിൽ മദന്റെ കയ്യിലുണ്ടായിരുന്ന ബുക്ക് കാളിന്തി വായിക്കുകയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രം പറഞ്ഞു ഒരാളുടെ ഫോട്ടോ കത്തിച്ചാൽ അയാൾ ബ്രഹ്മരാക്ഷസനാണോ അല്ലയോ എന്ന് അറിയാൻ കഴിയുമെന്ന് കാളിന്തിക്ക് മനസ്സിലാവുകയാണ്. ശേഷം എൻഗേജ്മെന്റ് ഫംഗ്ഷന്റെ പാർട്ടിയാണ് കാണിക്കുന്നത്. അവിടേക്ക് മന്ത്രവാദിയുടെ ആളുകൾ കാറ്ററിംഗ് വേഷത്തിൽ വരികയാണ്. തുടർന്ന് എൻഗേജ്മെന്റ് നടക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു. എന്നിട്ട് അവിടെ ഡാൻസ് പാർട്ടിയാണ് നടക്കുന്നത്. അതിൽ എല്ലാവരും ജോഡി ജോഡിയായി ഡാൻസ് കളിക്കുകയാണ്. എല്ലാവരുടെയും ശ്രദ്ധ മാറുന്ന സമയം നോക്കി കാളിന്തി അവിടെ നിന്ന് പോയി റൂമിൽ വെച്ച് ഓരോ ഫോട്ടോയായി കത്തിച്ചു നോക്കുകയാണ്. ആദ്യം ശക്തിയുടെയും ദാമിനിയുടെയും പൃഥ്വിയുടെയും ശാലിനിയുടെയും കത്തിച്ചു നോക്കുമ്പോൾ അവരൊന്നും ബ്രഹ്മരാക്ഷസനല്ല എന്ന് കാളിന്തിക്ക് മനസ്സിലാവുകയാണ്. ഈ സമയം കാളിന്തിയെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് കാണാത്തത് കൊണ്ട് അങ്കിത്തും കാളിന്തി അന്വേഷിച്ച് അവിടെ നിന്ന് പോകുമ്പോൾ ബിന്ദിയും അവിടെ നിന്നും പോവുകയാണ്. കാളിന്തി എനിക്കെതിരെ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിൽ പറഞ്ഞു നിൽക്കുകയാണ് റോബിൻ. അടുത്ത സീനിൽ മന്ത്രവാദിയുടെ ആളുകൾ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് വന്ന് ഗണ്ണ് കാണിച്ച് എല്ലാവരെയും ഭീഷണിപ്പെടുത്തുകയാണ്. അവരെ കാണുന്ന പൃഥ്വിനും ശാലിനിക്ക് ഇതെല്ലാം മന്ത്രവാദിയുടെ പ്ലാനാണെന്ന് മനസ്സിലാവുകയാണ്. അങ്കിത്ത് മന്ത്രവാദിയുടെ ആളുകളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ അങ്കിത്തിന്റെ തലയ്ക്ക് അടിക്കുകയാണ്. അത് കണ്ട് അവിടേക്ക് ഓടി വരുന്ന കാളിന്തി അവർ ബോധം കെടുത്തി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അപ്പോഴും അവിടെ അങ്കിത്ത് ബോധമില്ലാതെ കിടക്കുകയാണ്. അടുത്ത സീനിൽ മന്ത്രവാദിയുടെ ആളുകൾ ഒരു ചെയറിൽ കാളിന്തിയെ കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ആ മന്ത്രവാദി കാളിന്തിയെ
കാളിന്തിയെ നോക്കി മന്ത്രം പറയുകയാണ്. ഈ സമയം മറുവശത്ത് കാളിന്തി ആരായിരിക്കും കിഡ്നാപ്പ് ചെയ്തതെന്ന് ആലോചിച്ച് എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ അങ്കിത്തിന് അവിടെ നിന്ന് ഒരു പേപ്പർ കിട്ടുന്നു. ആ പേപ്പർ മന്ത്രവാദിയുടെ ആളുകളുടെ കയ്യിൽ നിന്ന് വീണതാണ്. ആ പേപ്പറിൽ എഴുതിയിരിക്കുന്ന അഡ്രസ്സ് അങ്കിത്തിന് മനസ്സിലാവുകയാണ്. ശേഷം കാളിന്തിയുടെ രക്തം അവർ കൈമുറിച്ച് കയ്യിൽ നിന്ന് എടുക്കുകയാണ്. കാളിന്തിയുടെ രക്തത്തിന് ഒത്തിരി ശക്തികൾ ഉണ്ടെന്നാണ് മന്ത്രവാദി പറയുന്നത്. ആ സമയം അവിടെ അങ്കിത്ത് വരുന്നു. അങ്കിത്ത് അവിടെയുള്ള മന്ത്രവാദിയുടെ ആളുകളുമായി ഫൈറ്റ് ചെയ്യുകയാണ്. അവിടെ പൊരിഞ്ഞ അടി നടക്കുന്ന സമയം ബ്രഹ്മരാക്ഷസൻ അവിടെ വരുന്നു. ബ്രഹ്മരാക്ഷസനെ കാണുന്ന മന്ത്രവാദി കാളിന്തിയുടെ രക്തം കുടിക്കാൻ നോക്കുന്നത് കാണുന്ന ബ്രഹ്മരാക്ഷസൻ മന്ത്രവാദിയെ ഉപദ്രവിക്കുകയാണ്. ഈ സമയം നോക്കി അങ്കിത്ത് കാളിന്തിയെ രക്ഷപ്പെടുത്തുന്നു. ബ്രഹ്മരാക്ഷസൻ അവിടെയുള്ള എല്ലാവരെയും കൊല്ലുകയാണ്. ബ്രഹ്മരാക്ഷസൻ കാളിന്തിയെ രക്ഷിച്ചത് എന്തിനായിരിക്കുമെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ കാളിന്തിക്ക് ഈ കുടുംബത്തിലെ ആരായിരിക്കും ബ്രഹ്മരാക്ഷസനാണെന്ന് അറിയണമെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുക്കുകയാണ്. അത് റോബിന്റേതായിരുന്നു. മന്ത്രം പറഞ്ഞ് കാളിന്തി ആ ഫോട്ടോ കത്തിക്കുമ്പോൾ റോബിന്റെ ഫോട്ടോ കത്താതെ ഇരിക്കുന്നത് കാണുന്ന കാളിന്തിക്ക് റോബിന്റെ ശരീരത്തിലാണ് ബ്രഹ്മരാക്ഷസൻ ഉള്ളതെന്ന് മനസ്സിലാവുകയാണ്. ഈ കാര്യം അങ്കിത്തിനോട് പറഞ്ഞാൽ അങ്കിത്ത് വിശ്വസിക്കില്ല എന്നും എന്റെ മനസ്സിലെ ഡൗട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം അങ്കിത്തിനോട് പറയാമെന്നും തീരുമാനിക്കുകയാണ് കാളിന്തി. അടുത്ത സീനിൽ ബ്രഹ്മരാക്ഷസനായി റോബിൻ മാറിയത് എങ്ങനെയാണെന്ന് കാണിക്കുകയാണ്. റോബിൻ ഫ്രണ്ട്സുമായി പാർട്ടി നടത്തി കഴിഞ്ഞ് തിരിച്ച് റോബിൻ ഗേൾ ഫ്രണ്ട്സുമായി വരുന്ന സമയം വഴിയിൽ വെച്ച് ബ്രഹ്മരാക്ഷസൻ അവരുടെ മുന്നിൽ വരുന്നു. ബ്രഹ്മരാക്ഷസൻ റോബിന്റെ ഗേൾ ഫ്രണ്ടിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അത് കാണുന്ന റോബിൻ ബ്രഹ്മരാക്ഷസനെ കുറിച്ച് എന്തൊക്കെയോ പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന ബ്രഹ്മരാക്ഷസൻ റോബിനെ കൊന്ന് റോബിന്റെ ശരീരത്തിൽ കയറി ബ്രഹ്മരാക്ഷസനായി മാറി അലറി വിളിക്കുകയാണ്. ഇതെല്ലാം ഓർമ്മ വരുന്ന റോബിൻ കാളിന്തിയെയും അങ്കിത്തിനെയും പിരിക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. അങ്കിത്തിന്റെ അടുത്ത് പോയി റോബിൻ, കാളിന്തിക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമില്ല, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്താലാണ് ഏട്ടത്തി വിശ്വസിക്കുന്നത് എന്നൊക്കെ വിഷമത്തോടെ ചോദിക്കുന്നത് കേൾക്കുന്ന അങ്കിത്ത് എനിക്കറിയാം ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അങ്കിത്ത് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ സിദ്ധും സാക്ഷിയും ഡ്രിങ്ക്സ് കഴിച്ച ശേഷം നേരെ വിവാഹം കഴിക്കാനാണ് പോയത്. അവർ നേരെ വീട്ടിലേക്ക് വന്ന് പൃഥ്വിനോടും ശാലിനിയോടും വിവാഹം കഴിച്ച കാര്യം പറയുകയാണ്. ആ കാര്യം കേട്ട് അവർ ഞെട്ടി നിൽക്കുമ്പോൾ അവിടെ വരുന്ന പരീതിയും അവരെ ആ വേഷത്തിൽ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. മറുവശത്ത് കാളിന്തിക്ക് മനസ്സിൽ ഡൗട്ട് തോന്നാനുള്ള കാരണം റോബിനാണെന്നും റോബിൻ ബ്രഹ്മരാക്ഷസനാണെന്ന് വിശ്വസിക്കുന്നു എന്നും പറയുന്നത് കേട്ട് ദേഷ്യം വരുന്ന അങ്കിത്ത് റോബിൻ ഒരിക്കലും ബ്രഹ്മരാക്ഷസനാവില്ല എന്ന് ഉറപ്പിച്ച് അങ്കിത്ത് പറയുകയാണ്. എന്നിട്ട് ബിന്ദിയും റോബിനും ഒരുമിച്ചിരിക്കുമ്പോൾ നിനക്ക് അസൂയ തോന്നുന്നുണ്ടല്ലേ എന്നൊക്കെ കാളിന്തിയോട് ചോദിച്ചിട്ട് വിഷമിച്ച് അങ്കിത്ത് അവിടെ നിന്ന് പോവുകയാണ്. മറുവശത്ത് പരീതി റോബിനെ കിട്ടാത്തത് കൊണ്ട് സാക്ഷി എന്റെ സിദ്ധിനെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ്. അടുത്ത സീനിൽ കാളിന്തിയുടെ മുമ്പിൽ റോബിൻ ബ്രഹ്മരാക്ഷസനായി മാറുകയാണ്. എന്നിട്ട് കാളിന്തിയോട് നിനക്ക് ഇഷ്ടമുള്ളവരെ ആദ്യം കൊല്ലുമെന്നും ബിന്ദി അത് കഴിഞ്ഞാൽ അങ്കിത്ത്, അങ്ങനെ നിനക്ക് ചുറ്റുമുള്ളവരെ എല്ലാം കൊല്ലുമെന്നും പറഞ്ഞിട്ട് കാളിന്തിയെ വെല്ലുവിളിക്കുകയാണ് റോബിൻ. പേടിച്ചു നിൽക്കുകയാണ് കാളിന്തി. ശേഷം റോബിന്റെ ആത്മാവിനെ ഒരു കണ്ണാടിക്കകത്ത് ആക്കിയിരിക്കുകയാണ് ബ്രഹ്മരാക്ഷസൻ. ആ മാന്ത്രിക കണ്ണാടിയിലൂടെ റോബിൻ വീട്ടിന്റെ അകത്തുള്ള മറ്റൊരു റോബിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. റോബിന്റെ അടുത്ത് വരുന്ന ബ്രഹ്മരാക്ഷസൻ റോബിനോട് നടന്ന എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അതെല്ലാം കേട്ട് വിഷമിച്ച് നിൽക്കുകയാണ് റോബിൻ. അടുത്ത സീനിൽ അങ്കിത്ത് മീഡിയയെയും പ്രസ്സുകാരെയും വിളിച്ചു വരുത്തി 2 ദിവസം കഴിഞ്ഞാൽ കാളിന്തിയുടെയും അങ്കിത്തിന്റെയും വിവാഹമാണെന്നും ആ ദിവസം തന്നെ റോബിന്റെയും ബിന്ദിയുടെയും വിവാഹം നടക്കുമെന്നും അംബാലയിലെ എല്ലാ ആളുകളെയും ക്ഷണിക്കുന്നുവെന്നും പറയുകയാണ്. അതെല്ലാം ടിവിയിലൂടെ കാണുന്ന കാളിന്തി ബ്രഹ്മരാക്ഷസൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ വിവാഹം നടക്കാൻ പാടില്ല എന്ന് മനസ്സിൽ പറയുകയാണ് കാളിന്തി. ശേഷം അങ്കിത്തിന്റെ അടുത്ത് വരുന്ന കാളിന്തി ഈ വിവാഹം നടക്കില്ല എന്ന് പറയുകയാണ്. ചുറ്റും മീഡിയക്കാർ വരുന്നത് കാണുന്ന അങ്കിത്ത് കാളിന്തിക്ക് മോതിരം ഇട്ടുകൊടുത്ത് പ്രപ്പോസ് ചെയ്യുകയാണ്. ആദ്യം അടിച്ചു നിൽക്കുന്ന കാളിന്തി ചുറ്റും നിൽക്കുന്നവർ വീഡിയോ എടുക്കുന്നത് കാണുന്ന കാളിന്തി സമ്മതിക്കുകയാണ്. അത് കണ്ട് ചുറ്റും നിൽക്കുന്നവർ ക്ലാപ്പ് ചെയ്യുകയാണ്. ഈ സമയം റോബിന്റെ അടുത്ത് പോകുന്ന ബിന്ദി റോബിനോട് ഞങ്ങൾ രണ്ടുപേരുടെയും വിവാഹവും ഒരുമിച്ച് ഒരേ പന്തലിൽ നടക്കുന്നു, അതുമല്ല ഒരേ വീട്ടിൽ ഒരുമിച്ച് ഞങ്ങൾ രണ്ടുപേരും താമസിക്കാനും പോകുന്നു എന്നൊക്കെ വളരെ സന്തോഷത്തോടെ പറയുകയാണ് ബിന്ദി. ഇതെല്ലാം കേട്ട് ഒന്നും പറയാതെ ആലോചിച്ച് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് റോബിൻ. അടുത്ത സീനിൽ രണ്ടുപേരുടെയും ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. റോബിനും ബിന്ദിയും സന്തോഷത്തോടെ നിൽക്കുകയാണ്. പക്ഷേ കാളിന്തി പേടിയോടെയും വിഷമത്തോടെയും നിൽക്കുകയാണ്. കാളിന്തി ബ്രഹ്മരാക്ഷസന്റെ പുറകെ പോകുമെന്ന് പേടിച്ച് അങ്കിത്ത് എപ്പോഴും കാളിന്തിയുടെ പുറകെ നടക്കുകയാണ്. ഈ സമയം റോബിന് തലവേദന തോന്നുകയാണ്. അത് കാണുന്ന കാളിന്തിക്ക് ബ്രഹ്മരാക്ഷസന്റെ തലവേദനിക്കുന്നത് എന്തിനാണെന്ന് ഡൗട്ട് തോന്നുകയാണ്. ശേഷം റോബിനെ ചെക്ക് ചെയ്യുന്ന ഡോക്ടർ റോബിന് മീറ്റ് കൂടുതൽ കഴിക്കുന്നത് കൊണ്ടാണ് കൊളസ്ട്രോൾ ലെവൽ കൂടിയെന്നും ഡയറ്റ് ചെയ്യണമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന കാളിന്തി മനുഷ്യരുടെ ഹൃദയം പച്ചയ്ക്ക് കഴിച്ചാൽ കൊളസ്ട്രോൾ എങ്ങനെ കൂടാതിരിക്കുമെന്ന് മനസ്സിൽ പറയുകയാണ് കാളിന്തി. അടുത്ത സീനിൽ സംഗീത ഫംഗ്ഷനിലേക്ക് കാളിന്തി ഓൺലൈൻ സ്റ്റുഡൻസിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെ കാളിന്തി വിളിച്ചത് ഒരു പ്ലാൻ നടത്താൻ വേണ്ടിയാണ്. കാളിന്തി അന്ന് ആ ബുക്ക് വായിച്ചപ്പോൾ അതിൽ ബ്രഹ്മരാക്ഷസന് കുട്ടികളെ ഒരിക്കലും ഉപദ്രവിക്കില്ല എന്നും കുട്ടികൾ അടുത്തുണ്ടെങ്കിൽ ബ്രഹ്മരാക്ഷസന് ശക്തികൾ കുറയുമെന്നും അതുകൊണ്ട് കുട്ടികളെ കാണുമ്പോൾ ബ്രഹ്മരാക്ഷസൻ അവിടെ നിന്ന് ഓടിപ്പോകുമെന്നും വായിച്ചത് ഓർമ്മിക്കുകയാണ്. ഈ സമയം റോബിന്റെ ആത്മാവ് ആ മാന്ത്രിക കണ്ണാടിയുടെ പുറത്തിറങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ അതിന് റോബിന് കഴിയുന്നില്ല. അടുത്ത സീനിൽ റോബിൻ എന്ന് വിചാരിച്ച് കുട്ടികൾ അങ്കിത്തിനെ ഒരു ബ്ലാങ്കറ്റ് ഇട്ട് പിടിക്കുകയാണ്. തുടർന്ന് അങ്കിത്താണെന്ന് അറിയുന്ന കുട്ടികൾ ആള് മാറിപ്പോയി എന്ന് പറയുന്നത്
കേൾക്കുന്ന അങ്കിത്തിന് ഇതെല്ലാം കാളിന്തിയുടെ പ്ലാൻ ആണെന്ന് മനസ്സിലാവുകയാണ്. ആ കാര്യം മനസ്സിലാക്കുന്ന അങ്കിത്ത് കുട്ടികളെ ആപത്തിലാക്കുന്ന ഈ ഗെയിം ശരിയല്ല എന്നും റോബിന്റെ പുറകെ നടക്കുന്നത് നിർത്തണമെന്നും പറഞ്ഞ് അങ്കിത്ത് അവിടെ നിന്നും പോവുകയാണ്. ശേഷം സംഗീത ഫംഗ്ഷനിൽ എല്ലാവരും ജോഡിയായി ഡാൻസ് കളിക്കുകയാണ്. ആദ്യം റോബിനും ബിന്ദിയും ഡാൻസ് കളിക്കുകയാണ്. പിന്നീട് അങ്കിത്തും കാളിന്തിയും ഡാൻസ് കളിക്കുന്നു. തുടർന്ന് കുട്ടികൾ റോബിന്റെ അടുത്ത് പോയി റോബിനോട് കുസൃതികൾ കാണിക്കുകയാണ്. ഇതെല്ലാം കാളിന്തി ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ റോബിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. പിന്നീട് സാക്ഷിയും സിദ്ധും ഡാൻസ് കളിക്കുകയാണ്. അത് കണ്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഈ സമയം റോബിൻ ബിന്ദിയെ കൊണ്ട് ബാൽക്കണിയിൽ റൊമാൻറ്റിക്കായി സംസാരിച്ചു കൊണ്ടിരുന്ന് റോബിൻ ബിന്ദിയെ കൺട്രോളിലാക്കുകയാണ്. എന്നിട്ട് മുകളിൽ കയറി നിൽക്കാൻ റോബിൻ പറയുമ്പോൾ ബിന്ദി അതുപോലെ ചെയ്യുകയാണ്. അപ്പോൾ ആ സമയം അവിടെ കാളിന്തി വരുന്നു. കാളിന്തിയുടെ മുമ്പിൽ റോബിൻ ബ്രഹ്മരാക്ഷസനായി മാറി അലറി വിളിക്കുകയാണ്. ശേഷം റോബിനായി മാറുന്നു. എന്നിട്ട് റോബിൻ ബിന്ദിയെ തള്ളിയിടാൻ ശ്രമിക്കുന്നത് കാണുന്ന കാളിന്തി റോബിനെ തള്ളി മാറ്റുന്നതിനിടയിൽ റോബിൻ താഴേക്ക് വീഴാൻ പോകുന്നത് കാണുന്ന കാളിന്തി റോബിന്റെ കയ്യിൽ പിടിക്കുകയാണ്. ആ സമയം ബിന്ദി നോർമൽ ആവുകയും റോബിൻ എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നത് കേട്ട് അവിടെ അങ്കിത്തും വരുന്നു. അങ്കിത്ത് റോബിനെ രക്ഷപ്പെടുത്തുകയാണ്. ദേഷ്യം വരുന്ന അങ്കിത്ത് എന്താണ് സംഭവിച്ചതെന്ന് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ കാളിന്തിയല്ല എന്നെ തള്ളിയിട്ടത് എന്ന് റിപ്പീറ്റ് ആയി പറയുകയാണ് റോബിൻ. അത് കേട്ട് ദേഷ്യം വരുന്ന അങ്കിത്ത് റോബിനെ കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ കുട്ടികൾ അടുത്ത് പോയിട്ടും റോബിന് ഒരു മാറ്റം സംഭവിക്കാത്തത് കാണുന്ന കാളിന്തി ആ ബുക്ക് പിന്നെയും വായിച്ചു നോക്കുകയാണ്. അത് കണ്ടുകൊണ്ട് അവിടെ വരുന്ന അങ്കിത്ത് ദേഷ്യത്തോടെ ആ ബുക്കിലെ ഓരോ പേജും വലിച്ചു കീറി തറയിലിട്ടിട്ട് എല്ലാം കത്തിക്കുകയാണ്. എന്നിട്ട് അങ്കിത്ത് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. തീ കത്തുന്നത് കണ്ട് വിഷമിച്ചിരിക്കുകയാണ് കാളിന്തി. ശേഷം കാളിന്തി ഗുരു അമ്മയെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് റോബിന്റെ കാര്യങ്ങളും ബ്രഹ്മരാക്ഷസിന്റെ കാര്യങ്ങളും പറയുകയാണ്. റോബിൻ ഓരോരുത്തരോടും ഓരോ രീതിയിലാണ് പെരുമാറുന്നതെന്നും റോബിന്റെ ആത്മാവ് ഇപ്പോഴും എവിടെയോ ഉണ്ടെന്ന് തോന്നുന്നു എന്നും പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന ഗുരു അമ്മ തന്റെ ജ്ഞാന ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ റോബിന്റെ ആത്മാവിനെ ഗുരു അമ്മ കാണുകയാണ്. എന്നിട്ട് ഒരു പഴഞ്ചൊല്ല് കാളിന്തിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഗുരു അമ്മ. പക്ഷേ കാളിന്തിക്ക് അതിനുള്ള അർത്ഥം മനസ്സിലാകാതെ ഇരിക്കുകയാണ്. അടുത്ത സീനിൽ ആ പഴഞ്ചൊല്ലിന്റെ അർത്ഥം കണ്ടുപിടിക്കാൻ നോക്കുകയാണ് കാളിന്തി. അവസാനം കാളിന്തിക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവുകയാണ്. റോബിനെ രക്ഷിക്കണമെങ്കിൽ പവിത്രമായ ഒരാളുടെ രക്തം വേണം. ഈ കാര്യം മനസ്സിലാക്കുന്ന കാളിന്തിയുടെ രക്തം കൊടുത്ത് കാളിന്തി റോബിനെ രക്ഷപ്പെടുത്തുമെന്ന് പറയുകയാണ്. ശേഷം വിവാഹത്തിന്റെ അന്ന് കാളിന്തി റോബിനെ കാണുകയാണ്. എന്നിട്ട് കാളിന്തി റോബിനോട് ബ്രഹ്മരാക്ഷസൻ ഒത്തിരി ശക്തിശാലിയാണെന്ന് മനസ്സിലായി എന്നും എനിക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി എന്നും പറയുകയാണ്. ബ്രഹ്മരാക്ഷസനെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമാണെന്നും പറയുകയാണ്. അത് കേട്ട് സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും റോബിൻ കാളിന്തിയോട് ദേഷ്യത്തോടെ ഗഹനയെ എന്നിൽ നിന്ന് എന്നേക്കുമായി അകറ്റിയതുപോലെ നിനക്ക് ചുറ്റുമുള്ളവരെ ഓരോരുത്തരെയായി ഇല്ലാതാക്കുമെന്നും ഞാൻ അനുഭവിക്കുന്ന വേദന നീയും അനുഭവിക്കണമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന കാളിന്തി ഗഹനയുടെ ആഗ്രഹം പോലെ ഒരിക്കലും മരണമില്ലാത്തവനാകാൻ ശ്രമിക്കുന്നതിന് പകരം പ്രതികാരം ചെയ്യാൻ നടന്നാൽ ഗഹനയുടെ ആത്മാവ് ഒരിക്കലും മാപ്പ് തരില്ല എന്ന് പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വന്ന് നിൽക്കുന്ന റോബിനെ കാളിന്തി ഓരോന്നും പറഞ്ഞ് മനസ്സ് മാറ്റിക്കുകയാണ്. അവസാനം റോബിൻ കാളിന്തിയുമായുള്ള വിവാഹത്തിന് സമ്മതിക്കുകയാണ്. അപ്പോൾ കാളിന്തി റോബിനോട് ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് റോബിന്റെ ശരീരം ഉപേക്ഷിച്ച് ബ്രഹ്മരാക്ഷസനായി മാറിയാൽ മാത്രമേ വിവാഹത്തിന് സമ്മതിക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. ആ കാര്യം സമ്മതിക്കുകയാണ് റോബിൻ. ശേഷം റോബിൻ അവിടെ നിന്ന് പോകുന്ന സമയം അവിടെ അടുത്തായി മറഞ്ഞു നിന്ന് പൃഥ്വിയും കാളിന്തിയും റോബിനും പറഞ്ഞതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. എല്ലാം മനസ്സിലാക്കുന്ന പൃഥ്വി ഒരു പ്ലാൻ ചെയ്യുകയാണ്. അടുത്ത സീനിൽ വിവാഹ മണ്ഡപത്തിൽ ബിന്ദിയും അങ്കിത്തും ഇരിക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ സാക്ഷിയും സിദ്ധും കാളിന്തിയെയും റോബിനെയും എല്ലായിടത്തും നോക്കി എന്നും ഒരിടത്തും അവരെ രണ്ടുപേരെയും കണ്ടില്ല എന്നും പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന പൃഥ്വി റോബിനും കാളിന്തിയും കുറച്ചു മുമ്പ് കാട്ടിലേക്ക് പോകുന്നത് കണ്ടു എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന അങ്കിത്ത് ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അത് കണ്ട് എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. അടുത്ത സീനിൽ റോബിന്റെ ശരീരത്തിന്റെ പുറത്ത് ബ്രഹ്മരാക്ഷസൻ വരികയാണ്. ആ സമയം റോബിൻ ബോധമില്ലാതെ കിടക്കുകയാണ്. കാളിന്തി ബ്രഹ്മരാക്ഷസനെ പുകഴ്ത്തി ഓരോന്നും പറഞ്ഞ് ബ്രഹ്മരാക്ഷസന്റെ അടുത്ത് പോകുന്ന കാളിന്തിയുടെ കയ്യിലിരിക്കുന്ന കാളിന്തിയുടെ രക്തം നിറച്ച സിറിഞ്ച് ബ്രഹ്മരാക്ഷസന്റെ കാലിൽ കുത്തുകയാണ്. ആ സമയം ബ്രഹ്മരാക്ഷസന്റെ ശരീരം തീ കത്തുന്നത് പോലെ ആവുകയും ബ്രഹ്മരാക്ഷസൻ അലറി വിളിക്കുകയും ചെയ്യുന്നു. അത് കാണുന്ന കാളിന്തി റോബിന്റെ അടുത്ത് പോയി റോബിനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ റോബിൻ കണ്ണു തുറക്കുകയാണ്. ആ സമയം കാളിന്തി ഉപദ്രവിക്കുകയാണ് ബ്രഹ്മരാക്ഷസൻ. അത് കാണുന്ന റോബിൻ അവിടെ കിടക്കുന്ന വാൾ കാളിന്തിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ ബ്രഹ്മരാക്ഷസൻ റോബിനെ ഉപദ്രവിക്കുമ്പോൾ റോബിന്റെ ബോധം പോകുന്നു. ആ സമയം കാളിന്തി വാളെടുത്ത് ബ്രഹ്മരാക്ഷസന്റെ നെഞ്ചിൽ കുത്തുകയാണ്. അപ്പോൾ ബ്രഹ്മരാക്ഷസന്റെ ഹൃദയം മുറിയുകയും ബ്രഹ്മരാക്ഷസൻ ഭസ്മമായി മാറുകയും ചെയ്യുന്നു. ആ സമയം അവിടെ ഗണ്ണുമായി വരുന്ന അങ്കിത്ത് കാളിന്തിയുടെ കയ്യിൽ വാളിരിക്കുന്നത് കണ്ട് തെറ്റിദ്ധരിക്കുകയാണ്. ബ്രഹ്മരാക്ഷസൻ എന്ന് വിചാരിച്ച് കാളിന്തി റോബിനെ കൊന്നു എന്ന് കരുതി ദേഷ്യം വരുന്ന അങ്കിത്ത് കാളിന്തിയോട് എന്റെ കൺമുമ്പിൽ ഒരിക്കലും വരരുത്, അഥവാ വന്നാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞ് അങ്കിത്ത് ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യുകയാണ്. എന്ത് പറയണമെന്നറിയാതെ കാളിന്തി അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്കിത്ത് ബുള്ളറ്റ് മാറ്റുന്ന സമയം കാളിന്തിയുടെ പുറകിൽ കൂടി വരുന്ന പൃഥ്വി കാളിന്തി അവിടെ നിന്നും ഒരു മരത്തിന്റെ പുറകിലേക്ക് പിടിച്ചുകൊണ്ട് പോയിട്ട് അങ്കിത്തിനെ ഒരു കൊലപാതകയാക്കരുതെന്നും കുറച്ചു ദിവസം എവിടെയെങ്കിലും മാറി നിൽക്കാനും അങ്കിത്തിന്റെ ദേഷ്യം മാറുമ്പോൾ വന്നാൽ മതി എന്നും പറയുകയാണ്. അത് കേൾക്കുന്ന കാളിന്തി റോബിൻ മരിച്ചിട്ടില്ല എന്നും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനും പറഞ്ഞിട്ട് കാളിന്തി അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. റോഡിലെത്തുന്ന കാളിന്തി ഒരു ഓട്ടോയിൽ കയറി അവിടെ നിന്ന് പോകുന്നു. ഈ സമയം റോബിനെ കാണുന്ന അങ്കിത്ത് റോബിനെ വിളിക്കുകയാണ്. അപ്പോൾ കണ്ണു തുറക്കുന്ന റോബിൻ കാളിന്തിയെ രക്ഷിക്കണമെന്നും കാളിന്തിയാണ് ബ്രഹ്മരാക്ഷസിൽ നിന്നും റോബിനെ രക്ഷപ്പെടുത്തിയതെന്നും പറയുകയാണ്. ആ കാര്യം അറിയുന്ന അങ്കിത്ത് ഒരു ഞെട്ടലോടെയും വിഷമത്തോടെയും ഇരിക്കുകയാണ്. അതേസമയം കാളിന്തി പോകുന്ന
പോകുന്ന ഓട്ടോയിലെ ഡ്രൈവർ ഓട്ടോയിൽ നിന്നും പുറത്തേക്ക് ചാടുകയാണ്. ഇത് കാളിന്തിയെ കൊല്ലാനുള്ള പൃഥ്വിയുടെ പ്ലാൻ ആയിരുന്നു. ഓട്ടോയിൽ ഇരുന്ന് പേടിക്കുന്ന കാളിന്തി അലറി വിളിക്കുന്നത് അങ്കിത്ത് കേൾക്കുകയാണ്. അത് കേൾക്കുന്ന അങ്കിത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ ആ ഓട്ടോ കൊക്കയിലേക്ക് വീഴുന്നത് അങ്കിത്ത് കാണുകയാണ്. കാളിന്തി കൊക്കയിലേക്ക് വീഴുന്നത് കണ്ട ഷോക്കിൽ നിൽക്കുകയാണ് അങ്കിത്ത്. ഈ സമയം കാളിന്തി വെള്ളത്തിന്റെ പുറത്ത് മരിച്ചതുപോലെ കിടക്കുന്നത് കാണിക്കുകയാണ്. അടുത്ത സീനിൽ 23 വർഷം മുമ്പുള്ള ഒരു ചെറിയ ഗ്രാമമാണ് കാണിക്കുന്നത്. അവിടെ ഒരു സ്ത്രീ പ്രസവത്തിന് വേണ്ടി അലറി വിളിക്കുകയാണ്. അപ്പോൾ അവരുടെ വീട്ടിന്റെ അടുത്തായി ഗുരുഅമ്മ പൂജ ചെയ്യുകയാണ്. അപ്പോൾ അവർ പ്രസവിക്കുന്നത് ഇരട്ട കുട്ടികളെയാണ്. ആ കുട്ടികളെ കാണുന്ന ഗുരുഅമ്മ ഈ കുട്ടികൾ ഒരിക്കലും ഒരുമിച്ച് കഴിയാൻ പാടില്ല എന്നും രണ്ടുപേരും ഒരിക്കലും പരസ്പരം കാണാൻ കഴിയാത്ത രണ്ട് സ്ഥലങ്ങളിൽ ജീവിക്കണമെന്നും ഇവർ ഒരുമിച്ചാൽ അന്ന് ഈ ലോകത്ത് വിനാശം സംഭവിക്കുമെന്നും പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന അവർ വിഷമത്തോടെയാണെങ്കിലും ഒരു കുഞ്ഞിനെ ഗുരുഅമ്മയുടെ കയ്യിൽ കൊടുക്കുന്നു. ഗുരുഅമ്മ ആ കുഞ്ഞിനെ അംബാലയിലെ കാളിദേവിയുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ഈ കുഞ്ഞിനെയാണ് രാഘവന്റെ കയ്യിൽ കിട്ടിയ കാളിന്തി. രണ്ടാമത്തെ കുഞ്ഞിനെ ഡ്രൈവർ അറിയാതെ ഒരു ലോറിയുടെ പുറകിൽ കിടത്തുകയാണ്. ഈ കുഞ്ഞാണ് ചാന്ദിനി. അടുത്ത സീനിൽ ഡൽഹിയാണ് കാണിക്കുന്നത്. അവിടെ ചാന്ദിനിയുടെ ബോസിന് വേണ്ടി മോഷണം നടത്താനുള്ള പ്ലാൻ തയ്യാറാക്കുകയാണ്. ചാന്ദിനിയുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്. കാളിന്തി മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. കാളിന്തിയുടെ ഡെഡ് ബോഡി കിട്ടിയിട്ടില്ല. കാളിന്തി മരിച്ചുപോയി എന്ന് വിശ്വസിച്ച് ജീവിക്കുകയാണ് അങ്കിത്തും ഫാമിലിയും. അങ്കിത്ത് കാളിന്തിയെ ഉപദ്രവിച്ച പൃഥ്വിനെയും ശാലിനിയെയും ജോലിക്കാരെ പോലെയാണ് നോക്കുന്നത്. അവരെ രണ്ടുപേരെയും കൊണ്ട് ആ വീട്ടിലെ ജോലി മുഴുവൻ അങ്കിത്ത് ചെയ്യിക്കുകയും ചെയ്യുന്നു. 2 വർഷമായി കാളിന്തിയുടെ പേരിൽ നടത്തി വരുന്ന എല്ലാ ബിസിനസ്സും റോബിനാണ് നോക്കി നടത്തുന്നത്. അങ്കിത്ത് ഫുൾ ടൈം ഡ്രിങ്ക്സ് കഴിച്ച് നടക്കുകയാണ്. പൃഥ്വിയും ശാലിനിയും അങ്കിത്ത് അറിയാതെ കാളിന്തിയുടെ മരണത്തിൽ വിഷമമുണ്ടെന്നൊക്കെ അഭിനയിച്ച് ശക്തിയോട് ഓരോന്ന് പറഞ്ഞ് കുറച്ചായി ക്യാഷ് തട്ടിയെടുക്കുകയാണ്. അവരെ ജോലിക്കാരാക്കിയത് കൊണ്ട് അങ്കിത്തിനോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു നിൽക്കുകയാണ് പൃഥ്വി. അടുത്ത സീനിൽ അങ്കിത്തിന്റെ അടുത്ത് വരുന്ന ശക്തി അങ്കിത്തിനോട് റോബിന്റെ കൂടെ ഒരു ബിസിനസ് ആവശ്യമായി ഡൽഹിയിലേക്ക് പോകാൻ പറയുകയാണ്. അങ്കിത്ത് മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നത് കാണുന്ന ശക്തി ഡൽഹിയിലേക്ക് പോയില്ലെങ്കിൽ ലണ്ടനിലേക്ക് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ അങ്കിത്ത് പോകാമെന്ന് സമ്മതിക്കുകയാണ്. ശേഷം അവർ രണ്ടുപേരും ഡൽഹിയിൽ നടക്കുന്ന ഡയമണ്ട് എക്സിബിഷൻ ഫംഗ്ഷനിൽ പോവുകയാണ്. അവിടെ വരുന്ന ചാന്ദിനി ഡയമണ്ട് നെക്ലസ് എടുത്തുകൊണ്ട് പോകുന്നു. അത് അങ്കിത്ത് കാണുകയാണ്. പക്ഷേ ചാന്ദിനി മാസ്ക് വെച്ചിരിക്കുന്നത് കൊണ്ട് അങ്കിത്തിന് ചാന്ദിനിയുടെ ഫേസ് കാണാൻ കഴിയുന്നില്ല. ശേഷം ബോസിന് ഡയമണ്ട് നെക്ലസ് കൊടുക്കാതെ ചാന്ദിനിയും അനീതി എന്ന് പറയുന്ന സോനയുമായി വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അംബാലയിലേക്ക് പോകുന്ന ലോറിയാണ് അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അവർ അംബാലയിലേക്ക് പോകുന്നു. അവസാനം അവർ രണ്ടുപേരും അംബാലയിൽ വരുന്നു. സോന ലോറി ഡ്രൈവറിന് കാശ് കൊടുക്കുന്ന സമയം കാളിദേവി ക്ഷേത്രത്തിന്റെ മണിമുഴക്കം കേൾക്കുന്ന ചാന്ദിനി കാട്ടിന്റെ അകത്തേക്ക് പോവുകയാണ്. കുറച്ച് കഴിയുമ്പോഴാണ് ചാന്ദിനി കാട്ടിന്റെ അകത്ത് വന്നത് ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് തന്നെ ചാന്ദിനി അവിടെ നിന്ന് ഓടുന്ന സമയം 2 വർഷം മുമ്പ് കാളിന്തി ഭസ്മമാക്കിയ ബ്രഹ്മരാക്ഷസന്റെ ചാരം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഓടുന്നതിനിടയിൽ ചാന്ദിനി അതിൽ ചവിട്ടുകയും ബ്രഹ്മരാക്ഷസൻ തിരിച്ചു വരികയും ചെയ്യുന്നു. അടുത്ത സീനിൽ അംബാലയിൽ വന്ന ചാന്ദിനിയെ കാണുന്ന ചിലർ അത് കാളിന്തിയാണെന്ന് വിചാരിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടിയിടുകയാണ്. എന്നിട്ട് റോബിനെ ഫോണിൽ വിളിച്ചിട്ട് കാളിന്തി മരിച്ചിട്ടില്ല എന്നും ജീവനോടെ അവരുടെ കയ്യിലുണ്ടെന്നും പറയുകയാണ്. റോബിൻ അതൊന്നും വിശ്വസിക്കാതെ ഫേക്ക് കോളെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അടുത്ത സീനിൽ ഒരു റെസ്റ്റോറന്റിൽ വരുന്ന ഒരു അദൃശ്യ ശക്തി അവിടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെ എടുത്തുകൊണ്ട് പോകുന്നു. ഇത് കണ്ട് അവിടെ നിന്ന് എല്ലാവരും പേടിച്ചു ഓടുകയാണ്. അടുത്ത സീനിൽ സോന ചാന്ദിനിയെ രക്ഷപ്പെടുത്തുകയാണ്. അവർ രക്ഷപ്പെട്ടു പോകുന്ന സമയം അവിടെ ബ്രഹ്മരാക്ഷസൻ വരുന്നു. ബ്രഹ്മരാക്ഷസനെ കണ്ട് ചാന്ദിനിയും എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. ബ്രഹ്മരാക്ഷസൻ അവിടെയുള്ള എല്ലാവരെയും കൊല്ലുകയാണ്. അത് കണ്ട് പേടിച്ച് ഓടാൻ ശ്രമിച്ച് ചാന്ദിനിയുടെ കയ്യിൽ പിടിക്കുന്ന ബ്രഹ്മരാക്ഷസൻ തീ കത്തുന്നത് പോലെ ആവുകയും അലറി വിളിക്കുകയും ചെയ്യുന്നു. കാരണം നേരത്തെ കയ്യിലെ കെട്ടഴിക്കുന്നതിനിടയിൽ ചാന്ദിനിയുടെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ചാന്ദിനിയുടെ കയ്യിലുള്ള ബ്ലഡ് കാരണമാണ് ബ്രഹ്മരാക്ഷസൻ അലറി വിളിച്ചത്. ശേഷം അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടി ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പോവുകയാണ്. ബ്രഹ്മരാക്ഷസന് അകത്ത് കയറാൻ കഴിയാതെ പുറത്തുനിന്ന് അലറി വിളിക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ ബ്രഹ്മരാക്ഷസൻ അവിടെ നിന്ന് പോകുന്നു. ദേഷ്യം വരുന്ന ബ്രഹ്മരാക്ഷസൻ വഴിയിൽ കാണുന്നതെല്ലാം നശിപ്പിക്കുകയാണ്. ബ്രഹ്മരാക്ഷസൻ തിരിച്ചു വന്നു എന്ന ബ്രേക്കിംഗ് ന്യൂസ് അങ്കിത്തും ഫാമിലിയും അറിയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന അങ്കിത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. എന്നിട്ട് കാളിന്തിയുടെ റൂമിൽ വരുന്ന അങ്കിത്ത് 2 വർഷമായി ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇപ്രാവശ്യം ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് അങ്കിത്ത് കാളിദേവിയുടെ വാള് കയ്യിൽ വെച്ച് നിൽക്കുകയാണ്. അടുത്ത സീനിൽ ബ്രഹ്മരാക്ഷസൻ തിരിച്ചു വന്നു എന്ന ന്യൂസ് അറിഞ്ഞ റോബിൻ നേരത്തെ കാളിന്തിയെ കുറിച്ച് പറഞ്ഞു വിളിച്ചവരെ അന്വേഷിച്ച് അവരുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവിടെ പോകുമ്പോൾ അവരെല്ലാവരും അടികൊണ്ട് കിടക്കുന്നതാണ് കാണുന്നത്. അതിൽ ഒരാൾ കാളിന്തിയെ കൊണ്ടുപോകാൻ ബ്രഹ്മരാക്ഷസൻ വന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് അയാൾ ഫോണിൽ എടുത്ത ചാന്ദിനിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുന്ന റോബിൻ കാളിന്തി ജീവനോടെ ഉണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഈ സമയം മറുവശത്ത് മണിമുഴക്കം കേട്ട് ക്ഷേത്രത്തിന്റെ അകത്ത് കയറുന്ന ചാന്ദിനി അവിടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗുരു അമ്മയെ കാണുകയാണ്. ചാന്ദിനിയെ കാണുന്ന ഗുരു അമ്മ ഞെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് നീ ഇവിടെ ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു എന്ന് പറയുകയാണ്. അത് കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ചാന്ദിനി. ഇതേ സമയം കാളിന്തിയെ കാണിക്കുകയാണ്. ഗുരു അമ്മ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ചാന്ദിനി അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ ചാന്ദിനി എന്ന് വിചാരിച്ച് പോലീസുകാർ കാളിന്തിയെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. കാളിന്തി പറയുന്നതൊന്നും അവരാരും വിശ്വസിക്കുന്നില്ല. ശേഷം അങ്കിത്തിനോട് ഇഷാൻ പുതുതായി ഓപ്പൺ ചെയ്യുന്ന ക്ലബിലേക്ക് പോകാമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. അവസാനം അങ്കിത്ത് സമ്മതിക്കുന്നു. ഈ സമയം പൃഥ്വി സിദ്ധിനെ വിട്ട് കുറച്ച് ഡ്രഗ്സ് വാങ്ങുകയാണ്. പൃഥ്വിയും ശാലിനിയും എന്തോ ഒരു പ്ലാനിംഗ് നടത്താൻ വേണ്ടി ആലോചിക്കുകയാണ്. അടുത്ത സീനിൽ ക്ലബ്ബാണ് കാണിക്കുന്നത്. അവിടെ ജോഡിയില്ലാത്തതുകൊണ്ട് വിഷമിച്ച് നിൽക്കുകയാണ് ഇഷാൻ. ആ സമയം ക്ലബിന്റെ അടുത്തുകൂടി പോകുന്ന ചാന്ദിനിയും സോണയും ക്ലബിന്റെ അകത്ത് പോകാൻ വേണ്ടി മേക്ക് ഓവർ ചെയ്യുകയാണ്. ചാന്ദിനി കാളിദേവി ക്ഷേത്രത്തിൽ കയറിയ ദിവസം കാളിദേവിയുടെ ഓർണമെന്റ്സ് ചാന്ദിനി കണ്ടിരുന്നു.
കാളിദേവി ക്ഷേത്രത്തിന്റെ ഓണേഴ്സായ 2 ചെറുപ്പക്കാരാണ് ഈ ക്ലബ്ബ് നടത്തുന്നതെന്ന് അറിഞ്ഞിട്ടാണ് ചാന്ദിനി ക്ലബിന്റെ അകത്തേക്ക് പോകുന്നത്. ആദ്യം സോനയാണ് അകത്തേക്ക് പോകുന്നത്. സോനയെ കാണുന്ന ഇഷാന് സോനയെ ഇഷ്ടപ്പെടുകയാണ്. ഈ സമയം കിച്ചണിൽ വരുന്ന പൃഥ്വിയും ശാലിനിയും ഓരോന്നും പറഞ്ഞ് ഇന്ത്യയെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് കയ്യിലിരിക്കുന്ന ഡ്രഗ്സ് ചപ്പാത്തിയുടെ അകത്ത് വെക്കുകയാണ്. മറുവശത്ത് ഇൻസ്പെക്ടർ ധ്രുവ് കാളിന്തിയെ ചാന്ദിനി എന്ന് വിചാരിച്ച് ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ കാളിന്തി ഇൻസ്പെക്ടറോട് ഒന്നും ഓർമ്മയില്ല എന്നും അംബാലയും അവിടെയുള്ള കാളിദേവി ക്ഷേത്രവും മാത്രമേ ഓർമ്മയുള്ളൂ എന്നും പറയുകയാണ്. പക്ഷേ ഇൻസ്പെക്ടർ അതൊന്നും വിശ്വസിക്കാതെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന കോൺസ്റ്റബിൾ ഇൻസ്പെക്ടറോട് അംബാലയിലെ ഒരു ക്ലബ്ബിൽ ഡ്രഗ്സിന്റെ ഡീലിംഗ്സ് നടക്കുന്നുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ഇൻസ്പെക്ടർ കാളിന്തിയെയും കൊണ്ട് അംബാലയിലേക്ക് പോകാമെന്ന് പറയുകയാണ്. അടുത്ത സീനിൽ ക്ലബിന്റെ അകത്ത് വരുന്ന ചാന്ദിനിയെ കണ്ട് എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. ചാന്ദിനിയെ കാണുന്ന അങ്കിത്ത് വളരെ സന്തോഷത്തോടെ പഴയ കാര്യങ്ങളും ഫോട്ടോ കൊക്കയിലേക്ക് മറിഞ്ഞതുമെല്ലാം പറയുമ്പോൾ എല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചാന്ദിനിക്ക് എങ്ങനെയെങ്കിലും ആ ക്ലബിന്റെ അകത്ത് കയറി പറ്റണം. അതുകൊണ്ട് തന്നെ അവർ പറയുന്നതൊന്നിനും ചാന്ദിനി എതിർത്ത് പറയുന്നില്ല. ഈ സമയം അംബാലയിൽ വരുന്ന ഇൻസ്പെക്ടർ കാളിന്തിയോട് മറന്നുപോയതെല്ലാം ഓർമ്മിച്ച് പറയാൻ പറയുകയാണ്. ആ സമയം അവിടെ ബ്രഹ്മരാക്ഷസ് വരുന്നു. ബ്രഹ്മരാക്ഷസിനെ കണ്ട് കാളിന്തി ബോധം കെട്ട് വീഴുകയാണ്. അപ്പോൾ ധ്രുവിനെയും ബ്രഹ്മരാക്ഷസൻ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ അങ്കിത്തിന്റെ പ്രണയം തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞു റോബിൻ അനൗൺസ് ചെയ്യുകയാണ്. ശേഷം അവിടെ ഡാൻസ് പാർട്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവിടേക്ക് ധ്രുവ് വരികയാണ്. ധ്രുവിന്റെ ശരീരത്തിലാണ് ഇപ്പോൾ ബ്രഹ്മരാക്ഷസൻ ഉള്ളത്. ധ്രുവിനെ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് വെച്ച് ചാന്ദിനിയും സോനയും കാണുന്നു. അപ്പോൾ തന്നെ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടി പോവുകയാണ്. ഈ സമയം മഫ്തിയിലുള്ള പോലീസുകാർ കിച്ചൺ പരിശോധിക്കുമ്പോൾ അവർക്ക് ഡ്രഗ്സ് കിട്ടുകയാണ്. ഈ കാര്യം അവർ ധ്രുവിനെ അറിയിക്കുകയാണ്. ഡ്രഗ്സ് ചെക്ക് ചെയ്യുന്ന ധ്രുവ് ആരോ പറ്റിച്ചതാണെന്ന് പറയുകയാണ്. ഈ സമയം അവിടെ നിന്നും പുറത്തിറങ്ങുന്ന ചാന്ദിനിയോട് സോന പോലീസ് പിടിക്കാതെ രക്ഷപ്പെടാൻ കുറച്ചു ദിവസം കാളിന്തിയായി കഴിയുന്നതാണ് നല്ലതെന്നും ഇവിടെ തന്നെ നിൽക്കാമെന്നും പറയുകയാണ്. അത് ചാന്ദിനി സമ്മതിക്കുന്നു. അടുത്ത സീനിൽ റെയ്ഡ് നടന്ന കാര്യം അറിയാൻ വേണ്ടി കാത്തു നിൽക്കുന്ന പൃഥ്വിന്റെയും ശാലിനിയുടെയും മുമ്പിൽ അങ്കിത്ത് കാളിന്തി എന്ന് പറഞ്ഞ് ചാന്ദിനിയുമായി വരുന്നു. കാളിന്തിയെ കാണുന്ന എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന ബിന്ദിയും സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഡ്രിങ്ക്സ് കൂടുതൽ കഴിച്ചതുകൊണ്ട് ചാന്ദിനി ബോധം കെട്ട് വീഴുകയാണ്. ഈ സമയം മറുവശത്ത് ആരോ കാളിന്തിയെ കെട്ടിയിട്ടിരിക്കുകയാണ്. കണ്ണു തുറക്കുന്ന കാളിന്തി ചുറ്റും അസ്ഥികൂടങ്ങൾ കിടക്കുന്നത് കണ്ട് പേടിച്ചിരിക്കുകയാണ്. ശേഷം രാവിലെ ചാന്ദിനിക്ക് ബിന്ദി കുടിക്കാൻ ജ്യൂസ് കൊടുക്കുമ്പോൾ സോന ഡ്രിങ്ക്സുമായി അവിടെ വരുന്നു. അവർ തമ്മിൽ പരസ്പരം വഴക്കു കൂടുന്നത് കാണുന്ന ചാന്ദിനി കാളിന്തിയെ അവർക്ക് തോന്നണമെങ്കിൽ ജ്യൂസ് കുടിച്ചേ പറ്റൂ എന്ന് മനസ്സിലാക്കുന്ന ചാന്ദിനി ബിന്ദിയുടെ കയ്യിൽ നിന്നും ജ്യൂസ് വാങ്ങി കുടിക്കുകയാണ്. ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന ചാന്ദിനി എല്ലാവരുടെ പ്ലേറ്റിൽ നിന്നും ഫുഡ് എടുത്ത് കഴിക്കുന്നതും എല്ലാം മാറി നിന്ന് ശ്രദ്ധിക്കുകയാണ് അങ്കിത്തും റോബിനും. അപ്പോൾ അവിടെ വരുന്ന ബിന്ദിയും കാളിന്തി ചേച്ചിക്ക് എന്തോ ഒരു മാറ്റം സംഭവിച്ചു എന്നും എല്ലാം മറന്നുപോയി എന്നും പറയുമ്പോൾ അങ്കിത്ത് അവരോട് ഈ വന്നിരിക്കുന്ന കാളിന്തിക്ക് കാളിന്തിയുടെ മുഖം മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്. അടുത്ത സീനിൽ കാളിന്തിയുടെ ഡ്രസ്സ് ബിന്ദി ചാന്ദിനിക്ക് ഇടാൻ കൊടുക്കുമ്പോൾ അതൊന്നും ഇടാൻ ഇഷ്ടമില്ലാത്ത ചാന്ദിനി ആ ഡ്രസ്സിനെ എല്ലാം മോഡേൺ ആക്കി ആൾട്ടർ ചെയ്ത് ഇടുന്നു. അത് കണ്ട് ദേഷ്യം വരുന്ന അങ്കിത്ത് ചാന്ദിനിയോട് ദേഷ്യപ്പെട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അത് കേട്ട് ദേഷ്യം വന്ന് നിൽക്കുകയാണ് ചാന്ദിനി. ആ സമയം ചാന്ദിനിയുടെ അടുത്ത് വരുന്ന സോനയോട് ചാന്ദിനി അങ്കിത്ത് ക്യൂട്ട് ആയതുകൊണ്ടും ഈ സ്വത്തെല്ലാം കിട്ടുമെന്നും ഓർത്തുമാണ് ഇതെല്ലാം സഹിച്ച് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന സോന എങ്ങനെയെങ്കിലും ചേച്ചി കാളിന്തിയുടെ ഇഷ്ടങ്ങളെല്ലാം അറിയണമെന്നും എന്നാൽ മാത്രമേ അങ്കിത്തിന്റെ സ്നേഹം കിട്ടുകയുള്ളൂ എന്നും പറയുകയാണ്. അടുത്ത സീനിൽ ആരോട് ചോദിച്ച് കാളിന്തിയുടെ കാര്യങ്ങൾ അറിയുമെന്ന് ആലോചിച്ച് ചാന്ദിനി നിൽക്കുമ്പോൾ അവിടെ വരുന്ന പരീതി ചാന്ദിനിയെ ഹെൽപ്പ് ചെയ്യാമെന്നും കാളിന്തിയുടെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാമെന്നും പറയുകയാണ്. ശേഷം അവരെല്ലാവരും പുറത്ത് ഒരു ഔട്ടിങ്ങിന് പോവുകയാണ്. അവിടെ വെച്ച് അവരെല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷം ചാന്ദിനി അങ്കിത്തിന് വേണ്ടി സ്പെഷ്യലായി ഉണ്ടാക്കി എന്ന് പറഞ്ഞ് റെഡ് വെൽവെറ്റ് കേക്ക് കൊടുക്കുകയാണ്. ആ കേക്ക് കട്ട് ചെയ്ത് ചാന്ദിനി അങ്കിത്തിന് കൊടുക്കുന്നു. അങ്കിത്തിന് സ്ട്രോബെറി അലർജി ആണെന്ന് അറിയാവുന്ന പരീതി ആ കാര്യം ചാന്ദിനിയോട് പറയാതെയാണ് ചാന്ദിനിയെ കൊണ്ട് സ്ട്രോബെറി കേക്ക് അങ്കിത്തിന് കൊടുപ്പിച്ചത്. ആ കേക്ക് കഴിക്കുന്ന അങ്കിത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും സുഖമില്ലാതാവുകയും ചെയ്യുന്നു. അത് കാണുന്ന ബിന്ദി ചാന്ദിനിയോട് അങ്കിത്തിന് അലർജിയെ കുറിച്ച് പറയുമ്പോൾ ആലോചിച്ചിരിക്കുകയാണ് ചാന്ദിനി. ശേഷം അങ്കിത്തിന് അലർജിക്കുള്ള മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്ന റോബിൻ അങ്കിത്തിന് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ അങ്കിത്ത് നോർമൽ ആവുകയാണ്. അടുത്ത സീനിൽ പരീതിയെ ചാന്ദിനിയോട് കള്ളം കാണിച്ചത് കൊണ്ട് പരീതിയുടെ കയ്യിലെ വിരൽ ഒടിച്ച് വേദനിപ്പിക്കുകയാണ്. അങ്കിത്തിനെ എന്നെ ഇനി പിരിക്കാൻ നോക്കിയാൽ അടുത്ത ശിക്ഷ വേറെ ലെവലായിരിക്കുമെന്ന് പറയുകയാണ്. ശേഷം അങ്കിത്തിന് താൻ കാരണമാണ് അലർജി പ്രോബ്ലം ഉണ്ടായതെന്നും പറഞ്ഞ് വിഷമിച്ച് ചാന്ദിനി നിൽക്കുമ്പോൾ ചാന്ദിനിയുടെ വിഷമം മാറ്റാൻ വേണ്ടി ബിന്ദിയും ദാമിനിയും ചാന്ദിനിക്ക് കുറെ ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് കൊടുക്കുകയാണ്. തുടർന്ന് അവിടെ വരുന്ന സോനയോട് ചാന്ദിനി ഈ ഫാമിലിയെയും അങ്കിത്തിനെയും ഇഷ്ടപ്പെട്ടു എന്നും ഒരിക്കലും ഇവിടെ നിന്നും പോകണ്ട എന്നും പറയുകയാണ്. അടുത്ത സീനിൽ ഗുരു അമ്മ കാളിന്തിയെ രക്ഷപ്പെടുത്തുകയാണ്. കാളിന്തിക്ക് ഗുരു അമ്മ ആരാണെന്ന് അറിഞ്ഞുകൂടാ. എന്നാലും രക്ഷപ്പെട്ട് അവിടെ നിന്ന് പോകാൻ ഗുരു അമ്മ പറഞ്ഞത് കൊണ്ട് കാളിന്തി അവിടെ നിന്നും പോവുകയാണ്. കാളിന്തി രക്ഷപ്പെട്ടത് അറിയുന്ന ബ്രഹ്മരാക്ഷസൻ അവിടേക്ക് വരികയാണ്. കാളിന്തിയുടെ പുറകെ വരുന്ന ബ്രഹ്മരാക്ഷസൻ ഗുരു അമ്മയെ കാണുകയാണ്. ദേഷ്യം വരുന്ന ബ്രഹ്മരാക്ഷസൻ ഗുരു അമ്മയെ എടുത്തുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം ഓടുന്ന കാളിന്തി ഒരു കുഴിയിലേക്ക് വീഴുകയാണ്. അത് കണ്ടുകൊണ്ട് അവിടെ ഇരാവത്ത് വരികയാണ്. ഇരാവത്താണ് കാളിന്തിയെ കുഴിയിലേക്ക് തള്ളിയിട്ടത്. ഇരാവത്ത് ബ്രഹ്മരാക്ഷസനോട് എന്റെ സഹോദരനായ നിന്നെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് നിന്റെ ആഗ്രഹം എന്താണോ അത് ഞാൻ നടത്തി തരുമെന്നും ജ്വാലയുടെ പ്രതികാരം ഇനി ഇരാവത്തിന്റേതുമാണെന്നും പറയുകയാണ്. ഈ സമയം എല്ലാവരും ബിന്ദിയുടെ ബർത്ത്ഡേ വളരെ ഗ്രാൻഡായി ആഘോഷിക്കുകയാണ്. പാട്ടും ഡാൻസും ഗെയിമും എല്ലാം ഉൾപ്പെടുത്തി വലുതായിട്ടാണ്
ആണ് ആഘോഷിക്കുന്നത്. അടുത്ത സീനിൽ ധ്രുവ് പോലീസ് സ്റ്റേഷനിൽ ഗുരുവാമ്മയെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന ഇരാവത്ത് തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ഗുരുവാമ്മയുടെ മനസ്സിലുള്ള കാളിന്തിയെ കുറിച്ചുള്ള രഹസ്യം എന്താണെന്ന് അറിയുകയാണ്. ആ കാര്യങ്ങളെല്ലാം ഇരാവത്ത് ധ്രുവിനോട് പറയുകയാണ്. കാളിന്തി ഇരട്ട കുട്ടികളിൽ ഒന്നാണെന്നും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച അവർ രണ്ടുപേരും ഒരിക്കലും ഒരുമിക്കാൻ പാടില്ല എന്നും അഥവാ ഒരുമിച്ചാൽ അന്ന് ബ്രഹ്മരാക്ഷസന്റെ അവസാനമാണെന്നും കാളിന്തി നമ്മുടെ കസ്റ്റഡിയിലുണ്ട്, കാളിന്തിയുടെ ഇരട്ട സഹോദരിയെ ഉടൻ തന്നെ കണ്ടുപിടിക്കണമെന്നും പറയുകയാണ്. ശേഷം ധ്രുവ് ടീമിനോട് കാളിന്തിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് അന്വേഷിക്കാൻ പറയുകയാണ്. ഈ സമയം കാളിദേവി ക്ഷേത്രത്തിൽ അങ്കിത്തും റോബിനും ഇഷാനും ചാന്ദിനിയും ബിന്ദിയും സോനയും വരികയാണ്. അവർ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഡൽഹിയിലുള്ള ചാന്ദിനിയുടെ ബോസിന്റെ ആളുകൾ ചാന്ദിനിയെ കൊണ്ടുപോകാൻ അവിടെ വരുന്നു. അവരെ കണ്ട് ആദ്യം ഒളിച്ചു നിൽക്കുന്ന ചാന്ദിനി ശേഷം അവരുടെ അടുത്ത് പോയിട്ട് അവർക്ക് കാളിദേവിയുടെ ഓർണമെന്റ്സ് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോകാൻ അവരോട് പതുക്കെ പറയുകയാണ് ചാന്ദിനി. അത് കേൾക്കുന്ന ആ മണ്ടന്മാർ കാളിദേവിയുടെ ഓർണമെന്റ്സ് എടുക്കുകയാണ്. അതെല്ലാം കാണുന്ന അങ്കിത്തിന് ഇതെല്ലാം ചാന്ദിനിയുടെ ഐഡിയ ആണെന്ന് മനസ്സിലാവുകയാണ്. അത് മനസ്സിലാക്കുന്ന അങ്കിത്ത് ചാന്ദിനിയോട് ഇതെല്ലാം കാളിന്തിയുടെ സ്വത്താണെന്നും ഇതൊന്നും നഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ചാന്ദിനി അംബാലയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് കാളിദേവി ക്ഷേത്രത്തിൽ മോഷണം നടക്കുമെന്നോ എന്ന് വിളിച്ചു പറയുകയാണ്. പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന ധ്രുവ് അത് അറിയുകയാണ്. ധ്രുവിന് കാളിന്തിയുടെ സൗണ്ട് പോലത്തെ സൗണ്ട് കേട്ടപ്പോൾ ചാന്ദിനി ആരാണെന്ന് മനസ്സിലാവുകയാണ്. ഈ സമയം എല്ലാവരും കൂടി ആ കള്ളന്മാരെ അടിച്ച് തവിടുപൊടിയാക്കുകയാണ്. വലിയൊരു ഫൈറ്റ് നടക്കുകയാണ് അവിടെ. തുടർന്ന് കാളിദേവിയുടെ ഓർണമെന്റ്സ് അവരെല്ലാവരും കൂടി കാളിദേവിയുടെ വിഗ്രഹത്തിലിട്ട് കൊടുക്കുകയാണ്. ശേഷം അവരെല്ലാവരും തിരിച്ചു പോകുന്ന സമയം കാട്ടിൽ വെച്ച് ധ്രുവും പോലീസ് ടീമും ചാന്ദിനിയെ കൊണ്ടുപോകാൻ വേണ്ടി വരികയാണ്. അത് കാണുന്ന അങ്കിത്ത് ചാന്ദിനിയുടെ കയ്യിൽ പിടിച്ചിട്ട് ധ്രുവിനോട് നിങ്ങൾ വിചാരിക്കുന്ന ആൾ ഇതല്ല എന്നും കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ വാറന്റുമായി വരണമെന്നും പറയുകയാണ്. എന്നിട്ട് ചാന്ദിനിയെ കൊണ്ട് അങ്കിത്ത് അവിടെ നിന്നും പോവുകയാണ്. ചാന്ദിനിക്ക് അങ്കിത്ത് പറഞ്ഞത് കേട്ട് സന്തോഷം തോന്നുകയാണ്. ശേഷം ഇഷാൻ സോനയെ പ്രപ്പോസ് ചെയ്യുകയാണ്. അത് കണ്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. അടുത്ത സീനിൽ കുഴിയിൽ ബോധം കെട്ട് കിടന്ന കാളിന്തിയെ ധ്രുവ് ഒരു വീട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ബോധം വരുന്ന കാളിന്തിക്ക് ധ്രുവ് ബന്ധുക്കളാണെന്നും പറഞ്ഞ് ഗുരുവമ്മയെയും ഇരാവത്തിനെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഗുരുവമ്മ ഇരാവത്തിന്റെ കൺട്രോളിലാണ്. ധ്രുവ് പറഞ്ഞതെല്ലാം കാളിന്തി വിശ്വസിക്കുകയാണ്. ഈ സമയം ഇഷാന്റെയും സോനയുടെയും മാരേജിന്റെ ഓർണമെന്റ്സ് എടുക്കുകയും ഡ്രസ്സ് എടുക്കുകയും ചെയ്യുകയാണ്. അടുത്ത സീനിൽ ഗുരുവമ്മ അയൺ ബോക്സിൽ തൊടുമ്പോൾ കറണ്ട് അടിക്കുകയും ഇരാവത്തിന്റെ കൺട്രോളിൽ നിന്നും പുറത്തു വരികയും ചെയ്യുന്നു. പക്ഷേ അത് അവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ നടക്കുകയാണ് ഗുരുവമ്മ. ശേഷം ഇരാവത്തിനോട് ധ്രുവ് ചാന്ദിനിയെ കണ്ടുപിടിച്ച് കാളിന്തിയും ചാന്ദിനിയും ഒരിക്കലും പരസ്പരം കാണാത്ത രണ്ട് സ്ഥലങ്ങളിലാക്കണമെന്നും ശേഷം കാളിന്തിയെ വിവാഹം കഴിച്ച് തന്റെ ശക്തികൾ കൂട്ടണമെന്നും പറയുന്നത് ഗുരുവമ്മ കേൾക്കുകയാണ്. മറുവശത്ത് അങ്കിത്ത് ചാന്ദിനിയെ വിശ്വാസമില്ലാത്തത് കൊണ്ട് പാലസിലെ എല്ലാ ഭാഗത്തും CCTV ക്യാമറ വയ്ക്കുകയാണ്. അടുത്ത സീനിൽ ധ്രുവിനെ കാണാൻ പോകുന്ന പൃഥ്വി ധ്രുവിനോട് വീട്ടിലുള്ളത് കാളിന്തി അല്ല എന്നും കാളിന്തിയുടെ പേര് പറഞ്ഞ് ഒരു പെൺകുട്ടി അവരുടെ കൂടെ ഉണ്ടെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ധ്രുവ് പൃഥ്വിനോട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ശേഷം ധ്രുവ് പറഞ്ഞതുപോലെ പൃഥ്വി എല്ലാവർക്കും കുടിക്കാൻ കൊടുക്കുന്ന ഡ്രിങ്ക്സിൽ ഉറക്കമരുന്ന് കലർത്തുകയാണ്. തുടർന്ന് ഇഷാന്റെയും സോനയുടെയും മഞ്ഞൾ കല്യാണം നടക്കുകയാണ്. അത് കണ്ട് എല്ലാവരും സന്തോഷത്തോടെ ചുറ്റും നിൽക്കുകയാണ്. ഈ സമയം അവിടെ വരുന്ന ശാലിനി ചാന്ദിനിയുടെ കയ്യിൽ ഡ്രിങ്ക്സ് കൊടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറയുമ്പോൾ ചാന്ദിനി എല്ലാവർക്കും ഡ്രിങ്ക്സ് കൊടുക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ബോധം കെട്ട് വീഴുകയാണ്. എല്ലാവരും ഉറങ്ങി എന്ന് മനസ്സിലാക്കുന്ന പൃഥ്വി ചാന്ദിനിയെ എടുത്തുകൊണ്ട് കാറിൽ കയറ്റി അവിടെ നിന്നും കൊണ്ടുപോവുകയാണ്. ഈ സമയം ബോധം വരുന്ന അങ്കിത്ത് എല്ലാവരെയും വിളിച്ചു എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പോൾ ചാന്ദിനിയെ അവിടെ കാണാത്തത് കാണുന്ന അങ്കിത്ത് ചാന്ദിനിയിൽ ഡൗട്ട് അടിക്കുകയാണ്. കാരണം ചാന്ദിനിയാണ് എല്ലാവർക്കും ഡ്രിങ്ക്സ് കൊടുത്തത്. ചാന്ദിനി എല്ലാവർക്കും ഡ്രിങ്ക്സ് കൊടുത്ത് ഉറക്കിയിട്ട് അവിടെയുള്ള എല്ലാ ഓർണമെന്റ്സും എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് അങ്കിത്ത് CCTV ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ സമയം ബോധം വരുന്ന ചാന്ദിനി പൃഥ്വിനെ കൊല്ലുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ പൃഥ്വിന്റെ കാറിനെ തടഞ്ഞുകൊണ്ട് അവിടെ വരുന്ന ധ്രുവിന്റെ കയ്യിൽ പൃഥ്വി ചാന്ദിനിയെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്നും പോവുകയാണ്. അടുത്ത സീനിൽ CCTV പരിശോധിക്കുന്ന അങ്കിത്തിന് പൃഥ്വിയാണ് ചാന്ദിനിയെ കിഡ്നാപ്പ് ചെയ്തതെന്ന് മനസ്സിലാവുകയാണ്. അത് മനസ്സിലാക്കുന്ന അങ്കിത്ത് ശാലിനിയോട് പൃഥ്വിന്റെ കാര്യം ചോദിക്കുമ്പോൾ ശാലിനി ഒന്നും പറയാതെ നിൽക്കുന്നത് കാണുന്ന പരീതി പൃഥ്വിന്റെ കാറിൽ ട്രാക്കർ ഉള്ള കാര്യം പറയുകയാണ്. ഈ സമയം ധ്രുവിന്റെ അടുത്ത് നിന്ന് ചാന്ദിനി രക്ഷപ്പെട്ടു പോവുകയാണ്. തുടർന്ന് ട്രാക്കർ നോക്കി വരുന്ന അങ്കിത്ത് പൃഥ്വിനെ കണ്ടുപിടിച്ച് പൃഥ്വിനോട് ചാന്ദിനി എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ പൃഥ്വി അങ്കിത്തിനോട് നമ്മുടെ കൂടെയുള്ളത് കാളിന്തി അല്ല എന്നും അവളെ പിടിച്ചു കൊടുക്കാൻ വേണ്ടി പ്ലാൻ പറഞ്ഞു തന്നത് ഇൻസ്പെക്ടർ ധ്രുവ് ആണെന്നും ധ്രുവ് ചാന്ദിനിയെ കൊണ്ടുപോയി എന്നും പറയുകയാണ്. ഈ സമയം കാട്ടിന്റെ അകത്തു കൂടി ഓടുന്ന ചാന്ദിനിയെ വലയിട്ട് പിടിക്കുകയാണ് ധ്രുവ്. അപ്പോൾ അവിടെ വരുന്ന അങ്കിത്ത് ചാന്ദിനിയെ രക്ഷപ്പെടുത്തുകയാണ്. എന്നിട്ട് ധ്രുവിനോട് ചാന്ദിനിക്കെതിരായുള്ള തെളിവ് കൊണ്ടുവരാതെ ചാന്ദിനിയെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ധ്രുവ് ദേഷ്യത്തോടെ അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ അങ്കിത്തിനോട് ചാന്ദിനി ധ്രുവിന്റെ ലക്ഷ്യം വേറെ എന്തോ ആണെന്നും ചാന്ദിനിക്ക് ധ്രുവിന്റെ പെരുമാറ്റത്തിൽ ഡൗട്ട് തോന്നുന്നു എന്നും പറയുകയാണ്. അത് കേട്ട് ആലോചിച്ച് നിൽക്കുകയാണ് അങ്കിത്ത്. ഈ സമയം ബിന്ദി കാളിന്തിയെ പൃഥ്വി കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി പോലീസിനെ ഏൽപ്പിച്ചു എന്ന് അറിയുന്ന ബിന്ദി ശാലിനിയും പൃഥ്വിനെയും അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അവിടെ വരുന്ന അങ്കിത്ത് 2 വർഷമായിട്ട് കാളിന്തിയുടെ സ്വഭാവത്തിലെ മാറ്റം കണ്ടപ്പോൾ പൃഥ്വിന് ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പോലീസിനെ ഏൽപ്പിച്ചത്. ഇനി ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് അങ്കിത്ത് പറയുന്നത് കേൾക്കുന്ന ബിന്ദിയും എല്ലാവരും അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ പൃഥ്വിന്റെ അടുത്ത് പോകുന്ന അങ്കിത്ത് പൃഥ്വിനോട് ഇനി ചാന്ദിനിയോട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ശിക്ഷ തരുന്നത് ഞാനായിരിക്കുമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന പൃഥ്വി ആര് എന്ത് പറഞ്ഞാലും ഇവിടെയുള്ളത് കാളി
കാളിന്തി അല്ല എന്നും ഈ കാര്യം ആർക്കും മറച്ചു വെക്കാൻ കഴിയില്ല എന്നും ഇവിടെയുള്ള പെൺകുട്ടി ഒരിക്കലും കാളിന്തിക്ക് പകരമാവില്ല എന്നും പറയുകയാണ്. മറുവശത്ത് ഇരാവത്ത് കാളിന്തി പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ഒരു ഡോഗിനെ വളർത്തുകയാണ്. കാളിന്തിയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ധ്രുവിനോടുള്ള സ്നേഹം ഉണ്ടാക്കണമെന്ന് പറയുകയാണ്. അതിനുവേണ്ടി അവർ പ്ലാൻ ചെയ്യുകയാണ്. ശേഷം വീട്ടിന്റെ അകത്ത് ഇരുന്നപ്പോൾ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുന്നതെന്ന് കാളിന്തി പറയുന്നത് കേൾക്കുന്ന ധ്രുവ് കാളിന്തിയെയും കൊണ്ട് പുറത്തു പോവുകയാണ്. പോകുന്ന വഴി കാറ് സ്റ്റാർട്ട് ആകാതെ വഴിയിൽ നിൽക്കുമ്പോൾ ധ്രുവ് കാളിന്തിയോട് മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ആ സമയം കാറിന്റെ പുറത്തിറങ്ങുന്ന കാളിന്തിയുടെ മുമ്പിൽ ബ്രഹ്മരാക്ഷസൻ വരികയാണ്. ബ്രഹ്മരാക്ഷസനെ കണ്ട് പേടിച്ച് കാളിന്തി ഓടുമ്പോൾ കാളിന്തി വീഴുകയാണ്. വീഴുന്ന കാളിന്തിയെ കണ്ട് ബ്രഹ്മരാക്ഷസൻ അലറി വിളിക്കുന്നത് കണ്ട് പേടിച്ച് കാളിന്തി കണ്ണടച്ചിരിക്കുന്ന സമയം മറഞ്ഞു നിൽക്കുന്ന ഇരാവത്ത് ബ്രഹ്മരാക്ഷസന് നേരെ ഷൂട്ട് ചെയ്യുകയാണ്. അത് കേട്ട് അവിടെ നിന്ന് ബ്രഹ്മരാക്ഷസൻ പോകുമ്പോൾ പേടിച്ചിരിക്കുകയാണ് കാളിന്തി. ഈ സമയം ധ്രുവ് ഇരാവത്തിന്റെ കയ്യിൽ നിന്നും ഗണ്ണ് വാങ്ങിയിട്ട് കാളിന്തിയുടെ അടുത്ത് പോയിട്ട് കാളിന്തിയോട് പേടിക്കേണ്ട എന്നും ബ്രഹ്മരാക്ഷസൻ പോയി എന്നും പറയുകയാണ്. അത് കേൾക്കുന്ന കാളിന്തി കരഞ്ഞുകൊണ്ട് ധ്രുവിനോട് എനിക്ക് ഒരിടത്തും പോകണ്ട എന്നും ധ്രുവിന്റെ വീട്ടിൽ പോയാൽ മതി എന്നും പറയുകയാണ്. അത് കേട്ട് സന്തോഷം തോന്നുന്ന ധ്രുവ് കാളിന്തിയെ കൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. വീട്ടിൽ തിരിച്ചു വരുന്ന കാളിന്തിയോട് ഇരാവത്ത് ധ്രുവിന് കാളിന്തി ഇഷ്ടമാണെന്നും കാളിന്തി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറയുകയാണ്. അതെല്ലാം കേട്ട് വിഷമത്തോടെ അവിടെ നിന്നും പോവുകയാണ് കാളിന്തി. അടുത്ത സീനിൽ ബിന്ദി പ്രഗ്നന്റ് ആണെന്ന കാര്യം ബിന്ദി ചാന്ദിനിയെ അറിയിക്കുകയാണ്. ആ കാര്യം കേട്ട് ചാന്ദിനിക്ക് വളരെ സന്തോഷമാവുകയാണ്. എന്നിട്ട് ചാന്ദിനി ബിന്ദിയോട് വളരെ സെന്റിമെന്റ് ആയി അങ്കി തന്നെ കാളിന്തിയാണെന്ന് ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് കാളിന്തി ഇവിടെ നിന്നും പോകുന്നു എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ബിന്ദിയോട് പറയുകയാണ്. അത് കേൾക്കുന്ന ബിന്ദി അങ്കിത്തിന്റെ അടുത്ത് പോയിട്ട് അങ്കിത്തിനോട് ബിന്ദിക്ക് ഇത് കാളിന്തിയാണെന്ന് വിശ്വാസമാണെന്നും കാളിന്തി ഇവിടെ നിന്നും ഒരിടത്തും പോയില്ല എന്നും പറയുകയാണ്. ഈ സമയം മറുവശത്ത് കാളിന്തി ധ്രുവിന്റെ വീടെല്ലാം വൃത്തിയാക്കുകയും ധ്രുവിന്റെ ഡ്രസ് എല്ലാം അയൺ ചെയ്ത് വെക്കുകയും ചെയ്യുന്നത് ആ സമയം അവിടെ വരുന്ന ധ്രുവ് കാണുന്നു. സന്തോഷം തോന്നുന്ന ധ്രുവ് കാളിന്തിയുടെ അടുത്ത് പോയിട്ട് കാളിന്തിക്ക് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി കുറച്ച് ക്യാഷ് കൊടുക്കുകയാണ്. അടുത്ത സീനിൽ ചാന്ദിനി പോകുന്നത് കാണുന്ന ദാമിനി ചാന്ദിനിയെ തടയുകയാണ്. എന്നിട്ട് ദാമിനി അങ്കിത്തിനോട് കാളിന്തിയോട് പോകരുത് എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന അങ്കിത്ത് ഇത് നമ്മുടെ കാളിന്തി അല്ല എന്ന് പറയുന്നത് കേട്ട് അവിടെ വരുന്ന റോബിൻ കാളിന്തി പുറത്തു പോയാൽ റോബിനും ബിന്ദിയും കാളിന്തിയുടെ കൂടെ പോകുമെന്ന് പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന ചാന്ദിനി ബിന്ദി ഈ അവസ്ഥയിൽ എന്റെ കൂടെ വരുന്നത് ശരിയല്ല എന്ന് പറയുന്നത് കേൾക്കുന്ന അങ്കിത്ത് ബിന്ദിക്ക് എന്താണ് കുഴപ്പമെന്ന് ചാന്ദിനിയോട് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന റോബിൻ അങ്കിത്തിനോട് ബിന്ദി പ്രഗ്നന്റ് ആണെന്ന കാര്യം പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. ശേഷം എല്ലാവരും ഈ സന്തോഷത്തിന്റെ ഇടയിൽ ബിന്ദിയെ വിഷമിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് അങ്കിത്തിനെ കൊണ്ട് ചാന്ദിനിയോട് അവിടെ നിന്ന് ഒരിടത്തും പോകണ്ട എന്ന് പറയിപ്പിക്കുകയാണ്. അടുത്ത സീനിൽ അംബാല പോലീസ് സ്റ്റേഷനിൽ വരുന്ന അങ്കിത്ത് ധ്രുവിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഒരു പോലീസ് ധ്രുവിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയുകയാണ്. ഇൻസ്പെക്ടർ ധ്രുവ് ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി എന്തും ചെയ്യുമെന്നും പഴയ ഇൻസ്പെക്ടർ അല്ല ഇവിടെ ഉള്ളതെന്നും ഒത്തിരി മാറ്റങ്ങൾ ഇൻസ്പെക്ടറിന് ഉണ്ടായെന്നും പറയുകയാണ്. അടുത്ത സീനിൽ ധ്രുവ് ആ പോലീസിനെ ബ്രഹ്മരാക്ഷസനായി മാറി കൊല്ലുകയാണ്. ആ പോലീസുകാരൻ അങ്കിത്തിനോട് സംസാരിക്കുന്നത് ധ്രുവ് കണ്ടിരുന്നു. അതുകൊണ്ടാണ് ധ്രുവ് അയാളെ കൊന്നത്. ഈ സമയം ധ്രുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ് അങ്കിത്ത്. അങ്കിത്തിനോട് ഇരാവത്ത് അകത്തേക്ക് കയറിയിരിക്കാൻ പറയുകയാണ്. എന്നിട്ട് അങ്കിത്തിന്റെ പുറകിൽ കൂടി വന്ന് അങ്കിത്തിന്റെ തലയ്ക്ക് അടിക്കുകയാണ് ഇരാവത്ത്. തുടർന്ന് അങ്കിത്ത് ബോധം കെട്ട് വീഴുകയാണ്. ശേഷം ഇരാവത്ത് അങ്കിത്തിനെ കാട്ടിന്റെ അകത്ത് കൊണ്ടിടുകയാണ്. അടുത്ത സീനിൽ അങ്കിത്ത് ഹോസ്പിറ്റലിലാണെന്ന് ദാമിനി അറിയുകയാണ്. ആ കാര്യം അറിയുന്ന എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. കുറച്ചു കഴിയുമ്പോൾ അങ്കിത്ത് കണ്ണ് തുറക്കുന്നത് കണ്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയാൽ ഉടൻ തന്നെ കാളിന്തിയുടെയും അങ്കിത്തിന്റെയും വിവാഹം നടത്താമെന്ന് ശക്തി തീരുമാനിക്കുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. മറുവശത്ത് ധ്രുവ് കാളിന്തിക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങി കൊടുക്കുകയാണ്. എന്നിട്ട് പോലീസ് ആയതുകൊണ്ട് ആരും എന്നെ പോലുള്ള ഒരാളെ ഇഷ്ടപ്പെടില്ല എന്നും ഇതുപോലുള്ള ഗിഫ്റ്റുകൾ കൊടുക്കാൻ എനിക്ക് ആരുമില്ല എന്നും പറയുകയാണ്. ആ കാര്യം കേട്ട് വിഷമിച്ച് നിൽക്കുകയാണ് കാളിന്തി. അപ്പോൾ കാളിന്തിയുടെ അടുത്ത് വരുന്ന ഇരാവത്ത് കാളിന്തിയുടെ പേര് ഗൗരി എന്നാണെന്നും ഗൗരിയുടെ ജോലി മോഷണമായിരുന്നു എന്നും ഒരു ദിവസം ഗൗരി മോഷണം നടത്തുന്ന സമയം ധ്രുവ് ഗൗരിയെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു ആക്സിഡന്റ് സംഭവിക്കുകയും അതിൽ ഗൗരിക്ക് ഓർമ്മ നഷ്ടപ്പെടുകയും ചെയ്തു എന്നും ആരും ഗൗരിയെ തിരിച്ചറിയാതിരിക്കാനാണ് ഗൗരിയെ പുറത്തൊന്നും കൊണ്ടുപോകാതെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്നും ഗൗരിയെ ആരും പഴയ കണ്ണുകൊണ്ട് നോക്കുന്നത് ധ്രുവിന് ഇഷ്ടമല്ല എന്നും അതുകൊണ്ട് ധ്രുവ് ഗൗരിക്ക് ഒരു പുതിയ ജോലി നോക്കി വെച്ചിട്ടുണ്ടെന്നും പറയുകയാണ്. ശേഷം രാവിലെ ധ്രുവ് കാളിന്തിയെ ജോലി സ്ഥലത്ത് കൊണ്ടുവിടുകയാണ്. അവിടെ പോകുമ്പോൾ ഒരു നേഴ്സ് കാളിന്തിയുടെ കയ്യിൽ മാസ്ക് കൊടുത്തിട്ട് ഒരു ഫോമും കയ്യിൽ കൊടുക്കുകയാണ്. ഈ സമയം ട്രിപ്പ് തീർന്നത് കൊണ്ട് അങ്കിത്തിന് ഷിവറിംഗ് ഉണ്ടാവുകയാണ്. അപ്പോൾ ട്രിപ്പ് സ്റ്റാൻഡ് മറിഞ്ഞു വീഴുന്ന സൗണ്ട് കേട്ട് കാളിന്തി അങ്കിത്തിന്റെ അടുത്ത് പോവുകയും ട്രിപ്പ് അങ്കിത്തിന്റെ കയ്യിൽ നിന്ന് ഊരി മാറ്റുകയും ചെയ്യുന്നു. അപ്പോഴാണ് കാളിന്തി അങ്കിത്തിനെ ശ്രദ്ധിക്കുന്നത്. കാളിന്തിക്ക് അങ്കിത്തിന് നല്ല പരിചയമുള്ളതുപോലെ തോന്നുകയാണ്. അപ്പോൾ പാതി മയക്കത്തിൽ കണ്ണു തുറക്കുന്ന അങ്കിത്ത് കാളിന്തിയെ കാണുകയാണ്. ആ സമയം അവിടെ ഡോക്ടർ വരുന്നത് കാണുന്ന കാളിന്തി അവിടെ നിന്ന് പോകുന്നു. കുറച്ചു കഴിയുമ്പോൾ ശക്തി അങ്കിത്തിന്റെ അടുത്ത് വരുമ്പോൾ അങ്കിത്ത് കാളിന്തിയെ കണ്ട കാര്യം പറയുകയാണ്. പക്ഷേ ചാന്ദിനി അടുത്തിരിക്കുന്നത് കൊണ്ട് ആ കാര്യം ആരും വിശ്വസിക്കുന്നില്ല. ആരും അങ്കിത്ത് പറയുന്നത് വിശ്വസിക്കാത്തത് കൊണ്ട് വിഷമത്തോടെ ഇരിക്കുകയാണ് അങ്കിത്ത്. അടുത്ത സീനിൽ ധ്രുവ് ബ്രഹ്മരാക്ഷസനായി മാറി ഒരു പെൺകുട്ടിയെ കൊന്ന് ആ പെൺകുട്ടിയുടെ ഹൃദയം തിന്നുന്നതും ശേഷം ധ്രുവായി മാറുന്നതും അവിടെ അടുത്തായി മറിഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടി കാണുകയാണ്. ബ്രഹ്മരാക്ഷസനെ കണ്ട് പേടിക്കുന്ന ആ പെൺകുട്ടി അവിടെ നിന്ന് ഓടുകയാണ്. ഈ സമയം അങ്കിത്തിനെ കുറിച്ച് ഓർമ്മിച്ച് വരുന്ന കാളിന്തിയുടെ മുമ്പിൽ പേടിച്ച് കരഞ്ഞുകൊണ്ട് വരുന്ന ആ പെൺകുട്ടി കാളിന്തിയോട് ബ്രഹ്മരാക്ഷസനെ കണ്ട കാര്യം പറയുകയാണ്. തുടർന്ന് ബോധം കെട്ട് വീഴുന്ന ആ പെൺകുട്ടിയെ കാളിന്തി ധ്രുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അടുത്ത സീനിൽ വീട്ടിൽ വരുന്ന ധ്രുവ് ജോലിക്ക് പോകുമ്പോൾ ആരും ഗൗരിയെ കാണാൻ പാടില്ല എന്നും ആരോട് പഴയ കാര്യങ്ങളൊന്നും പറയരുത്
ചെയ്യരുതെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന കാളിന്തി ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ മാസ്ക് ഉപയോഗിക്കാറുണ്ടെന്നും പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ കുറിച്ച് ധ്രുവിനോട് പറയുകയാണ്. അത് കേട്ട് ധ്രുവ് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഈ സമയം കീ ഹോളിലൂടെ നോക്കുന്ന ആ പെൺകുട്ടി ധ്രുവിനെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. ശേഷം കാളിന്തി ധ്രുവിനെ വിളിച്ചുകൊണ്ട് റൂമിന്റെ അകത്ത് പോകുമ്പോൾ അവിടെ ആരെയും കാണാത്തത് കൊണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കാളിന്തി. തുടർന്ന് വിൻഡോയിലൂടെ ആ പെൺകുട്ടി രക്ഷപ്പെട്ടു പോയി എന്ന് മനസ്സിലാക്കുന്ന ധ്രുവ് പേടിച്ച് നിൽക്കുന്ന കാളിന്തിയോട് ആ പെൺകുട്ടി എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ധ്രുവ് അവിടെ നിന്നും പോവുകയാണ്. മറുവശത്ത് അങ്കിത് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോകുന്ന സന്തോഷത്തിൽ എല്ലാവരും നിൽക്കുമ്പോൾ അത് കാണുന്ന ഡോക്ടർ ഈ സന്തോഷത്തിനെല്ലാം കാരണം അങ്കിതിനെ രക്ഷിച്ച ആ നേഴ്സ് ആണെന്ന് പറയുന്നത് കേൾക്കുന്ന അങ്കിത് ആ നേഴ്സിനെ കാണണമെന്നും നേഴ്സിന് ഒരു ജോബ് ഓഫറും കൊടുക്കുകയാണ്. ശേഷം അവർ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ഇരാവത്ത് ധ്രുവിനെ വഴക്കു പറയുകയാണ്. കാരണം കാളിന്തിയെ പുറത്തു വിട്ടാൽ ഡേഞ്ചർ ആണെന്നും കാളിന്തി ആരെങ്കിലും കണ്ടാൽ പഴയ ഓർമ്മകൾ വരുമെന്നൊക്കെ പറയുകയാണ്. അടുത്ത സീനിൽ ഹോസ്പിറ്റലിൽ വരുന്ന കാളിന്തി ഹെഡ് നേഴ്സിനോട് പ്രിയങ്ക എന്ന പെൺകുട്ടി അവിടെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ഹെഡ് നേഴ്സ് ഇല്ല എന്ന് മറുപടി പറഞ്ഞിട്ട് കാളിന്തിയോട് ഒരു പ്രഗ്നന്റ് ലേഡിയെ നോക്കാനുള്ള ഒരു ജോബ് ശരിയായിട്ടുണ്ടെന്നും താല്പര്യമുണ്ടെങ്കിൽ പോകാനും പറഞ്ഞ് അങ്കിത്തിന്റെ വീട്ടിലെ അഡ്രസ്സ് നേഴ്സ് കാളിന്തിക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ കാളിന്തി ആലോചിച്ച് നിൽക്കുകയാണ്. മറുവശത്ത് റൂമിൽ വരുന്ന അങ്കിത്ത് അവിടെ റൂം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അവിടെ വരുന്ന റോബിൻ ഇതെല്ലാം ചാന്ദിനിയുടെ ഐഡിയ ആണെന്ന് അറിയുന്ന അങ്കിത്ത് ചാന്ദിനിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ചാന്ദിനി അങ്കിത്തിനെ പ്രപ്പോസ് ചെയ്യുകയാണ്. ആ സമയം അവിടെ അത് കണ്ടുകൊണ്ട് എല്ലാവരും വരികയാണ്. ചാന്ദിനിയെ കാണുന്ന അങ്കിത്തിന് കാളിന്തിയെ അങ്കിത്ത് പ്രപ്പോസ് ചെയ്തത് ഓർമ്മ വരികയാണ്. ചുറ്റും നിൽക്കുന്നവർ അങ്കിത്തിനോട് ചാന്ദിനിയുടെ പ്രപ്പോസ് അക്സെപ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ അങ്കിത്ത് ഇഷ്ടമില്ലാതെ നിൽക്കുന്നത് കാണുന്ന ചാന്ദിനി അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ അങ്കിത്തിന്റെ തലയിലേക്ക് ഇലക്ട്രിക് ലൈറ്റ് വീഴാൻ പോകുന്നത് കാണുന്ന ചാന്ദിനി അങ്കിത്തിനെ രക്ഷപ്പെടുത്തുന്ന സമയം ചാന്ദിനിക്ക് ഷോക്ക് അടിക്കുകയാണ്. ഷോക്ക് അടിച്ച് കിടക്കുന്ന ചാന്ദിനിയെ അങ്കിത്ത് രക്ഷപ്പെടുത്തുന്നു. അടുത്ത സീനിൽ അങ്കിത്തിനോട് ചാന്ദിനിയാണ് കാളിന്തിയെന്നും ആക്സിഡന്റിൽ കാളിന്തിയുടെ ഓർമ്മ പോയതാണെന്നും കാളിന്തി അങ്കിത്തിന്റെ ജീവൻ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്കിത്തിന്റെ മനസ്സ് മാറ്റുകയാണ് എല്ലാവരും. ശേഷം ചാന്ദിനിയുടെ അടുത്ത് വരുന്ന അങ്കിത്ത് ചാന്ദിനിയെ കെയർ ചെയ്യുന്നത് കാണുന്ന ചാന്ദിനി ജീവൻ രക്ഷിച്ചതിന് പകരമായി എനിക്കൊന്നും ചെയ്യേണ്ട എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന അങ്കിത്ത് ചാന്ദിനിക്ക് റോസാപ്പൂ കൊടുത്ത് പ്രപ്പോസ് ചെയ്യുകയാണ്. പക്ഷേ ആ സിറ്റുവേഷനിൽ നിൽക്കുന്ന അങ്കിത്തിന്റെ മുഖത്ത് സന്തോഷമൊന്നും ഇല്ല. മറുവശത്ത് പ്രഗ്നന്റ് ലേഡിയെ നോക്കാൻ വേണ്ടി ഒരു വീട്ടിൽ പോകാൻ ധ്രുവിനോട് പറഞ്ഞ് കാളിന്തി സമ്മതം വാങ്ങിക്കുകയാണ്. ശേഷം ഹോസ്പിറ്റലിൽ പോകുന്ന കാളിന്തിയെ കാണുന്ന ഹെഡ് നേഴ്സ് കാളിന്തി അന്വേഷിച്ച് നടന്ന പ്രിയങ്ക അവിടെ അഡ്മിറ്റ് ആണെന്നും പ്രിയങ്ക കോമയിലാണെന്നും പറയുകയാണ്. അത് കേട്ട് വിഷമിച്ച് നിൽക്കുകയാണ് കാളിന്തി. ശേഷം ഡോക്ടർ ഗൗരി എന്ന ഹോം നേഴ്സ് നാളെ വരുമെന്ന് അങ്കിത്തിനോട് പറയുകയും ഗൗരിയുടെ ചില റൂൾസ് പറയുകയും ചെയ്യുകയാണ്. വേറെ ഒന്നുമല്ല, ഗൗരി ആരെയും മുഖം കാണിക്കില്ല എന്നും കാണാൻ ആരും ശ്രമിക്കരുത് എന്നും പറയുകയാണ്. ആ കാര്യങ്ങളെല്ലാം കേൾക്കുന്ന അങ്കിത്ത് ഡോക്ടറിനോട് ഡീൽ ഓക്കെ എന്ന് പറയുകയാണ്. അടുത്ത സീനിൽ അങ്കിത്തിന്റെയും ചാന്ദിനിയുടെയും എൻഗേജ്മെന്റ് ഫംഗ്ഷനിൽ ധ്രുവ് ഗേൾ ഫ്രണ്ട് ആണെന്നും പറഞ്ഞ് ഒരു പെൺകുട്ടിയെ അങ്കിത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ശേഷം പാർട്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. പാർട്ടി കഴിഞ്ഞ് പോകുന്ന ധ്രുവ് പോകുന്ന വഴി ഒരു സ്ഥലത്ത് വെച്ച് ആ പെൺകുട്ടിയെ കൊല്ലുകയാണ്. അടുത്ത ദിവസം കാളിന്തി അങ്കിത്തിന്റെ വീട്ടിൽ വരികയാണ്. അവിടെ വരുന്ന കാളിന്തി ചാന്ദിനിയെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. മുഖം മറച്ച് നിൽക്കുന്നത് കാണുന്ന ചാന്ദിനി മുഖം കാണണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്ന സമയം അവിടെ വരുന്ന അങ്കിത്ത് ചാന്ദിനിയെ അവിടെ നിന്നും വിളിച്ചുകൊണ്ട് പോവുകയാണ്. ശേഷം ബിന്ദിയുടെ കാര്യങ്ങളെല്ലാം കാളിന്തി നോക്കുകയാണ്. ബിന്ദിക്ക് നേഴ്സിന്റെ പ്രവൃത്തിയെല്ലാം കാണുമ്പോൾ കാളിന്തിയാണെന്ന് തോന്നുകയാണ്. തുടർന്ന് എല്ലാവരും ഹോളി പൂജ ചെയ്യുകയാണ്. ഈ സമയം ജോലി ചെയ്ത് മടുത്ത് നിൽക്കുന്ന പൃഥ്വിയും ശാലിനിയും ചാന്ദിനിയെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. തുടർന്ന് അവർ ലൗഡ് സ്പീക്കറിൽ ഒരു ബോംബ് വയ്ക്കുകയാണ്. ലൗഡ് സ്പീക്കറിന്റെ സൗണ്ട് കൂട്ടിയാൽ ബോംബ് പൊട്ടും. അടുത്ത സീനിൽ ഹോളി ഫംഗ്ഷനിൽ ആഘോഷിക്കാൻ വേണ്ടി ചാന്ദിനി പാട്ടുപാടി ഡാൻസ് കളിക്കുകയാണ്. ലൗഡ് സ്പീക്കറിന്റെ സൗണ്ട് ചാന്ദിനി കൂട്ടുമ്പോൾ അതിന്റെ അകത്തിരിക്കുന്ന ബോംബ് പൊട്ടുകയും ചാന്ദിനി തെറിച്ചു പോവുകയും ചെയ്യുന്നു. ബോധം കെട്ട് കിടക്കുന്ന ചാന്ദിനിയെ അങ്കിത്ത് എടുത്തുകൊണ്ട് പോവുകയാണ്. ശേഷം ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. ബോംബ് പൊട്ടിയത് എങ്ങനെയെന്നറിയാൻ അങ്കിത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പോൾ ധ്രുവ് ആ കാര്യം അന്വേഷിക്കാൻ അവിടെ വരികയാണ്. ധ്രുവിനെ കാണുന്ന കാളിന്തി മറഞ്ഞു നിൽക്കുകയാണ്. എല്ലാവരെയും ചോദ്യം ചെയ്തിട്ട് ധ്രുവ് അവിടെ നിന്നും പോവുകയാണ്. അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ കാളിന്തി വരുമ്പോൾ ഹെഡ് നേഴ്സ് പ്രിയങ്കയ്ക്ക് ബോധം വന്നു എന്ന് പറയുകയാണ്. അത് കേട്ട് സന്തോഷം തോന്നുന്ന കാളിന്തി പ്രിയങ്കയുടെ അടുത്തേക്ക് പോവുകയാണ്. കാളിന്തി പ്രിയങ്കയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രിയങ്ക ഒരു പേപ്പർ ചൂണ്ടിക്കാണിക്കുകയാണ്. ആ പേപ്പർ എടുക്കുന്ന കാളിന്തി അതിൽ നോക്കുമ്പോൾ ബ്രഹ്മരാക്ഷസന്റെ പടം വരച്ചിരിക്കുന്നത് കണ്ടിട്ട് പ്രിയങ്കയോട് നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനായ ബ്രഹ്മരാക്ഷസനെ കൊല്ലുമെന്ന് പറയുകയാണ് കാളിന്തി. ശേഷം വീട്ടിൽ വരുന്ന കാളിന്തിക്ക് ഒരു മാപ്പ് കിട്ടുകയാണ്. ആ മാപ്പ് ഗുരു അമ്മ വെച്ചതാണ്. ആ മാപ്പിൽ നോക്കി പോകുന്ന കാളിന്തിക്ക് ഒരു ബോക്സ് കിട്ടുകയാണ്. അടുത്ത സീനിൽ അങ്കിത്തിന്റെ വീട്ടിൽ പോയ കാളിന്തി പ്രിയങ്ക വരച്ച പേപ്പർ അവിടെ വെച്ച് മറന്നു പോയിരുന്നു. ആ പേപ്പർ കിട്ടുന്ന അങ്കിത്തിന് ആ പേപ്പർ ഹോസ്പിറ്റലിന്റെ ലെറ്റർ ഹെഡ് ആണെന്ന് മനസ്സിലാക്കുന്ന അങ്കിത്ത് ആ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കുകയാണ്. റിസപ്ഷനിൽ നിൽക്കുന്നവർ പ്രിയങ്കയുടെ റൂം കാണിച്ചു കൊടുക്കുകയാണ്. ഈ സമയം പ്രിയങ്കയുടെ റൂമിൽ വരുന്ന ധ്രുവ് ബ്രഹ്മരാക്ഷസനായി മാറി പ്രിയങ്കയെ കൊല്ലുകയാണ്. ധ്രുവ് അവിടെ നിന്ന് പോകുന്നതും ആ സമയം അവിടെ വരുന്ന അങ്കിത്ത് പ്രിയങ്ക മരിച്ചു കിടക്കുന്നത് കണ്ട് വിഷമിച്ചിരിക്കുമ്പോൾ അങ്കിത്തിന് പ്രിയങ്ക കിടക്കുന്ന ബെഡിന്റെ അടിയിൽ നിന്ന് ഒരു മാപ്പ് കിട്ടുകയാണ്. അത് കാണുന്ന അങ്കിത്തിന് പ്രിയങ്ക മരിക്കുന്നതിന് മുമ്പ് ഏതോ ഒരു കാര്യം അറിയിക്കണമെന്ന് വിചാരിച്ചായിരിക്കും ഈ മാപ്പ് ഇവിടെ മറച്ചു വെച്ചതെന്ന് തോന്നുന്ന അങ്കിത്ത് ആ മാപ്പിൽ കാണുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ആ മാപ്പ് അവിടെ വെച്ചത് പ്രിയങ്കയാണെന്ന് വിചാരിച്ചാണ് അങ്കിത്ത് പോകുന്നത്. പക്ഷേ അത് ഒരു ട്രാപ്പ് ആയിരുന്നു. ധ്രുവാണ് അങ്കിത്തിനെ കൊടുക്കാൻ വേണ്ടി ആ മാപ്പ്
മാപ്പ് അവിടെ വെച്ചത്. ഈ സമയം ബോക്സ് തുറക്കുന്ന കാളിന്തിക്ക് ഒരു ലെറ്ററും ഒരുപോലെയുള്ള 2 ജാതകവും കിട്ടുകയാണ്. ലെറ്റർ വായിക്കുമ്പോൾ അതിൽ ഒരു പ്രത്യേക നക്ഷത്രത്തിൽ ജനിച്ച ഇരട്ട കുട്ടികളായ കാളിന്തിയും ചാന്ദിനിയും ഒരു ദുഷ്ടശക്തിയെ നശിപ്പിക്കാൻ വേണ്ടി 23 വർഷം പിരിഞ്ഞു നിൽക്കേണ്ടി വരുമെന്നും 23 വയസ്സ് തികയുമ്പോൾ അവർ ഒരുമിക്കുകയും ആ ദുഷ്ടശക്തിയെ നശിപ്പിക്കുമെന്ന് വായിക്കുന്ന കാളിന്തിക്ക് അങ്കിത്തിന്റെ വീട്ടിൽ കണ്ട ചാന്ദിനി തന്റെ ഇരട്ട സഹോദരിയാണെന്ന് മനസ്സിലാവുകയാണ്. ഇതെല്ലാം ആ ബോക്സ് അവിടെ വെച്ച് ഗുരു അമ്മ മറഞ്ഞു നിന്ന് കാണുകയാണ്. ശേഷം കാളിന്തി ധ്രുവിനോട് അങ്കിത്തിന്റെ വീട്ടിലുള്ളത് എന്റെ സ്വന്തം സഹോദരിയാണെന്നും അവളുടെ അടുത്ത് പോകണമെന്നും പറയുകയാണ്. ഇവർ സംസാരിക്കുന്നതെല്ലാം മാറി നിന്ന് ഗുരു അമ്മ കേൾക്കുന്നുണ്ട്. ധ്രുവ് കാളിന്തിയോട് അവരാരും കാളിന്തിയെ സ്വീകരിക്കില്ല എന്ന്, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളെല്ലാം അവരെ അറിയിച്ചാൽ മതി എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന കാളിന്തി സഹോദരിയെ കാണാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വിഷമത്തോടെ അവിടെ നിന്നും പോവുകയാണ്. കാളിന്തി പോയത് അറിഞ്ഞ് സന്തോഷത്തോടെ ഗുരു അമ്മ നിൽക്കുന്നത് കാണുന്ന ഇരാവത്തിന് ഗുരു അമ്മ തന്റെ കൺട്രോളിലല്ല എന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ തന്നെ ഇരാവത്ത് ഗുരു അമ്മയെ കൊല്ലുകയാണ്. അടുത്ത സീനിൽ അങ്കിത്ത് ചാന്ദിനിയെ ഫോണിൽ വിളിച്ചിട്ട് അങ്കിത്തിന്റെ റൂമിലെ ടേബിളിന്റെ പുറത്തിരിക്കുന്ന വാൾ എടുത്തുകൊണ്ടുവരാൻ പറയുന്നത് കേൾക്കുന്ന ചാന്ദിനി അങ്കിത്തിന്റെ റൂമിൽ പോയി ആ വാൾ എടുക്കാൻ നോക്കുമ്പോൾ ആ വാളിന് വെയിറ്റ് ഉള്ളതുപോലെ തോന്നുന്ന ചാന്ദിനി ആ വാൾ എടുക്കാൻ ശ്രമിക്കുന്ന സമയം അവിടെ വരുന്ന കാളിന്തി ചാന്ദിനിയുടെ കയ്യിൽ പിടിക്കുമ്പോൾ കാളിന്തിയുടെ തലയിൽ കിടക്കുന്ന ഷോള് മാറുകയും ചാന്ദിനി കാളിന്തിയുടെ മുഖം കാണുകയും ചെയ്യുന്നു. കാളിന്തി ആ വാളിൽ തൊട്ടത് കാരണം കാളിന്തിക്ക് എല്ലാം ഓർമ്മ വരികയാണ്. എല്ലാം ഓർമ്മ വരുന്ന കാളിന്തിക്ക് താൻ ഗൗരി അല്ല എന്നും കാളിന്തിയാണെന്നും മനസ്സിലാക്കുന്ന കാളിന്തി എല്ലാം ചാന്ദിനിയോട് പറയുകയാണ്. അനാഥയായി ജീവിച്ച ചാന്ദിനിക്ക് കാളിന്തി സ്വന്തം സഹോദരിയാണെന്ന് അറിയുന്ന ചാന്ദിനി സന്തോഷത്തോടെ നിൽക്കുകയാണ്. ആ സമയം അങ്കിത്ത് വാളുമായി വരാനുള്ള ലൊക്കേഷൻ ചാന്ദിനിക്ക് അയച്ചു കൊടുക്കുകയാണ്. അതറിയുന്ന കാളിന്തി ബ്രഹ്മരാക്ഷസനെ കൊല്ലാൻ ഈ വാള് കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം മാപ്പ് നോക്കി വരുന്ന അങ്കിത്തിന്റെ മുമ്പിൽ ധ്രുവ് വരികയാണ്. ധ്രുവ് അങ്കിത്തിനോട് ധ്രുവാണ് ഹോസ്പിറ്റലിൽ മാപ്പ് വെച്ചതെന്നും അങ്കിത്തിനെ കൊല്ലാനാണെന്നും പറയുകയാണ്. എന്നിട്ട് ധ്രുവ് ബ്രഹ്മരാക്ഷസനായി മാറി അങ്കിത്തിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ ലൊക്കേഷൻ നോക്കി വാളുമായി അവിടെ വരുന്ന കാളിന്തിയും ചാന്ദിനിയും അങ്കിത്തിനെ കാണാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ അവിടെ വരുന്ന ബ്രഹ്മരാക്ഷസൻ കാളിന്തിയെ എടുത്തുകൊണ്ട് പോവുകയാണ്. പുറകെ ചാന്ദിനിയും പോവുകയാണ്. അടുത്ത സീനിൽ ബ്രഹ്മരാക്ഷസൻ അലങ്കരിച്ച മണ്ഡപത്തിൽ കാളിന്തിയെ കൊണ്ടുവരികയാണ്. അവിടെ 4 പെൺകുട്ടികളെ കെട്ടിയിട്ടിരിക്കുന്നുണ്ട്. ബ്രഹ്മരാക്ഷസൻ ധ്രുവായി മാറുന്നത് കാണുന്ന കാളിന്തി ഞെട്ടി നിൽക്കുകയാണ്. ധ്രുവ് കാളിന്തിയോട് വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അവിടെ നിൽക്കുന്ന 4 പെൺകുട്ടികളെയും കൊല്ലുമെന്ന് പറഞ്ഞ് കാളിന്തിയെ ഭീഷണിപ്പെടുത്തുകയാണ്. ആ കാര്യം കേട്ട് പേടിക്കുന്ന കാളിന്തി റെഡിയായി വരികയാണ്. വിവാഹത്തിന്റെ ഓരോ ചടങ്ങ് കഴിയുമ്പോൾ ഓരോ പെൺകുട്ടികളെ ഇരാവത്ത് വെറുതെ വിടുകയും ചെയ്യുന്നു. ഈ സമയം ചാന്ദിനി വഴിയിൽ നിന്നും അങ്കിത്തിനെ കാണുകയും അങ്കിത്തിന്റെ അടുത്ത് നടന്ന കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യുകയാണ്. അവസാനം അവിടെ വരുന്ന അങ്കിത്ത് ഇരാവത്തിനെ കൊല്ലുന്നു. ഇരാവത്ത് മരിച്ചു കിടക്കുന്നത് കണ്ട് ദേഷ്യം വരുന്ന ധ്രുവ് ബ്രഹ്മരാക്ഷസനായി മാറുന്നു. ബ്രഹ്മരാക്ഷസൻ കാളിന്തിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് കാണുന്ന ചാന്ദിനി കയ്യിലിരിക്കുന്ന വാളെടുത്ത് എറിഞ്ഞ് കാളിന്തിക്ക് കൊടുക്കുകയാണ്. കാളിന്തി ആ വാളെടുത്ത് ബ്രഹ്മരാക്ഷസനെ കൊല്ലാൻ ശ്രമിക്കുമെങ്കിലും അതിന് കഴിയാതെ വിഷമിച്ച് കാളിന്തി നിൽക്കുന്നത് കാണുന്ന ചാന്ദിനി ചാടി കാളിന്തിയുടെ കയ്യിൽ പിടിക്കുകയും രണ്ടുപേരും കൂടി ആ വാള് ബ്രഹ്മരാക്ഷസന്റെ നെഞ്ചിൽ കുത്തുകയാണ്. അപ്പോൾ തന്നെ ബ്രഹ്മരാക്ഷസൻ അലറി വിളിക്കുകയും ചെയ്യുന്നു. അത് കണ്ട് അവർ 3 പേരും സന്തോഷത്തോടെ നിൽക്കുന്നത് കാണുന്ന ബ്രഹ്മരാക്ഷസൻ ചാന്ദിനിയെ കൊല്ലുകയാണ്. ശേഷം ബ്രഹ്മരാക്ഷസൻ ഭസ്മമായി മാറുകയാണ്. മരിക്കുന്നതിന് മുമ്പ് ചാന്ദിനി രണ്ടുപേരുടെയും കൈകൾ തമ്മിൽ ചേർത്ത് പിടിച്ചിട്ട് അവരുടെ മകളെ പുനർജനിച്ചു വരുമെന്നും രണ്ടുപേരിൽ നിന്നും കിട്ടാത്ത പോയ സ്നേഹമെല്ലാം അന്ന് എനിക്ക് തരണമെന്നും പറഞ്ഞ് ചാന്ദിനി മരിക്കുകയാണ്. അടുത്ത സീനിൽ അങ്കിതും കാളിന്തിയും സ്റ്റാഴ്സിനെ നോക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ്. ആ സമയം അവിടെ വരുന്ന വാൽനക്ഷത്രത്തിനെ കാണുന്ന അവർ മനസ്സിലുള്ള ആഗ്രഹം സാധിക്കാൻ വേണ്ടി കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നതും കാണിച്ച് ഈ കഥ അവസാനിക്കുന്നു. ബ്രഹ്മരാക്ഷസിന്റെ അടുത്ത സീസൺ വരുമ്പോൾ മലയാളം എക്സ്പ്ലനേഷൻ ഇടാം. അടുത്ത പുതിയ കഥയുമായി ഉടൻ വരാം. ബൈ.